നമ്മൾ ട്രക്ക് ഡ്രൈവർമാരെ എങ്ങനെയാണ് കാണുന്നത്? വലിയ വില്ലൻ ലുക്കിലാണ് കാണുന്നത്. ലോറി ഡ്രൈവർമാരെല്ലാം ഭയങ്കര വില്ലന്മാരാണ്, ഭയങ്കര ഒരിക്കലും അല്ല. ഈ ലോറിയും കൊണ്ട് പോകുന്ന എല്ലാവരും പേടിച്ചാവും. മോൾ എങ്ങനെയാണ് വണ്ടി ഓടിക്കാൻ വന്നത്? താല്പര്യപ്പെട്ട് വന്നതാണോ? മോൾക്ക് ചെറുപ്പം തൊട്ടേ വണ്ടി ഓടിക്കാൻ ഇഷ്ടം. അച്ഛൻ്റെ ആ ഒരു ജീനായിരിക്കും. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ കൈക്കൂലി കൊടുക്കുന്നത് ട്രക്ക് ഡ്രൈവേഴ്സ് ആയിരിക്കും. ഉറപ്പായിട്ടും. ഏത് സംസ്ഥാനത്തെ പോലീസുകാരാണ് ഏറ്റവും പ്രശ്നക്കാരൻ അല്ലെങ്കിൽ ഏറ്റവും വൃത്തിടന്മാരുടെ തോന്നിയിട്ടുള്ളത്? ബോംബെയിൽ ഒരു ടൗണിലേക്കൊക്കെ ചെന്നാൽ 100 മീറ്റർ എടുത്ത് പോലീസ് നിൽക്കും. എല്ലാവർക്കും കൊടുക്കണം. കൊടുക്കുകയും ചെയ്യണം, ഇല്ല അടിയും കിട്ടും. എന്നിട്ട് അവരൊരു സിഗരറ്റ് കൂടെ അല്ല എഴുതി തരുന്നത്, മാസം പിരിവാ. ചെക്ക് പോസ്റ്റിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യനെ കൊണ്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഊരി വരാൻ പറ്റും. ഞാൻ ആറ്റോയിൽ ഇറങ്ങി ചെല്ലുമ്പോൾ എനിക്ക് ചായ തന്ന അവിടെ ഇരുത്തും, ചായയൊക്കെ തരും. ഈ ഒരു യാത്രയിൽ നിങ്ങൾക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ളൊരു മൊമെന്റ് എന്തായിരുന്നു? പഹൽഗാമിൽ പോയി കിടന്നവർ ഭയങ്കര ഇതായിരുന്നു. എന്നുവെച്ചാൽ നമ്മൾ യുദ്ധസമയത്തല്ലേ, സമയം കഴിഞ്ഞ ഉടനെ ഞങ്ങൾ അവിടെ ചെന്ന് അവിടുത്തെ ആൾക്കാരൊക്കെ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വണ്ടിയെ കിടക്കണ്ട, ഞങ്ങളുടെ റൂമിൽ വന്ന് ഹോട്ടലിൽ റൂമിൽ കിടന്നോളാൻ പറ്റും, പൈസ ഒന്നും തരണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചുമ്മാ പറഞ്ഞു നമുക്ക് രാത്രിക്ക് കുറച്ചങ്ങ് ഓടാന്ന് പറഞ്ഞിട്ട് ചുമ്മാ രാത്രിക്ക് ആരും ലഡാക്കിൽ ഓടിക്കുകയില്ല. ഇങ്ങനെ അങ്ങ് ചെന്നിട്ട് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്കും ഉണ്ടല്ലോ വഴി അങ്ങ് തീർന്നു പോയി. അവിടെ എല്ലാം ഈ കല്ലിടിഞ്ഞ് വീഴുന്ന സ്ഥലമാണ്, നിറച്ച് പാറ ഇങ്ങനെ നടക്കുക. രാത്രി ഒരു 9 മണിയായി കാണും. അപ്പോഴത്തേനും പെട്ടെന്ന് നോക്കുമ്പം വഴി അവിടെ തീർന്നു, വേറെ വഴിയില്ല. രാത്രി എന്നാ ചെയ്യുന്നതെന്ന് ഓർത്ത് ഇങ്ങനെ. അപ്പം അന്നേരം അനീച്ചാർ പയ്യനുണ്ട്, അവൻ പറയണേ അച്ഛൻ മോളിൽ നിന്ന് കല്ലിടിഞ്ഞ് വീണാണോ എന്ന് സംശയം ഉണ്ടെന്ന് പറഞ്ഞു. ഭയങ്കര പാറയാണ് മോളിൽ നിൽക്കുന്നത്, ഒരു മനുഷ്യൻ പോലും ഇല്ല, വിജനമായ സ്ഥലം. അതൊരു ഭയങ്കര പേടിച്ചു പോയി. നമസ്കാരം, ജലജ ചേച്ചി ആൻഡ് രതീഷ് ഏട്ടൻ ടു ചാറ്റ് വിത്ത് ഭക്തൻ. നമസ്കാരം. അങ്ങനെ പുത്തേറ്റ് എന്നല്ലേ പറയുന്നത്, പുത്തേറ്റ് ട്രാവൽ വ്ളോഗും ടെക് ട്രാവലിറ്റും കൂടെ ചേർന്നിരുന്ന് ഒരു പോഡ്കാസ്റ്റ് ചെയ്യുകയാണ്. രണ്ട് മേഖലകളിൽ യാത്ര ചെയ്യുന്ന ആളുകൾ തമ്മിൽ നമ്മൾ ഇന്ന് പോഡ്കാസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാനിങ്ങനെ പോഡ്കാസ്റ്റിന് വരാൻ വേണ്ടി വിളിച്ചപ്പോഴത്തേക്കിനും ഇവർ ഫാമിലിയായിട്ടാണ് വന്നത്. 2 പെൺകുട്ടികളുണ്ട്, ഇവർക്ക് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അവരുണ്ട്, അവരെയും കൂടെ പിടിച്ചിരുത്തണം എന്നുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള എക്യുപ്മെൻറ്റ്സ് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മളിപ്പോൾ 3 പേരും കൂടി ഇരുന്ന് ചെയ്യുന്നു. ആദ്യമായിട്ടാണ് ചാറ്റ് വിത്ത് ഭക്തനിൽ നമ്മൾ 3 പേരായിട്ട് പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വെൽക്കം, സ്വാഗതം. എങ്ങനെ പോകുന്നു? ഇതിലേക്ക് ഇപ്പം പറഞ്ഞല്ലോ, ഒരുപാട് കാലമായിട്ട് നിങ്ങളെയൊക്കെ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആൾക്കാരാണ്. ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ചേട്ടൻ മെസ്സേജ് അയക്കുമ്പോഴേക്കും ഞാനിവിടെ ഉണ്ടാവാറില്ല. അപ്പം ഇങ്ങോട്ട് തന്നെ വിളിച്ചതിന് ആദ്യം വളരെ സന്തോഷം. ഓക്കെ, എത്ര നാളായി നിങ്ങളിപ്പോൾ ശരിക്കും ഈ ലോറി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ട്രക്ക് എന്ന് പറഞ്ഞ ഒരു ബിസിനസ് തുടങ്ങിയിട്ട്? അത് ഏകദേശം ഞാൻ 98 മുതൽ ലോറി ഫീൽഡിലുണ്ട്. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് തുടങ്ങിയിട്ട് 2003 ഇപ്പോൾ ഒരു 22 വർഷം. അപ്പോൾ 98 മുതൽ ലോറി ഫീൽഡ് എന്ന് പറയുമ്പോഴത്തേക്കും വണ്ടി ഓടിക്കുമായിരുന്നോ? ഓക്കെ. നമ്മുടെ ഒരു അളിയൻ്റെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, ആ വണ്ടിയിൽ അങ്ങനെയാണ് ലോറി ഫീൽഡിലേക്ക് വരുന്നത്. ഡ്രൈവിങ് തുടങ്ങിയിട്ട് പറയുകയാണെങ്കിൽ 90 തൊട്ട് ഇപ്പോൾ ഒരു 35 വർഷമായി. ഓക്കെ. അപ്പോൾ സ്വന്തമായിട്ട് വണ്ടി വാങ്ങുക, പ്രത്യേകിച്ച് ഒരു ട്രക്ക് വാങ്ങുക എന്നുള്ളത് വലിയ വണ്ടി ഓടിക്കുന്ന എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് വാങ്ങിച്ച വണ്ടി ഏതാ? ആദ്യമായിട്ട് വാങ്ങിച്ച 2003 KL5P 4563 പറഞ്ഞ് നമ്പറുള്ള ഒരു ലൈലൻഡ് വണ്ടി, പുതിയ വണ്ടി എടുത്തത് 2003. ഓക്കെ. ഇപ്പോൾ ഉണ്ടോ വണ്ടി? ഇല്ല, അതൊരു 5 വർഷം കഴിഞ്ഞപ്പോൾ കൊടുത്തു. അപ്പം അത് കഴിഞ്ഞ് പിന്നെ അടുത്ത വണ്ടി എടുത്ത് അങ്ങനെ. ഇപ്പോൾ എത്ര വണ്ടിയുണ്ട്? ഇപ്പം നിലവിൽ 26 വണ്ടി. 26 വണ്ടി. അപ്പോൾ ശരിക്കും നിങ്ങളൊരു വലിയ വണ്ടി മുതലാളിയല്ലേ? അല്ലേ? 31 വരെ ഉണ്ടായിരുന്നു, പിന്നെ ഒരു 4-5 എണ്ണം കൊടുത്തു. പിന്നെ ഇപ്പം ഇച്ചിരി ലോറി ഫീൽഡ് ഇച്ചിരി മോശമാണ്. ഓക്കെ. 26 വണ്ടികളുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ നമ്മൾ ഈ യൂട്യൂബിൽ നിങ്ങൾ വണ്ടി ഓടിച്ച് ഓരോ സ്ഥലത്തേക്ക് പോകുന്ന വീഡിയോസ് ഇഷ്ടംപോലെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങളൊരു ഫണ്ടിന് പോകുന്നതാണോ? കാരണം നിങ്ങൾ 26 വണ്ടിയുള്ള വണ്ടി മുതലാളിക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളൊരു ഫണ്ടിന് വേണ്ടി പോകുന്നതാണോ അതോ എന്താ അതിൻ്റെ ഒരു ഉദ്ദേശം? അതെന്താണെന്നറിയോ, വണ്ടി ഓടിക്കുന്ന ഇപ്പോഴും ഡ്രൈവിങ് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ സ്ഥലം കാണാൻ, അത് പണ്ട് എനിക്കും ഇഷ്ടമാണ്. അതിൽ കൂടുതൽ സ്ഥലം കാണാൻ ഇഷ്ടമുള്ള ആളായിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു ഇതിലേക്ക് തന്നെ വന്നത്. ട്രിപ്പാണ്. അപ്പോൾ അങ്ങനെ ഒരു ട്രിപ്പ്. അപ്പോൾ ഒരു വണ്ടി നമ്മൾ വ്ളോഗിങ്ങിന് വേണ്ടിയിട്ട് ആ ഒരു വണ്ടി വേറെ ഓടുന്നില്ല, ഞങ്ങൾ പോകുമ്പോൾ അതിൽ പോകും. നിങ്ങളുടെ വണ്ടി? അതെ. ബാക്കിയുള്ള സമയം അത് വീട്ടിൽ കിടക്കും, അത്രേ ഉള്ളൂ. വേറെ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. ഇപ്പം ക്യാരവനിലാണ് പോകുന്നതെങ്കിൽ ആ വണ്ടി ഓടുകയല്ല, അവിടെ കിടക്കും. അങ്ങനെ ഒരു വണ്ടി അതിന് വേണ്ടി സെറ്റ് ചെയ്ത് ഇപ്പം അങ്ങനെ അതിൽ പോകാത്ത സ്ഥലങ്ങളിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര വർഷമായി? 23 വർഷം. എങ്ങനെയാണ് പരിചയപ്പെടുന്നത്?
ഞങ്ങളെ മുറപ്പെണ്ണും മുറിച്ചെടുക്കുക. അത് ശരി. ഓക്കെ ഓക്കെ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഫാമിലി ആയിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. പണ്ട് മുതലേ ചെറുപ്പം പോലെ മുറപ്പെണ്ണും മുറച്ചെറുക്കനുമാണ്. അമ്മാവൻ്റെ മകനാണല്ലേ? അമ്മാവൻ്റെ മകളാണ്. ഓക്കെ ഓക്കെ, അത് ശരി. അപ്പോൾ ചേച്ചിക്ക് വണ്ടി ഓടിക്കാൻ അറിയാമായിരുന്നോ പണ്ട് മുതൽ? ഇല്ല, ഞാനൊരു സൈക്കിൾ പോലും അങ്ങനെ ഓടിച്ചിട്ടില്ല. ആ ഓക്കെ. ഇപ്പൊ സൈക്കിൾ ഓടിക്കാൻ അറിയോ? സൈക്കിൾ ഓടിക്കാൻ അല്ല, ഞാൻ സൈക്കിൾ ബാലൻസ് വേണോ ട്രക്ക് ഓടിക്കാൻ എന്ന് ചോദിക്കാൻ വരുമായിരുന്നു. അതിന്റെ ആവശ്യമില്ല. ഇല്ല. പക്ഷേ ഇതേപോലെ ജലജ പിന്നെ നേരത്തെ തൊട്ട് സൈക്കിൾ ഓടിക്കും, ടൂ വീലർ ഓടിക്കുക, കഴിഞ്ഞ് കാറൊക്കെ ഓടിക്കാൻ തുടങ്ങി. ഇത്രയും പോലും ഓടിക്കാനും സൈക്കിൾ പോലും ഓടിക്കാത്ത ഒരാളുടെ വീട്ടിലുണ്ടായിരുന്നു, അനിയൻ്റെ വൈഫ്. പുള്ളിക്കാരി ഇപ്പം ലോറി ഓടിക്കും. കാർ ഓടിക്കാതെ വിമാനം ഓടിക്കുന്ന ആളെ എനിക്കറിയാം. കാർ ഓടിക്കാൻ അറിയത്തില്ല, വിമാനം ഓടിക്കുന്ന ആളെ എനിക്കറിയാം. അതുപോലെ നമ്മളെ ലോറി ഓടിക്കുന്നവരുണ്ട്, ബൈക്ക് ഓടിക്കില്ല. വർഷങ്ങളായിട്ട് ലോറി ഓടിക്കുന്ന ഡ്രൈവർമാർ കാറും ബൈക്കും ഓടിക്കാത്തവരും ഉണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ, അപ്പോൾ നിങ്ങൾ കല്യാണം കഴിക്കുന്നു, സ്വാഭാവികമായിട്ടും അതൊരു അറേഞ്ച്ഡ് മാരേജ് ആയിരിക്കാം, ആണോ? ആ, അങ്ങനെ കല്യാണം കഴിക്കുന്നു. അതിന് ശേഷമാണ് വണ്ടി ഓടിക്കാൻ പഠിക്കുന്നത് അല്ലേ? അപ്പോൾ കാറൊക്കെ ഓടിക്കുമായിരുന്നോ? ഇല്ല, കാർ ഓടിക്കാൻ തുടങ്ങിയത് 2014 തൊട്ട്. ആ, അത് കഴിഞ്ഞിട്ടാണ് ലോറി ഓടിക്കാൻ പഠിച്ചത്. ആ, കാർ ലൈറ്റ് വെഹിക്കിൾ ലൈസൻസ് എടുത്തു കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ഹെവി എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ. എന്നിട്ട് ആദ്യമായിട്ട് നിങ്ങൾ ഒരുമിച്ച് പോകുന്ന യാത്ര എപ്പോഴാണ്? ആദ്യമായിട്ട് ഞങ്ങൾ മുംബൈക്ക് പോയിട്ടുണ്ട് ലോറിയിൽ. ചേച്ചി ഭയങ്കര നെർവസ് ആയിട്ടിരിക്കുകയാണല്ലോ, സംസാരിക്കുന്നില്ല. ഇങ്ങനൊന്നും അല്ലല്ലോ വീഡിയോയിൽ. എന്നാ പറയുന്നത്, ഞങ്ങളല്ലേ ഉള്ളൂ, വേറെ ആരും ഇല്ലല്ലോ. ആ, ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ, ഇവിടെ വേറെ ആരും ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അല്ല, ആദ്യം നമ്മൾ ഈ വ്ളോഗ് തുടങ്ങുന്നതും ഈ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ ഇടയ്ക്ക്, ഞാൻ പറഞ്ഞല്ലോ ഇത്രയും വണ്ടി ഉണ്ടെങ്കിലും ഇടയ്ക്ക് ഒരു 2-3 മാസം അല്ലെ 4 മാസം കൂടുമ്പോൾ ചുമ്മാ ലോറിയിൽ പോകുമായിരുന്നു. അങ്ങനെ ആദ്യം വന്നത് 2016 നമ്മൾ രണ്ടുപേരും ഉള്ളായിരുന്നു. ഞങ്ങൾ രണ്ടുകൂടെ ബോംബെക്ക് പോയിട്ട് അല്ലല്ല അങ്ങോട്ട് ഫ്ലൈറ്റിന് പോയെന്ന് തോന്നുന്നു, വേറെ എന്തോ ഒരു ആവശ്യത്തിന് പോയാൽ തിരിച്ച് അവിടെ നിന്ന് ഒരു ലോറിയിൽ ഇങ്ങോട്ട് പോകുന്നു. അന്നാണ് ആദ്യം ഫ്ലൈറ്റേ കയറാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം ഫ്ലൈറ്റേ കയറിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു ആഗ്രഹമായിരുന്നു ഫ്ലൈറ്റേ കയറണം, അങ്ങനെ പോയിരുന്നു പ്രാവശ്യം. അപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് ലോറിക്ക് വന്നു 2016 16-ലാണോ? ആ, അതെ. അപ്പോൾ അതിന് മുമ്പും അതിന് ശേഷം പിന്നെ പോയി 2-3 പ്രാവശ്യം. പക്ഷെ അത് ചുമ്മാ ലോറിയിൽ പോയി എങ്ങനെ ഉണ്ടെന്ന് അതൊക്കെ അറിയാനില്ല, ഒരു ലൈഫ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പം വണ്ടിയിൽ ഫുഡൊക്കെ കുക്ക് ചെയ്ത് കഴിച്ച് അങ്ങനെയൊക്കെ പോയി. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം ഇതിനു മുമ്പ് പോയിട്ടുണ്ട്. അങ്ങനെ ഒരു 2018 ഞങ്ങൾ പോയിച്ച് തിരിച്ച് വന്നപ്പം ഓടിച്ചു കുറേ. 2018 പോകുമ്പം പിള്ളേരും ഉണ്ടായിരുന്നു. പിള്ളേരും ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരുടെ 5 പിള്ളേർക്ക് എത്ര വയസ്സാ? അവർക്ക് 11 വയസ്സ്. അപ്പം അന്ന് ഒരു വീഡിയോ, ഇവള് ലോറി ഓടിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ട്, അന്നേരമൊന്നും ലോറി വീഡിയോ എടുത്ത് ഫേസ്ബുക്കിലൊന്നും ഇടാൻ പറ്റില്ല. അത് നാണക്കേടല്ല, ഒരു ചമ്മല് അറിയുന്നതിനോടൊക്കെ അങ്ങനെ ഒരു മടിയുണ്ടല്ലോ. അപ്പോൾ ആ വീഡിയോ ഭയങ്കര വൈറലായി. വേറെ നമ്മളിട്ടല്ല, അത് ഫേസ്ബുക്കിൽ നിന്ന് എടുത്ത് വേറെ ആരും യൂട്യൂബിലിട്ട് അത് ഒത്തിരി വൈറലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് പോയിട്ട് വന്നു കഴിഞ്ഞ് പിന്നെ കുറച്ച് നാളിങ്ങനെ പോയി. ഈ പറഞ്ഞ പോലെ എന്നും കാശ്മീർ പോകണം, സ്ഥലങ്ങൾ കാണണം, ലോറിയെ ഞങ്ങളെ കൊണ്ടുപോകണമെന്ന് പറയും. അമ്മയും അത് ഞാൻ കല്യാണം കഴിഞ്ഞപ്പോഴേ പറഞ്ഞു, ലോറിയെ കൊണ്ടുപോകണമെന്ന് പറയായിരുന്നു, മുംബൈക്ക് കൊണ്ടുപോകണം, സ്ഥലം കാണാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണമെന്ന് പറയും. ഞാനും പറയും, അമ്മയും പറയുമായിരുന്നു. അപ്പോൾ അമ്മയോട് ഞാൻ പറയും, ഞാനാ പോകുന്നെങ്കിൽ അമ്മയും കൊണ്ടുപോകാം, അങ്ങനെ പറയുമായിരുന്നു. അങ്ങനെയാണ് നല്ല. അത് ശരിക്കും എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു മെമ്മറി എൻ്റെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. അതായത് ഞാൻ US ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിൽ നിൽക്കാം. ടൈംസ് സ്ക്വയർ അറിയത്തില്ലേ, മറ്റേ ആ വലിയ അവിടുത്തെ മെയിൻ സംഭവം കണ്ടിട്ടുണ്ടാവും, നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അമേരിക്ക എന്ന് പറയുമ്പോൾ ആദ്യം കാണുന്ന ടൈംസ് സ്ക്വയർ ആണ്. അപ്പോൾ എൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് അവിടെ പോയി കാണുക, രാത്രിയിൽ അവിടുത്തെ ബിൽ ബോർഡുകൾ കാണുക എന്നുള്ള എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ അവിടെ പോയി ഇങ്ങനെ രാത്രിയിൽ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 10-11 മണിയായി കാണും. അപ്പോൾ അതിലൂടെ രാത്രിയിൽ ഒന്നാമത് വാഹനങ്ങൾ അവിടെ പെഡസ്ട്രിയൻസ് ആണ് കൂടുതൽ, ആളുകളാണ് കൂടുതൽ, വാഹനങ്ങൾ വളരെ കുറവാണ്. അതിനിടയ്ക്കൂടെ വാഹനങ്ങൾ പോവും. അതിനകത്ത് ഈ ഇടയ്ക്ക് ഷോ കാണിക്കാൻ വേണ്ടി പല ടൈപ്പ് വണ്ടി എടുത്തുകൊണ്ട് വരുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഗേൾ ഫ്രണ്ടിനെ കൊണ്ട് പോകുന്ന ആൾക്കാരുണ്ടാവും, ഓപ്പൺ കാറിലൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടാവും, പിന്നെ വലിയ സൂപ്പർ കാറുകളുണ്ട്, സ്റ്റൈൽ കാണിക്കാൻ വരുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാർ ഇങ്ങനെ പോകും. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്കിനും ഒരു വലിയ ട്രക്ക്, അടുത്ത ട്രക്കുകളൊക്കെ അറിയാമല്ലോ, വലിയ ട്രക്ക്, അതിൻ്റെ ബാക്കിലത്തെ ട്രെയിലർ പോർഷൻ ഇല്ല, ഫ്രണ്ടിലത്തെ ആ ക്യാബിൻ ഏരിയ മാത്രമേ ഉള്ളൂ. വലിയ ട്രക്ക് വരുന്നു, ഭയങ്കര ലുക്കാണ് ട്രക്ക് കാണാൻ. ആ ട്രക്കിൻ്റെ ഫ്രണ്ടിൽ ഡ്രൈവർ ഇരുന്ന് ഓടിക്കുന്നു, തൊട്ടപ്പുറത്ത് അയാളുടെ ഭാര്യയും 2 കൊച്ചുകുട്ടികളും. അയാൾ അവരെ ടൈംസ് സ്ക്വയർ കാണിക്കാൻ വേണ്ടി, ടൈംസ് സ്ക്വയറിലൂടെ ഷോ കാണിക്കാൻ വേണ്ടി ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോവാം, പാട്ടൊക്കെ വെച്ച്. നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ആ സംഭവം.
അപ്പോൾ അവരുടെ ആഗ്രഹമായിരിക്കാം ന്യൂയോർക്കിൽ വന്നപ്പോൾ ടൈം സ്ക്വയറിലൂടെ എന്നെ വണ്ടിയിൽ കൊണ്ടുപോകണം, അവർക്ക് ആ വണ്ടിയിലേ ഉള്ളൂ, അപ്പോൾ അതിൽ കൊണ്ടുപോകണം. അത് ഭയങ്കര എനിക്ക് ഞാൻ വീഡിയോ എടുത്ത് എൻ്റെ വീഡിയോയിലുണ്ട് ആ ക്ലിപ്പുണ്ട്, ഞാൻ വീഡിയോ എടുത്ത് അവർ ഹായ് പറഞ്ഞു. അത് നമുക്കത് മനസ്സിലാവുമല്ലോ. അപ്പോൾ അങ്ങനെ എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ചേച്ചി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. ഇവര് ലോറിയിലൊക്കെ ഇങ്ങനെ പോകുന്ന കാര്യമൊക്കെ പറയുമ്പം അതെങ്ങനെയാണെന്നുള്ള ഒരു എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ, എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ്? സാധാരണ പ്രതീക്ഷിച്ച പോലെയാണോ? നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ. പിന്നെ അതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സ് വേണം. ഇത് ജലജയെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഒരു ജോലി ചെയ്യാനൊരു മടിയില്ല എന്ന് പറഞ്ഞ് ഈ എത്ര കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ട് ആണെങ്കിലും കൊണ്ട് നിർത്തിയിട്ട് കുക്ക് ചെയ്യാനും അത് എത്ര സമയം വേണേലും അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടും. ആ ഒരു ഇതുള്ളതുകൊണ്ട് അപ്പോൾ 2022 ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞ് എന്നും പറയും കൊണ്ടുപോകല. അല്ല, ഇവർ 2014 തൊട്ട് കാശ്മീർ പോകുന്നുണ്ട്. 2 പ്രാവശ്യം പോയിട്ട് വന്നപ്പോൾ കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് വരുമല്ലോ. അപ്പോൾ വഴിയൊക്കെ കണ്ടപ്പോഴോ സ്ഥലമൊക്കെ കണ്ടപ്പോഴോ എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും പറയാം എനിക്ക് ഇനി കാശ്മീർ പോകണമെന്ന് പറയും. അങ്ങനെയാണ് 2022 ഒരു ദിവസം വൈകിട്ട് അടുക്കള വെച്ച് ഞങ്ങളെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞ് ഇവളും അമ്മയും കൂടെ പറയുക. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ലോറി ഓടിക്കാവോ, ഇന്ത്യയിൽ എവിടെ വേണേലും നമുക്ക് പോവാം, ഞാൻ ആലോചിച്ചോളാൻ പറഞ്ഞു. ശരിക്കും നമ്മൾ ഈ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ INB ട്രിപ്പൊക്കെ പോയ സമയത്ത് ഞങ്ങൾ 8 മാസം റോഡിലൂടെ ഫുൾ സഞ്ചരിക്കുമ്പോൾ കേരളമൊക്കെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ റോഡിൽ പ്രത്യേകിച്ച് ഹൈവേയിൽ ഏറ്റവും കൂടുതലുള്ള ലോറിയാണ്. കാറുകളെക്കാട്ടി ബൈക്കുകളെക്കാട്ടി കൂടുതൽ ലോറികളാണ്. കാറുകളില്ല എന്ന് തന്നെ പറയാം, വളരെ കുറവാണ്. ഈ ഹൈവേയിലൊക്കെ പോയി കഴിഞ്ഞാൽ മൊത്തം ട്രക്കുകളുടെ ബഹളമാണ്. മാത്രമേ ഉള്ളൂ. നമുക്കൊന്നും വരെ ഓടിക്കാൻ പോലും പറ്റത്തില്ല. കാർ ഓടിക്കുമ്പോൾ അറിയാമല്ലോ ഏതാ. അതെന്താന്ന് വെച്ചാൽ 3 ട്രാക്കിൽ കൂടെ ട്രക്കാരായിരിക്കും. അതെന്താണെന്നറിയോ, ഈ ലോറി ഡ്രൈവർമാർക്ക് അങ്ങനെ ഒരു കുറേ ക്ലാസ് ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും വലത് ഏറ്റവും 8 ലൈൻ റോഡായിരിക്കും, 8 വരിയിൽ ട്രക്കാരുണ്ടാവും. ട്രക്ക് പോകുന്ന ഏറ്റവും റൈറ്റ് ലൈനിൽ കൂടെ ആയിരിക്കും, ഏറ്റവും സ്ലോയിൽ പോകുന്ന വണ്ടിയായിരിക്കും. ശരിക്കും അതെന്തായിരിക്കും അങ്ങനെ? അതെന്താണെന്ന് വെച്ചാലേ ഒന്ന് നോർമൽ ഞാനിപ്പോൾ ഞങ്ങൾ പോകുന്ന സമയത്തും പറയാറുണ്ട്, ശരിക്കും ഈ ലെഫ്റ്റ് സൈഡിൽ ബൈക്കും ഓട്ടോറിക്ഷയും ചെറിയ വണ്ടികളെല്ലാം വരും. ഇപ്പം നമ്മൾ ഇതിലെ ഈ ഡബിൾ ലൈനിൽ 4 ലൈനിൽ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഈ ലോറി എപ്പോഴും ചവിട്ടുകയും ചെയ്യണം, ശ്രദ്ധ കൂടുതലും വേണം. ബൈക്കാരൊക്കെ വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ലോറിക്കാർ ഇവരെ എല്ലാം പേടിച്ചിട്ട് വലത്തോട്ട് നിൽക്കും. വലത് പോട്ടെ, ഇവിടെ തിരക്കുള്ളിടത്ത് അങ്ങനെ പോട്ടെ, എന്നാൽ ഇല്ലാത്തടത്ത് ഇവരോട്ട് ഇങ്ങോട്ട് മാറത്തുമില്ല. അതാണ് ഈ വല സൈഡിൽ ഓടിച്ച് അങ്ങനെ ഒരു ശീലമായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ലെഫ്റ്റിലേക്ക്, പിന്നെ എന്നാൽ വണ്ടിയൊന്നും ഇല്ലാത്ത സ്ഥലം ഉണ്ടല്ലോ, എന്തേരം ഉണ്ട്, വിജനമായ സ്ഥലങ്ങൾ കിടക്കണം, അവിടെ പോലും റൈറ്റ് സൈഡിൽ കൂടെ പോകുള്ളൂ. അങ്ങനെ ഇപ്പം ഇവിടെ കേരളത്തിൽ ഓടിക്കുന്ന ഇപ്പം നല്ല ഫൈനുണ്ട്. അതുകൊണ്ട് ഇപ്പം എല്ലാവരും ലെഫ്റ്റ് സൈഡിൽ കൂടെ കുറേ പോകുന്നുണ്ട്. എന്നാലും വെളിയിൽ നിന്ന് വരുന്നവർ വല സൈഡിൽ കൂടെ പോകും. അങ്ങനെ അതുകൊണ്ട് അങ്ങനെ ഒരു ശീലമായിപ്പോയി. അതിനൊക്കെ ഒരു വേറെ വഴിയിലൊക്കെ ആണെങ്കിലും പോലീസുകാരൊക്കെ അത് ഇച്ചിരി നല്ല സ്ട്രോങ് ആയിട്ട്, ഇപ്പോൾ കേരളത്തിൽ എന്താണെന്ന് വെച്ചാൽ ഇവിടെ പോലീസ് അതുപോലെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടും ഫൈൻ അടിക്കുന്നതുകൊണ്ടും ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചെടുത്ത് ഇവിടെ ഓടിക്കുന്നുണ്ട്. ബാക്കി സ്റ്റേറ്റുകളിലൊന്നും ഹൈവേയിലൊന്നും പോലീസൊന്നും ഇല്ല ഒരു കാര്യങ്ങളും നോക്കാൻ. ആ പടമുള്ളത് പിരിവിന് വേണ്ടി മാത്രമാണ്. വണ്ടിക്കാരിൽ നിന്ന് പൈസ പിരിക്കാൻ വേണ്ടിയിട്ട്, കൈക്കൂലി മേടിക്കാൻ വേണ്ടി മാത്രമേ പോലീസ് വഴിയിലുള്ളൂ. അതാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ കൈക്കൂലി കൊടുക്കുന്നത് ട്രക്ക് ഡ്രൈവേഴ്സ് ആയിരിക്കും. ഉറപ്പായിട്ടും അതെ. നമ്മൾ സ്ഥിരം കാണുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വഴിക്ക് സത്യമംഗലം വഴി വരുമ്പോഴും അവിടെ ചെക്ക് പോസ്റ്റിന് അവിടെ ചുമ്മാ എന്തെങ്കിലും വാങ്ങിക്കുക. അത് 10 രൂപയൊക്കെ ആയിരിക്കും ചിലപ്പോൾ, വെറുതെ എന്തെങ്കിലും വാങ്ങിക്കുക. 10 ഇപ്പോൾ 200-300 മേടിക്കും. ഇപ്പം ഇവിടുന്ന് ഇപ്പോൾ പോയാൽ കൂടുതലും നമ്മൾ ഈ സൗത്തിൽ ഇച്ചിരി കുറവുണ്ട്, ഈ സൗത്ത് സ്റ്റേറ്റുകളിൽ വളരെ കുറവാണ്, എമൗണ്ടും കുറവാണ്. ബാക്കി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പോലീസുകാർ പിടിച്ചു മേടിക്കുക, ഗുണ്ടായുസം പോലെ പോലീസ് പാർട്ടിയോ ഒക്കെ അങ്ങനെ എന്തിനാണ് ഇവർ വാങ്ങിക്കുന്നത്? കാര്യമൊന്നുമില്ല, അത് ഗുണ്ടായുസം അത്രേ ഉള്ളൂ. ഇപ്പം ബോർഡർ ചെക്ക് പോസ്റ്റുകളിൽ ഒരു പടിയുണ്ട്, അതിപ്പോൾ ഒരു വണ്ടിക്ക് ഇത്ര എന്ന് പറഞ്ഞാൽ ഓരോ വണ്ടിയുടെ വലിപ്പം അനുസരിച്ച് 6 വീലുള്ള വണ്ടിക്കകത്ത് 10 വീലുള്ള വണ്ടിക്കകത്ത് 12 വീലിനൊന്ന്, 14 വീലിനൊന്ന്, 16-നൊന്ന്, പിന്നെ ട്രെയിലറിന് വേറൊരു എമൗണ്ട്. അങ്ങനെ ട്രെയിലറിനൊക്കെ 1000-2000 രൂപയെ മേടിക്കുന്ന ഒരു ചെക്ക് പോസ്റ്റ് പാസ്സായി പോണേ ഒരു വണ്ടിക്ക് എന്ന് പറഞ്ഞാൽ എല്ലാം നിയമപരമായിട്ട് ഓവർലോഡ് കാണാനില്ല, എല്ലാം ഓക്കെ ഉള്ള വണ്ടിക്കാണ്. ഇനി ഓവർലോഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പിന്നത്തെ പൈസ എത്രയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഓരോ നിയമങ്ങളും നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ഇപ്പോൾ എന്നാ വെച്ചാൽ ഹൈറ്റിന് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇതിനെല്ലാം ഫൈൻ കൂട്ടി. 2000 രൂപ 3000 രൂപ ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ 20,000 രൂപ ഒക്കെ ആയി. ഓവർ ഹൈറ്റാണ് 20,000 രൂപ. അപ്പം 500 രൂപ ആർടിഒയിൽ മേടിച്ചുകൊണ്ടിരുന്നത് നേരെ അവർ ഫൈൻ കൂടിയല്ലോ, 1000-2000 ആക്കി കൈക്കൂലി മേടിക്കുന്നതിന്. ഫൈൻ അടിക്കുന്നതല്ലേ, കൈക്കൂലി മേടിക്കുന്നത്. അപ്പോൾ ഈ ഓരോ നിയമങ്ങളും ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു
ഇതാണ്. നിങ്ങൾ ഇവിടുന്ന് കാശ്മീർ വരെ പോയിട്ട് വരുമ്പോഴത്തേക്കിനും നിങ്ങൾ ഏകദേശം എത്ര രൂപ കൈക്കൂലി കൊടുക്കേണ്ടി വരും? കാരണം ഞാനിപ്പോൾ ബാംഗ്ലൂർ പോകുമ്പോൾ ഇന്ധനം പ്ലസ് ടോൾ, അതാണ് എൻ്റെ കാൽക്കുലേഷൻ. ഇന്ധനത്തിന് ഇത്ര രൂപ പ്ലസ് ടോളിന് ഒരു 2000 രൂപ അല്ല 2500 രൂപ, അതാണ് എൻ്റെ കാൽക്കുലേഷൻ. നമ്മൾ സർവീസിൻ്റെ എമൗണ്ട് നോക്കുന്നില്ലല്ലോ. ഇപ്പോൾ ഉണ്ടല്ലോ ഈ ഒരു 2-3 കാര്യങ്ങളുണ്ട് അതിനകത്തെ. ഈ ലോറി പോകുമ്പോൾ ഇപ്പം ഞങ്ങൾ പോകുമ്പം ഇപ്പോൾ ഒരു ലേഡി ഡ്രൈവർ എന്നുള്ള ഇത് വെച്ചിട്ട് പൈസ വാങ്ങാറില്ല, ആരും വാങ്ങാറില്ല. അതുകൊണ്ട് ഈ കാര്യം ആരും മേടിക്കില്ല, പോലീസ് മേടിക്കില്ല, ആർ ടി ഒ മേടിക്കില്ല, ആരും മേടിക്കില്ല. അതെന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം നിയമപരമായിട്ടല്ല എല്ലാം ഓക്കെ ആണെങ്കിൽ വേറെ ഒരിടത്തും പൈസ മേടിക്കില്ല. അതെന്താണെന്ന് വെച്ചാൽ ഒരു ലേഡി ട്രക്ക് ഓടിച്ച് ഇങ്ങനെ വരുന്ന ആ ഒരു പരിഗണന വെച്ചിട്ട്. പക്ഷേ അല്ലാതെ ഒരാളാണ് പോകുന്നതെങ്കിൽ ഇപ്പം പിന്നെ ഒരു ഗുണമുണ്ട്, കുറച്ച് കാലമായിട്ട് ഈ ബോർഡർ ചെക്ക് പോസ്റ്റുകളെല്ലാം ഒരുപാട് നിർത്തി. മറ്റേ GST വന്നത് അത് GST സെയിൽ ടാക്സിൻ്റെ, അല്ലാതെ ആർ ചെക്ക് പോസ്റ്റുകളും കുറവാണ്, ചില സ്റ്റേറ്റുകളിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആർ ടിഒയുടെയൊക്കെ പൈസ കുറവുണ്ട്. അല്ലെങ്കിൽ ഇപ്പം ശ്രീനഗർ വരെ പോയിട്ട് വരണമെങ്കിൽ ഒരു വണ്ടി പോയിട്ട് വരുമ്പോൾ ബോർഡറിലെ ചിലവും ആർ ടിഒയും എല്ലാം കൂടെ തന്നെ ഒരു 10,000 രൂപ 10,000 രൂപയ്ക്ക് മുകളിൽ കൈക്കൂലി മാത്രം. കൈക്കൂലി ആർ ടി ഒയിൽ മാത്രം, രണ്ടായിട്ട് പറയാം, പോലീസിൻ്റെയും ആർ ടി ഒയുടെയും തിരിച്ച് പറയാം. ആർ ടി ഒയ്ക്ക് മാത്രം ഒരു 10 രൂപ 12 രൂപ ഒക്കെ ആകുമായിരുന്നു. പക്ഷേ ഇപ്പം കുറേ ബോർഡർ ചെക്ക് പോസ്റ്റുകൾ നിർത്തി, അതുകൊണ്ട് അത്രയും പൈസ ആകുകയില്ല. പിന്നെ ഒരു കുറച്ച് എന്ന് പറഞ്ഞാൽ കാശ്മീരിൽ ഇപ്പം ആ ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കുകയൊക്കെ ചെയ്തില്ലേ, ആ ഒരു ടൈം വിട്ടിട്ട് അവിടുത്തെ പോലീസിൻ്റെയും പിരിവ് കുറഞ്ഞു. മറ്റേ എന്ന് പറഞ്ഞാൽ ഈ ആപ്പിൾ സീസണിൽ ഒരു വണ്ടി ജമ്മുവിൽ നിന്ന് ശ്രീനഗർ വരെ കയറി ചെല്ലുമ്പോൾ 200-250 കിലോമീറ്റർ ചെല്ലുമ്പോൾ ഏകദേശം ഒരു 10,000 രൂപ 8,000 രൂപ ഒരു സൈഡിലേക്ക് മാത്രം പോലീസുകാർ പിടിച്ച് മേടിക്കും. എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഇങ്ങനെ വെച്ചിട്ട് ബാരിക്കേഡ് വെച്ച് പോലീസ് ഉണ്ടല്ലോ, അവിടെ എല്ലാം 100-20, പിന്നെ ഡ്രൈവറുടെ കഴിവനുസരിച്ച് 500 ചോദിച്ചാൽ ചിലപ്പോൾ 100-50 അവരോട് സംസാരിക്കാൻ അറിയാമെങ്കിലും പരിചയമുള്ളവരാണെങ്കിൽ കുറച്ച് കൊടുത്തിട്ട് പോവാം. ഇല്ലെങ്കിൽ ഓരോരോ കാര്യം പറഞ്ഞ് പൈസ മേടിക്കുക. എന്താ ചെയ്യുക? കൊടുത്തില്ലെങ്കിൽ അവരെന്നെ ചെയ്യും, ഒന്നെങ്കിൽ വണ്ടിയുടെ ഗ്ലാസ് തല്ലി പൊട്ടിക്കും, ഇല്ലെങ്കിൽ ഡ്രൈവർക്ക് അടി കൊടുക്കും, ഇല്ലെങ്കിൽ വണ്ടി പിടിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് വരട്ട് പേടിപ്പിക്കുക. അതാണ് മെയിൻ. അതൊന്നും ചോദ്യം ചെയ്യാൻ ഈ ട്രക്ക് ഡ്രൈവേഴ്സിന് വയ്യേ? ഒന്നുമില്ല. ട്രക്ക് ഡ്രൈവർമാരെ അത് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താ പറയുക, നമ്മൾ ട്രക്ക് ഡ്രൈവർമാരെ എങ്ങനെയാണ് കാണുന്നത്? വലിയ വില്ലൻ ലുക്കിലാണ് കാണുന്നത്. ലോറി ഡ്രൈവർമാരെല്ലാം ഭയങ്കര വില്ലന്മാരാണ്, ഭയങ്കര ഒരിക്കലും അല്ല. അതെന്ന് പറഞ്ഞാൽ അത് നമ്മളിപ്പോൾ സിനിമകളിലും അങ്ങനെയൊക്കെ കാണിച്ചേക്കുന്നത്. ഈ ലോറിയും കൊണ്ട് പോകുന്ന എല്ലാവരും പേടിച്ചാണ് പോകുന്നത്. സ്വന്തം നാട് വിട്ട് കഴിഞ്ഞാൽ ബാക്കി സ്ഥലങ്ങളിൽ കൂടെ പോകുന്നത് എല്ലാവരും പേടിച്ചിട്ടാണ്. ഒരു ബൈക്കുകാരനെ വരെ പേടിച്ചാണ് പോകുന്നത്. കാര്യം വെച്ചാൽ നമ്മളിപ്പോൾ വേറൊരു സ്റ്റേറ്റിൽ ചെന്നു, ഒരു ബൈക്കിൻ്റെ സൈഡിലൊന്ന് തട്ടി നേരെ വന്ന് ഡ്രൈവർക്ക് അടി കൊടുക്കുന്നത്, അടി കൊടുക്കുക, ഇല്ല വണ്ടി തല്ലിപ്പൊട്ടിക്കുക, ഇല്ലെങ്കിൽ വണ്ടിക്കകത്ത് ലോഡ് എടുത്തുകൊണ്ട് പോവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതുപോലെ പേടിച്ച എല്ലാ ഡ്രൈവർമാരും പോകുന്നത് ഒരുവിധമല്ല. പക്ഷേ നമ്മളുടെ എല്ലാം മനസ്സിൽ ലോറി ഡ്രൈവർമാർ ഭയങ്കര വില്ലന്മാരും അങ്ങനെയുള്ള ഒരു അത് വളരെ ചുരുക്കമുള്ള ആൾക്കാരേ ഉള്ളൂ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇത് കൊടുത്തില്ലെങ്കിൽ ഇതാ പറഞ്ഞത്, ഈ പോലീസ് ഇവരെന്ത് ചെയ്യും? ഇവർ വണ്ടി തല്ലി പൊളിച്ചാൽ നമുക്ക് കംപ്ലൈൻറ്റ് കൊടുക്കത്തില്ലേ? അല്ലെ നമുക്ക് വീഡിയോ എടുത്ത് വെക്കത്തില്ലേ? അതൊക്കെ ചെയ്യാം. ഇപ്പം കുറച്ചൊക്കെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഇത്ര ഇതായതുകൊണ്ട് ഒരു ചെറിയൊരു മയമുണ്ട്. വീഡിയോ എടുക്കുന്നത് കണ്ടുമ്പോൾ ഉദ്യോഗസ്ഥന്മാർക്ക് പേടിയുണ്ട്. അല്ലെങ്കിൽ ഡ്രൈവർമാർക്ക് അടി കൊടുക്കും, ഇല്ലെങ്കിൽ ഗ്ലാസ് തല്ലി പൊട്ടിക്കും. ഭയങ്കര ശല്യം തന്നെയാണ്. ആണല്ലേ? അതിനൊന്നും അത് നമ്മളെ ഈ സൗത്തിലല്ല കേട്ടോ. ഞാനീ പറയുന്ന ഓരോ കാര്യം ഈ നമ്മുടെ ഈ സൗത്തിലേക്ക് വിട്ടിട്ട് ഉള്ള ബാക്കി ഏത് സ്റ്റേറ്റിലേക്കുള്ള കാര്യമാണ്. വേറെ ഒന്നും വേണ്ട. ഞങ്ങൾ ഈയിടെ മേഘാലയക്ക് പോയി. മേഘാലയം ത്രിപുരയും കൂടെ പോയതാണ്. ആ മേഘാലയയിൽ പോകുന്നിടത്തെല്ലാം പോലീസ് ഹെഡ് പോസ്റ്റുകളുണ്ട്. അവിടെ ഈ ലോറി കാണുമ്പം അവിടെ യൂണിഫോം ഒരൊറ്റ മനുഷ്യനില്ല മേഘാലയയിൽ. പോലീസിന് യൂണിഫോം ഇല്ല. ചുമ്മാ നമ്മൾ സാധാരണക്കാരെയൊക്കെ പോലെ ഒരു പാൻറ്റും ഒരു ഷർട്ടും ഇട്ട് നിൽക്കുന്ന എല്ലാവർക്കും വെള്ളം, ഡ്രൈവർമാർക്ക് എല്ലാം വെള്ളം. വണ്ടി അല്ല ഡ്രൈവർമാരല്ല, സോറി പറഞ്ഞ മാറിപ്പോയി, പോലീസുകാർക്ക്. എന്നിട്ട് വണ്ടി കൈ കാണിച്ച് നിർത്തുക. ചുമ്മാ ഒരു ബില്ല് നോക്കാൻ പോലും ഇവർക്ക് അറിയത്തില്ല. 1,000-2,000 രൂപ ചുമ്മാ ചോദിച്ചേക്കാം. നേരെ നിൽക്കത്തില്ലാത്ത ആൾക്കാർ നേരെ നിൽക്കത്തില്ല. വേറെ ഗുണ്ടകളും ഉണ്ട് കൂടെ. അപ്പോൾ നമ്മൾ പൈസ കൊടുത്തില്ലെങ്കിൽ ഒന്നാം ഡ്രൈവർക്ക് അടി കൊടുക്കും, ഇല്ല വണ്ടി തല്ലിപ്പൊട്ടിക്കും. അതൊക്കെയാണ്. ഞങ്ങൾ കൊടുത്തില്ല കേട്ടോ. മനസ്സിലായി. ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോബിയാണ് ട്രക്ക് ലോബി എന്ന് പറയും. കാരണം ഈ ട്രക്ക് ലോബികൾ അത്രയും വലിയൊരു ബിസിനസ്സാണ്. ഇപ്പം നിങ്ങൾക്ക് തന്നെ 26 വണ്ടിയുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ വലിയ വലിയ വണ്ടികളുള്ള വലിയ വലിയ ആൾക്കാരുണ്ട്. ഇപ്പം നാളെ ഇപ്പം റെയിൽവേ ഒക്കെ ഈ ചരക്ക് ഗതാഗതം വളരെ സുഗമമാക്കാൻ വേണ്ടി പല സംഭവങ്ങളും ചെയ്യുന്നുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്ന വലിയൊരു ഫാക്ടറാണല്ലോ. നമ്മുടെ വിലക്കയറ്റത്തിന് വലിയൊരു ബാധകമാകുന്നൊരു ഫാക്ടറാണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി റെയിൽവേയിൽ ട്രെയിനിൽ ചരക്ക് കൊണ്ടുപോകുന്നതൊക്കെ ഇപ്പോൾ കാശ്മീരിൽ നിന്ന് ഒരു ലോഡ് ആപ്പിൾ
ട്രക്കിൽ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതും ട്രെയിനിൽ കൊണ്ടുവരുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? അതെ, ഒത്തിരി വ്യത്യാസം. റോഡിലെ തിരക്ക് കുറയ്ക്കാം, കോസ്റ്റ് കുറയും. അത് കശ്മീരിൽ നിന്ന് ട്രക്കിൽ കയറ്റി ട്രെയിനിൽ കയറ്റുന്നു, ഇവിടെ വന്ന് ട്രെയിനിൽ ഇറക്കി ട്രക്കിൽ കയറ്റുന്നു. ട്രക്ക് അത്രയും ദൂരം ഓടി വരണ്ട. അപ്പോൾ ഒത്തിരി ഉപകാരമുണ്ട്. പക്ഷേ ഈ ലോബിയാണ് ഇത് പറഞ്ഞത് സമ്മതിക്കാത്തതെന്ന് പറയുന്നു. ആണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത്രയും വലിയ ലോബിയും ഇത്രയും വലിയ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരും മുതലാളിമാരായിട്ടിരിക്കെ എന്തുകൊണ്ട് സർക്കാരിൽ സ്വാധീനം ചെലുത്തി ഈ ട്രക്ക് ഡ്രൈവേഴ്സിൻ്റെ ചൂഷണത്തെ പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല? കാരണം ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്നത് ലോറിക്കാരാണ്, ഏറ്റവും കൂടുതൽ ടോൾ കൊടുക്കുന്നത് ലോറിക്കാരാണ്, ഏറ്റവും കൂടുതൽ കൈക്കൂലി കൊടുക്കുന്നത് ലോറിക്കാരാണ്. ഈ ടാക്സും ടോളും കൈക്കൂലിയും എല്ലാം ഈ പ്രോഡക്റ്റ് എൻ്റെ സ്ഥലത്തെത്തുമ്പോഴത്തേക്കിനും ആ ഒരു എൻഡ് യൂസറുടെ കയ്യിലെത്തുമ്പം ആ കോസ്റ്റ് ഇതെല്ലാം വരുന്നില്ലേ? നമ്മൾ വാങ്ങിക്കുന്ന 1 കിലോ തക്കാളിക്ക് തമിഴ്നാട്ടിൽ നിന്നോ കർണാടകത്തിൽ നിന്നോ അവിടെ നിന്ന് ട്രക്കിൽ കയറി ഇവിടെ വരുന്ന കോസ്റ്റും ടോളിൻ്റെ കോസ്റ്റും കൈക്കൂലിയുടെ കോസ്റ്റും കൂടെ വരുന്നില്ലേ? പിന്നെ തീർച്ചയായും വരും. അതുപോലെ അല്ലെങ്കിൽ ഞാൻ ചോദിച്ച ചോദ്യം ടോളിലേക്ക് വരാം. എന്തുകൊണ്ട് ആർക്കും ഈ ഒരു കാര്യം മുന്നിട്ടിറങ്ങാൻ പറ്റുന്നില്ല? അതിലൊന്നും വന്നാർച്ച അതിനകത്ത് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മുടെയൊക്കെ വണ്ടിയും കേരളത്തിൽ നിന്ന് ഓടുന്ന വണ്ടികളും കൂടുതലൊക്കെ ലീഗലായിട്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഓവർലോഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇടയിൽ കുറച്ച് ഇതിനകത്ത് കുറേ വണ്ടികളൊക്കെ ഇപ്പോൾ ടിപ്പർ ഓടുന്നു. ടിപ്പർ എന്ന് പറഞ്ഞാൽ ഏത് വണ്ടി എവിടെ ഓടിക്കുന്നതും ഓവർലോഡാണ്. അപ്പം ടിപ്പറുകാർക്ക് അതിനെതിരെ ഒന്നും പറയാൻ പറ്റില്ല. അന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാ സ്റ്റേറ്റിലും ഇതുപോലെ കുറേ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആൾക്കാരൊന്നും ഇതിനു വേണ്ടിയിട്ട് നിൽക്കത്തില്ല. പിന്നെ ശരിക്കും ബാക്കി ഓൾ ഇന്ത്യ പെർമിറ്റ് ഓടുന്ന ഒരു വണ്ടിയും ഓവർലോഡൊന്നും ഓടുന്ന വണ്ടികൾ വളരെ കുറവ്. ഓവർലോഡൊന്നും ലീഗലായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങളെ അതിൽ കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 12 വീൽ വണ്ടിയിൽ 21 ടണ്ണായിരുന്നു പണ്ട് പെർമിറ്റ്. പക്ഷേ അത് കേന്ദ്ര സർക്കാർ തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇപ്പോൾ 25 ടൺ അതിൽ കയറ്റാം. അതുപോലെ കുറേ കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാം മാറ്റും. പക്ഷേ അതുകൊണ്ടൊന്നും വണ്ടിക്കാർക്ക് ശരിക്കും ഗുണമൊന്നുമില്ല. ഈ ലോഡ് അയക്കുന്നവർക്ക് കുറച്ചുകൂടി ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ കോസ്റ്റ് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 16 വീൽ 35 ടണ്ണ് വണ്ടി അങ്ങനെ ഓരോ വണ്ടികൾ വരുന്ന അനുസരിച്ച് ഇപ്പം ഒരു 6 വീൽ 10 ടണ്ണ് വണ്ടിയുടെ വാടകയും 35 ടണ്ണിൻ്റെ വാടകയും നോക്കിയാൽ 10 ടണ്ണ് വണ്ടിക്കായിരിക്കും വാടക കൂടുതൽ. ടണ്ണേജ് കൂടുതൽ വരുന്നതനുസരിച്ച് വാടക കുറഞ്ഞു വരും. അങ്ങനെ അതങ്ങനെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് 35 ടണ്ണുള്ള ലോഡുകൾ കുറവായിരിക്കും. അപ്പം വണ്ടികൾ കൂടുതൽ വരുമ്പം ഇതിനെന്താ വെച്ചാൽ ഡിമാൻഡ് അനുസരിച്ചിട്ടാണ് വാടക. ലോറിക്കല്ല ഒരു ഫിക്സ് വാടകയല്ല. ഇന്നിപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു 10 ലോഡ് പോകാനുണ്ടെന്ന് വെച്ചോ, വണ്ടി ഒരു 20 എണ്ണം ഉണ്ടെന്ന് വെച്ചോ, അപ്പോൾ ഈ പാർട്ടി പറയുന്ന വാടക മനസ്സിലായോ? ഇത് നേരെ തിരിച്ച് 20 ലോഡ് പോകാനുണ്ട്, 10 വണ്ടിയേ ഉള്ളൂ, വണ്ടിക്കാർ പറയുന്ന വാടക. അപ്പോൾ ഇന്നലെ 50,000 രൂപയ്ക്ക് കയറി ഒരു ലോഡ്. അപ്പോൾ ഇന്നലെ 50,000 രൂപയായിരുന്നു വാടക എന്ന് വെച്ചു. അപ്പോൾ ഇന്നിപ്പം ലോഡ് കുറവാണ്, വണ്ടി കൂടുതലുണ്ട്, ചിലപ്പോൾ അത് 45,000 ആവും. നാളെ ലോഡ് കൂടുതൽ പോകാനുണ്ട്, പക്ഷേ വണ്ടി കുറവാണ്. അപ്പോൾ 50,000 കയറിയാണെങ്കിൽ ചിലപ്പോൾ 55 ആയിരിക്കും, അല്ല 51 52 ആവും. പക്ഷേ നിങ്ങൾക്കൊരു മിനിമം ചാർജസ് ഇല്ലേ? ഇല്ല, അങ്ങനെ ഒന്നും പരിപാടിയില്ല. അതങ്ങനാണ്. അതായത് ആവശ്യം. ഇപ്പം എനിക്കിവിടുന്ന് മുംബൈ വരെ ഒരു ലോഡ് എന്താ പറയുക പറഞ്ഞാൽ 10 ടൺ സാധനം കൊണ്ടുപോകണം. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഒരു ട്രക്ക് ബുക്ക് ചെയ്യുന്നത്? ഒന്നെങ്കിൽ നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും വണ്ടിയുള്ളവരുണ്ടായാൽ അവരെ ഡയറക്റ്റ് വിളിച്ച് കയറ്റാം. ഇനി അതല്ലെങ്കിൽ ലോറി ഏജൻറ്റുമാരുണ്ട്. ലോറി ഏജൻറ്റുമാർ എന്ന് പറഞ്ഞാൽ ലോറി ഓഫീസ്. അപ്പോൾ ഈ ലോറി ഓഫീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാനൊരു ഇവിടെയുള്ള എറണാകുളത്ത് ഒരു ലോറി ഓഫീസ് നടത്തുന്ന ആളാണ്. എനിക്കൊരു ഓഫീസ് ഉണ്ടാവും, അവിടെ കുറേ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും. അപ്പം വെളിയിൽ നിന്ന് വരുന്ന വണ്ടികളും നമ്മുടെ നാട്ടിൽ ഇവിടെയുള്ള വണ്ടിയും പരിചയമുള്ള ആൾക്കാരുടെ വണ്ടികൾ ഇവിടെ കൊണ്ടുപോയിടും. അപ്പം ഇതുപോലെ നിങ്ങളപ്പോൾ ലോഡ് അയക്കേണ്ട ആൾ അങ്ങോട്ട് വിളിക്കുന്നു, വണ്ടിയുണ്ടോ എന്ന് ചോദിച്ചിട്ട് അയാളുടെ ഇതിൽ വാടക പറഞ്ഞ് വണ്ടി വിടുന്നു. അപ്പോൾ ഈ ലോറിക്കാരൻ അവിടെ ഒരു കമ്മീഷൻ കൊടുക്കണം. ലോഡ് അയക്കുന്ന ആളൊന്നും കൊടുക്കണ്ട, ലോറിക്കാരൻ അതിന് ഓരോ സ്ഥലത്തേക്ക് അനുസരിച്ച് ഒരു കമ്മീഷൻ. ഇപ്പോൾ മുംബൈക്കൊക്കെയാണ് ഒരു 1000 രൂപയോ ഒക്കെ കമ്മീഷനാണ് അയാൾക്ക്. പിന്നെ അപ്പോൾ ആ ആൾ വണ്ടി വിടുന്നു. അപ്പം ഈ ലോഡ് അയക്കുന്ന പാർട്ടിയും ലോറിക്കാരനുമായിട്ട് ബന്ധമില്ല, ഈ ഏജൻറ്റുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ. ഓക്കെ, അപ്പം ബുക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം ഈ ലോഡ് അയക്കുന്ന ആളും വണ്ടിക്കാരനുമായിട്ട് ബന്ധമില്ല അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ. അപ്പോൾ ഈ ലോറി ഏജൻ്റാണ് ഈ 2 പേരുടെ ഇടയ്ക്ക് മീഡിയേറ്ററായിട്ട് നിൽക്കുന്ന ഒരാൾ. ഇപ്പോൾ ഇവിടുന്ന് നമ്മളിപ്പോൾ പരിചയമില്ലാത്ത ഒരാളുടെ ലോഡ് കയറ്റിക്കൊണ്ട് പോകുന്നു, അവിടെ ചെന്ന് വാടക കിട്ടാതെ വരുമോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ ഈ ലോറി ഏജൻറ്റ് അതിന് ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെ ഒരു മീഡിയേറ്ററായിട്ടാണ് ഈ ലോറി ഏജൻറ്റ് നിൽക്കുന്നത്. പിന്നെ നമുക്ക് ഇപ്പോൾ ഒരു ലോഡ് അയക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പരിചയമുള്ള വണ്ടിക്കാരുണ്ടെങ്കിൽ ഡയറക്റ്റ് വിളിച്ചെടുക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ വേണേലും അയക്കാം. നിങ്ങൾക്ക് ഈ ആപ്പുകളൊക്കെ ഇല്ലേ? ആപ്പുകളൊന്നും അത്രയും ആയിട്ടില്ല. ഒരുപാട് ആപ്പുണ്ട്, ലോറി ബുക്കിംഗ് ആപ്പുകളുണ്ട്, പക്ഷെ അത്രയും ഒരു ഇതായിട്ടില്ല ഇപ്പം. ഓക്കെ, ലോറി ആപ്പിൽ ബുക്ക് ചെയ്ത് വേണേലും എടുക്കാം. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് ഒരു ലോഡുമായിട്ട് കാശ്മീർ പോകുന്നു, നിങ്ങൾക്ക് തിരിച്ച് ഇങ്ങോട്ട് വരാൻ അവിടെ നിന്ന് എങ്ങനെയാണ് ലോഡ് കിട്ടുക? ഇതേപോലെ ഏജൻറ്റുകളുടെ അവിടെ ഏജൻ്റ് ഉണ്ട്, ലോറി ഏജൻ്റ് ഉണ്ടാവും.
അപ്പം നമ്മളിപ്പോൾ പോകാത്തൊരു വഴിയാന്ന് വെച്ചു, നമുക്ക് ആ ഭാഗമായിട്ട് ഒരു പരിചയമില്ല. അപ്പം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഒന്നെങ്കിൽ അവിടെ ഏതെങ്കിലും ചെന്നിട്ട് അവിടെ ലോക്കൽ ലോറി ഓഫീസിൽ ചോദിക്കാം. പക്ഷെ അങ്ങനെ ഒരു ലോറി ഓഫീസിൽ പരിചയമില്ലാതെ ചെന്നാൽ ലോഡ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എന്നാ വെച്ചാൽ അവിടുന്ന് ഇത് വിലപിടിപ്പുള്ള സാധനമാണല്ലോ കയറ്റിവിടുന്ന പല സാധനങ്ങളും. അപ്പോൾ അത് വണ്ടിയെ അറിയത്തില്ലാത്ത ഒരു വണ്ടിക്കാരന് അവിടുത്തെ ലോറി ഏജൻറ്റ് ലോഡ് കൊടുക്കുകയില്ല എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഡെലിവറി കൊടുക്കാതെ ഇത് എവിടെയെങ്കിലും കൊണ്ട് വയ്ക്കുകയൊക്കെ ചെയ്ത പ്രശ്നമല്ലേ. അപ്പോൾ അതുകൊണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ നാട്ടിലുള്ള ഏതെങ്കിലും ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവിടെ പരിചയമുള്ള ഏതെങ്കിലും വണ്ടിക്കാരൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് ലോഡ് എടുക്കാം, കുഴപ്പമില്ല. അങ്ങനെ ഈ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും അങ്ങനെ ചെന്ന് പരിചയപ്പെട്ട് ഒരു പ്രാവശ്യം ചെന്നെങ്കിൽ പിന്നെ വീണ്ടും ചെല്ലുമ്പോൾ പിന്നെ കുഴപ്പമില്ല, അങ്ങനെ ഒരു പരിചയമാവുമല്ലോ. അങ്ങനെയാണ്. ഭയങ്കര സംഭവം. എനിക്കിപ്പോൾ ഇപ്പം നമുക്ക് ടാക്സി ബുക്കിംഗ് ആപ്പ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ബുക്കിംഗ് ആപ്പ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ലോറി ബുക്കിംഗ് ആപ്പായിട്ട് പ്രോപ്പറായിട്ട് ഇപ്പോഴും ആയി വരുന്നതേ ഉള്ളൂ. ആപ്പ് ഉണ്ട് കുറേ ആയിട്ട്, പക്ഷേ എല്ലാവരും ഒന്ന് ഒരു 10-30% പോലും ആൾക്കാർ അത് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ എപ്പോഴും ഒരു ഏജന്റ് വഴിയാണ് നമുക്ക് ഒരു ട്രക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നത് കൂടുതലും. അല്ലാതെ ഉള്ള സംഭവങ്ങൾ ഇപ്പോഴും ഡയറക്റ്റ് ഇപ്പം നമുക്ക് നല്ല പരിചയം വഴി പരിചയം വഴി ഇപ്പം നമ്മളെയൊക്കെ ഡയറക്റ്റ് വേണ്ട ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞാൽ സ്ഥിരം പോകുന്ന ലോഡുകളല്ല, അല്ലാതൊക്കെയുള്ള അത് നമ്മൾ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെയൊക്കെ കാശ്മീർ പോയി, അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് കേരളത്തിലേക്ക് തന്നെ ലോഡ് കിട്ടണ്ടേ? എന്നാലേ നിങ്ങൾക്ക് ലാഭമുള്ളൂ. അല്ലാതെ മുംബൈ വരെ ലോഡ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ വരുമോ? അല്ല, അല്ലെങ്കിൽ അത്രയും ദിവസം അവിടെ കിടക്കേണ്ടി വരില്ലേ? കേരളത്തിലേക്ക് തന്നെ നമ്മൾ നോക്കും. ഇനി കേരളത്തിലേക്ക് കിട്ടിയില്ലെന്ന് വെച്ചോ, ഒന്നെങ്കിൽ കർണാടകയിലേക്കോ അല്ലെങ്കിൽ തമിഴ്നാടോ എങ്ങോട്ടോ എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് ഒരു ട്രിപ്പ് എടുത്ത് വരാം. അപ്പം കുറച്ച് ടൈം എടുക്കും. അന്നേരം ഒരു 2-3 ദിവസം കൂടെ ലേറ്റ് ആവും. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ദിവസം അവിടെ കൊണ്ട് ലോഡ് ഇറക്കി കഴിഞ്ഞ് പിന്നെ അടുത്ത അവിടെ നിന്ന് ലോഡ് കയറ്റി അങ്ങനെ വരാനുള്ള ഒരു സമയം എടുക്കും. അടുത്ത ലോഡ് കിട്ടാനൊക്കെ കശ്മീരിൽ നിന്നാണെങ്കിൽ പോലും ചിലപ്പം ഇങ്ങോട്ടേക്ക് ചെന്നോടനെ തന്നെ ഒരു ട്രിപ്പ് കിട്ടിയെന്ന് വരില്ലല്ലോ. കിട്ടണമെന്നൊന്നുമില്ല. അത് എവിടെ ചെന്നാലും ചിലപ്പം ഇന്നിപ്പോൾ കൊണ്ട് ലോഡ് ഇറക്കിയെങ്കിൽ ചിലപ്പോൾ 1-2 ദിവസമൊക്കെ ഹാൾട്ട് ആവും. 2-3 ചിലപ്പോൾ അതിൽ കൂടുതലും 8, 10, 15 ദിവസമൊക്കെ ചില സമയങ്ങളിൽ ലോഡ് കിട്ടാതെ കിടക്കും. അപ്പോൾ ഇത്രയും ദിവസം നിങ്ങളുടെ വണ്ടി ഓട്ടോ ഇല്ലാതെ കിടക്കും. നിങ്ങളുടെ ഡ്രൈവർ വെറുതെ പൈസ കൊടുക്കേണ്ടല്ലേ? ഡ്രൈവർക്ക് അങ്ങനല്ല, പിന്നെ ഓടുന്നതനുസരിച്ചാണ് ഡ്രൈവർക്ക് പേയ്മെന്റ്. ആണോ? അത് ഈ കേരളത്തിലും തമിഴ്നാട്ടിലും ഉള്ളൂ, ബാക്കിയുള്ളിടത്തൊക്കെ മാസശമ്പളമാണ്. ആണോ? അതുകൊണ്ട് തന്നെ കേരളവും തമിഴ്നാടും ഈ ലോറി വ്യവസായം നല്ലപോലെ പച്ച പിടിക്കാത്ത തമിഴ്നാട്ടിലുണ്ട്. കേരളത്തിൽ നല്ലപോലെ പോകാത്തതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡ്രൈവർമാർക്ക് പേയ്മെൻറ്റ് കൂടുതലാണ് കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ. അതായത് വാടകയുടെ ഇത്ര %, 15%, 16%. അതെ, ശരി. 1 ലക്ഷം രൂപയ്ക്കാണെങ്കിൽ 15,000, 16,000 രൂപ ഒക്കെ രണ്ട് ഡ്രൈവറുടെ പേയ്മെൻറ്റാണ്. അതേസമയം ബാക്കിയുള്ള സ്റ്റേറ്റുകളിലെല്ലാം മാസശമ്പളമാണ്. ഓക്കെ. ഇപ്പം നമ്മുടെയൊക്കെ വണ്ടിയിൽ ഒരു മാസം ഇടുന്നവർക്ക് ഒരു 2 ഡ്രൈവർമാരുണ്ടെങ്കിൽ ഒരു 75,000, 80,000 രൂപ ഒരു മാസം കറക്റ്റായിട്ട് വണ്ടി ഓടുവാണെങ്കിൽ സാലറി ഉണ്ടാവും. അതേസമയം അത് ഒരു മഹാരാഷ്ട്ര വണ്ടിയോ അല്ലെങ്കിൽ കർണാടകയിലുള്ള വണ്ടിയോ അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റുകളിലുള്ള വണ്ടിയിൽ കൂടി വന്നാൽ അതൊരു 30,000 രൂപ, 35,000 രൂപ വരുള്ളൂ. അത് അവിടുത്തെ സംസ്ഥാനത്തിൻ്റെ റൂളാണ്. അവിടെ അവർക്ക് അത്രേ ഉള്ളൂ സാലറി, അതാണ്. ശരി. അപ്പോൾ അതുകൊണ്ടാണ് നോർത്തിലേക്ക് ലോറികൾ കൂടുതലുള്ളത് എന്ന് പറഞ്ഞാൽ മാസം നമുക്കൊരു 50,000 രൂപ ഒരു വണ്ടിയെ വ്യത്യാസം വരുമ്പം, അല്ലെങ്കിൽ ഒരു 40,000 രൂപയുടെ വ്യത്യാസം വരുമ്പോൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ വണ്ടി എത്ര രൂപയായി. അപ്പോൾ ഇത് നല്ല രീതിയിൽ അവിടെ പോകും. സാലറി കുറവായുണ്ട്, നമ്മുടെ ഇവിടെ സാലറി കൂടുതലാണ്. ഓക്കെ, അങ്ങനെ പ്രശ്നമുണ്ടല്ലേ? അപ്പം ഈ സാലറി മാത്രമല്ല ഇതിനകത്ത് പിന്നെ ഈ ടോള് വലിയൊരു ഫാക്ടർ അല്ലേ? അതെ, പിന്നെ ടോള് ഭയങ്കര എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ആവറേജ് ഒരു ദിവസം 30,000, 40,000 രൂപ ടോള് എല്ലാ വണ്ടികൾക്കും കൂടി. ഓക്കെ, അത്രയ്ക്ക് ടോൾ ആവുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ടോൾ പാസാകാൻ 600 രൂപ, 700 രൂപ, 800 രൂപ. നമ്മൾ കാറിന് തന്നെ 150 രൂപ. അത്ര പൈസ ആകുന്നത്. പിന്നെ ആക്സിൽ കൂടുന്നതനുസരിച്ചിട്ട് ടോൾ. അതെ, അതായത് 4, അതായത് 3 ആക്സിൽ വരെ ഒന്ന്, പിന്നെ 4 തൊട്ട് 6 വരെ അങ്ങനെ ഓരോ കാറ്റഗറിയാണ്. ഇപ്പം നമ്മളിപ്പം ബോംബെ പൂനെ എക്സ്പ്രസ് വേയിൽ 2,300 രൂപ എങ്ങാണ്ടാ ഒരു 12 വീൽ വണ്ടി ഒരു സൈഡിലേക്ക് പോകണമെങ്കിൽ ടോള് ഭയങ്കര എമൗണ്ട് വരുന്നുണ്ട്. 9 രൂപ എങ്ങാണ്ട്. മറ്റേ നമ്മുടെ പിന്നെ ബോംബെ ഡൽഹി എക്സ്പ്രസ് വേ ഉണ്ടല്ലോ, അതിൽ 1 കിലോമീറ്ററിന് 9,000 രൂപ എങ്ങാണ്ടാണ് ലോറി പോകുന്നതിന്, 12 വീൽ വണ്ടി പോകുന്നതിന് 1 കിലോമീറ്റർ പറഞ്ഞേ അത്രയും ചാർജ്. പക്ഷേ എന്നാലും ടോള് കൊടുത്താലും എൻ്റെ അഭിപ്രായത്തിൽ വഴി നല്ലതാണെങ്കിൽ ടോള് കൊടുത്താലും നഷ്ടമില്ല. എന്നുവെച്ചാൽ ഡീസൽ മൈലേജ് കിട്ടും, വണ്ടിക്ക് വലിയ മെയിൻ്റനൻസ് ഉണ്ടാവില്ല, സമയലാഭം, ട്രാഫിക്കില്ല, പിന്നെ റിസ്ക്കും കുറവ്. എന്നുവെച്ചാൽ ഈ തിരക്കുള്ള വഴിയിൽ അപകടങ്ങൾക്ക് സാധ്യത കൂടുതൽ. ഇതെന്ന് പറഞ്ഞാൽ അത്ര ഇതില്ല. അങ്ങനെ കുറേ ഇതുണ്ട്. നിങ്ങൾ ഇതിനകത്ത് ഈ പല വിലപിടിപ്പുള്ള സാധനങ്ങളായിട്ട് യാത്രകൾ പോകാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ഇതിൻ്റെ സേഫ്റ്റി ഒക്കെ എങ്ങനെയാണ് നോക്കുന്നത്? ഈ കള്ളന്മാരും പിടിച്ചുപറിക്കാരൊക്കെ ഉണ്ടോ? അതൊക്കെ ഉണ്ടല്ലേ? അതൊക്കെ ഉണ്ട്. അതൊക്കെ ഓരോ സ്ഥലങ്ങളിലും ഉണ്ട്. പിന്നെ നമ്മളത് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒരു സമയത്ത് രാത്രി ഒരു സമയം കഴിഞ്ഞാൽ ഓടാതിരിക്കുകയും
പിന്നെ വിജനമായ സ്ഥലത്ത് കൊണ്ട് വണ്ടി നിർത്താതിരിക്കുകയൊക്കെ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പിന്നെ മിക്ക സ്ഥലങ്ങളിലും അങ്ങനെയുള്ളടത്ത് വണ്ടിക്കാർ രാത്രിക്ക് ഒരു സമയം കഴിഞ്ഞാൽ ഓടുകയില്ല. ഒരു 10 മണി 11 മണിയൊക്കെ ആകുമ്പോൾ വണ്ടി ഒതുക്കിച്ച് വെളുപ്പിന് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേ എടുക്കുകയുള്ളൂ. ആ ഒരു ഇടസമയത്ത് ഓടത്തില്ല. പിന്നെ ഈ ഒതുക്കുന്ന സ്ഥലവും അതുപോലെ സേഫായിട്ടുള്ള സ്ഥലത്ത് വല്ല നല്ല ദാവയോ അല്ലെ പമ്പോ അങ്ങനെയുള്ള അടുത്ത് കൊണ്ട് ഒതുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ ഡീസൽ പോകും, സ്റ്റെപ്പിന് പോകും, ബാറ്ററി പോകും, പല സാധനവും ഡീസൽ ഒരു ഊരി കൊണ്ടുപോകും. പിന്നെ ഡീസലൊക്കെ ഇഷ്ടം. അപ്പൊ അത് ലോക്ക് ഇട്ട് വെക്കത്തില്ലേ? ലോക്കൊക്കെ ഉണ്ട്, അതൊക്കെ പൊട്ടിച്ചോണ്ട് പോകും. ആണോ? ഞങ്ങൾ വന്ന വണ്ടിയൊന്നും പോയിട്ടില്ല, നമ്മുടെ വേറെ വണ്ടിയൊന്നും പോയിട്ടുണ്ട്. അത് ഈ ഡ്രൈവർമാരുടെ പരിചയക്കുറവ് അതിനകത്ത് ഒരു മെയിൻ സംഭവം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓടി വരുന്ന ഒരാളെ നമ്മൾ വണ്ടി ഏൽപ്പിച്ച് വിടുകയല്ല. കാര്യം വെച്ചാൽ അതുപോലെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ. ഇപ്പം നമ്മളൊരിടത്ത് കൊണ്ട വണ്ടി വേണ്ട, നമ്മളൊരു വണ്ടി ഈ അകലെ ഈ ഇവിടെ ഇല്ല, നമ്മുടെ അങ്കോളയില്ലേ, അങ്കോളയ്ക്ക് അപ്പുറം 2 ഡ്രൈവർമാർ പരിചയമില്ല. അവർ ഉറക്കം വന്നിട്ട് അവിടെ കൊണ്ട് നിർത്തി 2 വണ്ടി ഒരുമിച്ച് പോയിട്ട് ഇവർ 2 പേരും കൂടെ അവിടെ ഒതുക്കിയിട്ട് കിടന്ന് ഉറങ്ങിയതാണ്. 2 വണ്ടിയിൽ നിന്നും ഡീസലും പോയി. എന്ന് പറഞ്ഞാൽ ഫുള്ളാക്കി മകയിന്ന് ഫുൾ ചെയ്ത് പോയ വണ്ടിയാണ്. 10-250 ലിറ്റർ ഡീസൽ വെച്ച് 2 വണ്ടിയിൽ നിന്നും പോയി. എന്നിട്ട് ബാഗിലെ ബ്രേക്ക് ലൈറ്റ് വരെ അഴിച്ചുകൊണ്ട് പോയി. ഭാരത് ബെൻസിൻ്റെ ബ്രേക്ക് ലൈറ്റിന് ഒരു 3500 രൂപ ഒരു ലൈറ്റിന് ബാഗിൽ, അത് വരെ അഴിച്ചുകൊണ്ട് പോയി. ഓക്കെ. നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോയി വണ്ടി ഓടിച്ചിട്ടില്ലല്ലോ അല്ലേ? നിങ്ങൾ പോയിട്ടുണ്ടോ? വണ്ടി ഓടിച്ചിട്ടുണ്ടോ? ട്രക്കിൽ പോയി ട്രക്ക് ഓടിച്ചോ? ഇല്ല. ട്രക്ക് ഓടിച്ച് നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ അങ്ങനെ പോയിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പല തരത്തിലുള്ള ഹോൾട്ട് സ്റ്റേഷനുകൾ കാണാൻ പറ്റും. നമുക്ക് ഈ ട്രക്ക് ഡ്രൈവേഴ്സിനൊക്കെ സ്പെഷ്യലായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അതല്ലാതെ തന്നെ ഹൈവേയുടെ സൈഡിൽ പെട്രോൾ പമ്പും റെസ്റ്റോറൻറ്റും അങ്ങനെ. ഇപ്പോൾ നമ്മൾ മുംബൈ പൂനെ എക്സ്പ്രസ് ഹൈവേയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല, അതേപോലത്തെ ആ ഒരു സംഭവം വളരെ കോമൺ ആയിട്ട് കാണുന്ന കാഴ്ചയാണ്. അപ്പോൾ അവിടെ അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഉണ്ടാവും. റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലം അവൈലബിൾ ആയിരിക്കും. പിന്നെ നല്ല വൃത്തിയുള്ള ടോയ്ലറ്റുകളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. കുളിമുറികളുണ്ടാവും. പിന്നെ അവർക്ക് ക്യാൻറ്റീൻ പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഭയങ്കര കോമൺ ആയിട്ട് കാണുന്ന കാഴ്ചകളാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇത്രയും ട്രക്കുകൾ ഉണ്ടായിട്ടും ഈ ഒരു സംഭവം പോപ്പുലറായിട്ട് വന്നിട്ടില്ലല്ലോ. അതിൻ്റെ റീസൺ എന്തുകൊണ്ടായിരിക്കും? അത് തന്നെ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, ഇതെല്ലാം ഉണ്ട് നമ്മുടെ നാട്ടിലിപ്പോൾ. എല്ലായിടത്തും ട്രക്ക് പാർക്കിങ്ങും ഉണ്ട്, ടോയ്ലറ്റ് ഉണ്ട്, ഹോസ്പിറ്റലുണ്ട്, വർക്ക്ഷോപ്പുണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട് എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളും നമ്മുടെ ഹൈവേകളിലുണ്ട്. ഇതെല്ലാം ലോക്ക് ചെയ്തിട്ടേക്കാം. ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല. ലോറി അകത്തോട്ട് കയറ്റി പോലും ചെയ്യാതെ അവിടെ ബ്ലോക്ക് ചെയ്തേക്കാം. അപ്പം എല്ലാം പണിത് ലോക്ക് ചെയ്ത് സേഫായിട്ട് ഇട്ടിട്ടുണ്ട്. ലോറി ഒന്നും വരാതിരിക്കാൻ കയറുന്നിടം എല്ലാം നല്ലപോലെ ബ്ലോക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ ഹൈവേയിലും നിങ്ങൾ ഇനി ചുമ്മാ പോകുമ്പോഴാണെങ്കിലും ചുമ്മാ നോക്കിയാൽ മതി, ബോർഡുണ്ടായിരിക്കും. അതിപ്പോൾ മോളോട് ചോദിച്ചാൽ കറക്റ്റായിട്ട് പറയും. എന്നുവെച്ചാൽ ട്രക്ക് പാർക്കിംഗ് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് റെസ്റ്റ് ഏരിയ എന്നും പറഞ്ഞിട്ട് ബോർഡ് കാണും. 2 കിലോമീറ്റർ 1 കിലോമീറ്റർ. അന്നേരം നമ്മളിത് അപ്പുറം ഉണ്ടല്ലോ, അവിടെ നിർത്താൻ കൊണ്ട് കണ്ടില്ല. അവിടോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഓരോ 2 കിലോമീറ്ററിൻ്റെ ഉണ്ട്, അത് കഴിയുമ്പം 1 കിലോമീറ്ററിന് ബോർഡുണ്ട്, അത് കഴിയുമ്പോൾ 500 മീറ്റർ എന്നുണ്ട്, 100 മീറ്റർ 200 മീറ്റർ ഇതെല്ലാം ഉണ്ട്. അവിടെ ചെല്ലുമ്പം എല്ലാം നല്ലപോലെ പണിത് ബ്ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്തിട്ടുണ്ടാവും. അത് ടോൾ പിരിക്കുന്ന കമ്പനിയല്ലേ അത് ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്? ടോള് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആണ്. അപ്പോൾ ടോൾ പിരിക്കുന്ന കമ്പനി ആയിരിക്കും. പക്ഷെ ഞാനത് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചതെന്ന് വെച്ചാൽ അവർ ഇത് പണിത് അതാത് ലോക്കലിലുള്ള ഇപ്പോൾ കളക്ടറുടെ അണ്ടറിലെങ്ങാണ്ട് നോക്കുന്ന എന്തോ ഒരു വിങ്ങുണ്ട്, അവരെ ഇത് ഏൽപ്പിച്ചേക്കാണെന്നുള്ള അറിയാൻ സാധിച്ചത്. എന്നാണല്ലോ അവരിത് മെയിൻറ്റെയിൻ ചെയ്യണ്ടല്ലോ ലോക്ക് ചെയ്തിട്ടേക്കാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഹൈവേ സൈഡ് ലോറിക്കാർക്കൊന്ന് കിടന്ന് ഉറക്കം വന്നു. ഈ ട്രക്ക് പാർക്കിംഗ് ഉണ്ട്, അതിനകത്ത് കയറ്റിയിട്ട് കിടന്ന് ഉറങ്ങാം. ഇത് ചില സ്ഥലങ്ങളിലൊന്നും ഡാബുകളോ പമ്പുകളൊന്നും ചില പമ്പുകളിലൊന്നും ഇടാൻ ആൾക്കാർ സമ്മതിക്കില്ല. വലിയ പമ്പാണെങ്കിൽ മാത്രമേ അതിനകത്ത് കയറ്റി ലോറി ഇടാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അവർ സമ്മതിക്കില്ല ഇടാൻ. അപ്പോൾ എന്ത് ചെയ്യും, റോഡ് സൈഡിൽ ഉറക്കം വന്നിട്ട് ഡ്രൈവർമാർ നിർത്തിയിട്ട് കിടന്നുറങ്ങും. വേറെ വണ്ടിക്കാർ വന്ന് ഇതിൻ്റെ കയറി ഇടിക്കും. അങ്ങനെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവന് ഈ ഒരു സമയം കഴിഞ്ഞാൽ ഒരു 12 മണിക്കും ഒരു 6 മണിക്കും ഇടയ്ക്കുള്ള സമയമെന്ന് പറഞ്ഞാൽ ആൾക്കാരൊരു മയക്കത്തിലായി വണ്ടി വരുന്നതല്ല. അപ്പോൾ ഈ റോഡ് സൈഡിൽ കിടക്കുന്ന വണ്ടിയൊക്കെ കാണാതെ വന്നിട്ടൊക്കെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതൊന്നും ആരും ഇവിടെ നോക്കാനും ഇല്ല, ഒന്നുമില്ല. ഞങ്ങൾ തന്നെ ഒരു വണ്ടി നമുക്ക് ഉറക്കം വരുന്നുണ്ട്, എവിടെയെങ്കിലും ഒന്ന് വണ്ടി ഒതുക്കി കിടക്കാമെന്ന് ഓർത്ത് എത്ര സമയം നോക്കിയാലും ഒരു സ്ഥലം കണ്ടു കിട്ടുന്നതെന്ന് അറിയോ. നല്ലപോലെ സേഫായിട്ട് കിടക്കാവുന്ന ഒരു സ്ഥലവും വേണമല്ലോ. എന്ന് പറഞ്ഞാൽ വേറെ വണ്ടിയൊന്നും വന്നിടിക്കരുത്, പിന്നെ കള്ളന്മാരുണ്ടാവരുത്. ഇതൊക്കെയുള്ള അത് ട്രക്ക് പാർക്കിങ്ങിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഇതെല്ലാം ലോക്ക് ചെയ്തിട്ടേക്കാം, ഒന്ന് കയറ്റിയിടാൻ പോലും പറ്റുകയില്ല. ഇനി അഥവാ ഓപ്പണായിട്ട് കിടക്കുന്നിടത്താണെങ്കിൽ ടോയ്ലറ്റ് ഉണ്ടാവില്ല, ടോയ്ലറ്റൊക്കെ ഉണ്ടായിരിക്കും, എല്ലാം നശിപ്പിച്ച് ക്ലീനൊന്നും ചെയ്യാതെ നാശമായി, വെള്ളമൊന്നും കാണത്തില്ല. അത്ര മോശം അവസ്ഥയാണ്. അത് ഇഷ്ടം പോലെ ഉണ്ട്, പണിതിട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അതാ ഏറ്റവും ശരിക്കും അത് നല്ലപോലെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ യാത്രയ്ക്ക് നമുക്ക് ഇത്ര ഒരു ബുദ്ധിമുട്ടേ ഇല്ല.
അത്രയ്ക്ക് അതുപോലെ ഉണ്ട്. ചിലടത്ത് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും, വാഷ്റൂം ഒന്നും കാണത്തില്ല. അത് ഏറ്റവും ബുദ്ധിമുട്ട്. മെയിൻ കാണുമ്പോൾ തന്നെ ഭയങ്കര വിഷമം തോന്നും. കൂടുതലും പിന്നെ ഉള്ളത് തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെ കുറേ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആന്ധ്രയിലും തെലുങ്കാനയിലും തമിഴ്നാട്ടിലും ഇപ്പം. ബാക്കിയുള്ളിടത്തൊക്കെ കണക്കാം. പിന്നെ കർണാടകയിൽ നമ്മുടെ ഈ തീരദേശത്ത് മറ്റേ ഈ അങ്കോള ആ ഗോവ റൂട്ടിലുള്ളിടത്തൊക്കെ കുറച്ച് അവിടെയുണ്ട്. ബാക്കിയുള്ളിടത്തോട്ടൊക്കെ ഭയങ്കര മോശമാണ്. ഞങ്ങൾ ആ INB ട്രിപ്പ് പോയ സമയത്ത് ശ്വേതയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത്. പ്രത്യേകിച്ച് നമ്മൾ കശ്മീരും ലഡാക്കൊക്കെ പോയ സമയത്ത്, അരുണാചലൊക്കെ പോകുന്ന സമയത്തൊക്കെ ഈ പറഞ്ഞ പോലെ ടോയ്ലറ്റ് കിട്ടാനുള്ള കിട്ടാനില്ല. ഉണ്ടെങ്കിൽ തന്നെ അറിയാം, ചിലപ്പോൾ കുഴിക്കൊക്കെ വൃത്തി ഉണ്ടാവില്ല. പല തവണ ശ്വേതയ്ക്ക് ഞങ്ങൾ വണ്ടി റോഡിൽ ഒതുക്കി കാറിൻ്റെ ഡോറ് രണ്ടും തുറന്നിട്ട് അതിനിടയ്ക്കിരുന്ന് മൂത്രം ഒഴിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ ആണുങ്ങൾ പോയി മൂത്രം ഒഴിക്കുന്ന പോലെയല്ല പെണ്ണുങ്ങൾക്ക്. അപ്പോൾ അങ്ങനത്തെ അവസ്ഥകളൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി ചേച്ചിയിലേക്ക് വരാം. ചേച്ചി അപ്പം വണ്ടി ഓടിച്ച് തുടങ്ങി, നിങ്ങളങ്ങനെ മുംബൈയിൽ നിന്ന് ഫസ്റ്റ് ട്രിപ്പ് ഇങ്ങോട്ട് വന്നു. അങ്ങനെ പിന്നെ പതുക്കെ ഇടയ്ക്കിടയ്ക്ക് വണ്ടി ഓടിക്കാൻ പോകും. അപ്പോൾ ഇത് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ നിങ്ങൾ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണോ ചേച്ചി വണ്ടി എടുക്കാൻ പോകുന്നത്? അതിന് മുമ്പ് യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പ് ചേച്ചി വണ്ടി ഓടിക്കാൻ പോകുമായിരുന്നോ? അതിന് മുമ്പ് പോയിട്ടുണ്ട് 2 പ്രാവശ്യം. പിന്നെ ഇങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് ഞങ്ങൾ യൂട്യൂബിൽ നിന്നുള്ള ഒരു ഇതില്ലായിരുന്നു ഞങ്ങൾക്ക്. ഫസ്റ്റ് ട്രിപ്പ് കാശ്മീർ കാണാൻ പോകുന്നു. അപ്പോൾ കാശ്മീർ കാണാൻ പോയപ്പം ചേട്ടായുടെ ഒരുപാട് പേര് ഫ്രണ്ട്സൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ അയച്ചു തരാൻ പറഞ്ഞു. അപ്പം ചേട്ടാ തന്നെ പറഞ്ഞത് നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാം, അപ്പോൾ എല്ലാവർക്കും കാണാമല്ലോ. അങ്ങനെ പറഞ്ഞ് യൂട്യൂബ് ചാനലിലേക്ക് വരുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ എനിക്ക് യാത്രയോടുള്ള ഇഷ്ടം കൊണ്ട് അന്നേരം പോകുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലല്ലേ. ആദ്യം പോയപ്പോൾ ഈ പറഞ്ഞ പോലെ 2022 ഫെബ്രുവരിയിലാണ് ആദ്യം പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ബാക്കി പറഞ്ഞില്ലായിരുന്നു. അടുക്കള വെച്ച് ഞാനിങ്ങനെ പറഞ്ഞു, വണ്ടി ഓടിക്കാവോ, വലിയ വേണമെങ്കിലും പോകാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും എന്നോട് പിറ്റേ ദിവസം പറഞ്ഞു, അല്ല അന്നേരം തന്നെ പറഞ്ഞു, എന്നാൽ പിന്നെ വണ്ടി ഓടിച്ചേക്കാം പറഞ്ഞു. അപ്പോഴേ പിന്നെ ലോഡ് നോക്കിയപ്പോൾ അവിടുന്ന് ഡയറക്റ്റ് ശ്രീനഗറിനില്ല. അപ്പോൾ ശ്രീനഗറിന് തന്നെ കൊണ്ടുപോകണമെന്ന് എനിക്കും തോന്നി. അപ്പോൾ നേരെ അവിടുന്ന് നമ്മൾ പെരുമ്പാവൂരിൽ നിന്ന് ഒരു ലോഡ് കയറ്റി പൂനെക്ക് പോയി. പൂനെ കൊണ്ട് ലോഡ് ഇറക്കി അവിടുന്ന് നേരെ സവോള കയറ്റി നേരെ ശ്രീനഗറിന്. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് തന്നെ അങ്ങനെ പോയി. അപ്പോൾ ഇവിടുന്ന് പോയപ്പോഴേ ചുമ്മാ പറഞ്ഞെടുക്കാനോ ഒന്നും അറിയത്തില്ല, മൈക്ക് പോലും ഇല്ല, ഒന്നും അറിയത്തില്ലോ. ചുമ്മാ അപ്പോൾ പോയപ്പോഴൊക്കെ ചുമ്മാ വീഡിയോ വണ്ടി ഓടിക്കുന്നതൊക്കെ കുറച്ച് ക്ലിപ്പൊക്കെ എടുത്തു. ചുമ്മാ ചേട്ടായി എടുത്തു സ്ഥലത്തിൻ്റെ ഞാൻ ഓടിക്കുന്നതും അങ്ങനെയൊക്കെ. അപ്പോൾ പൂനെയിലൊക്കെ ചെന്നപ്പം ഈ കാശ്മീരിനാണ് പോകുന്നതെന്ന് കണ്ടപ്പോൾ അവിടെയൊക്കെ ഉള്ള നമ്മൾ പരിചയമുള്ള ആൾക്കാരൊക്കെ പറഞ്ഞ് കുറച്ച് വീഡിയോയും ഫോട്ടോ ഒക്കെ അയച്ചു തരണമെന്ന് പറഞ്ഞു. ഈ കാശ്മീരിന് അന്നൊന്നും ഇത്രയും ഒരു ഇതായിട്ടില്ലല്ലോ. ഏത് വർഷം? 2022. അപ്പം ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പോയപ്പോൾ എന്നാൽ പിന്നെ ഞാൻ പറഞ്ഞു, നമുക്ക് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് പോകാം, നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിനകത്തിടാം, എല്ലാവർക്കും കാണാമല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ എന്നാലും അറിയത്തൊന്നുമില്ല, ചുമ്മാ കുറച്ചൊക്കെ എടുത്തു പോയി ചുമ്മാ ക്ലിപ്പുകൾ ഇങ്ങനെ എടുത്തെടുത്ത് പോയി ഓടിക്കുന്നതുമൊക്കെ, പറയുന്നൊന്നുമില്ല. അതിങ്ങനെ വന്നേച്ച് ഇവിടെ വന്നേച്ച് ഇതെങ്ങനെയാണെന്ന് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ വന്ന് എന്നിട്ടൊരു എഡിറ്ററുടെ അടുത്ത് ഇതെല്ലാം അയച്ചു കൊടുത്തു. അപ്പോൾ മൊത്തം അയച്ചു കൊടുത്തപ്പോഴത്തേക്ക് അതിനകത്തൊരു പ്രമോ നല്ലപോലെ ഒരു എണ്ണം ചെയ്തു. അത് കുറച്ച് അതല്ലേ 2-3 ട്രക്കുകൾ ഒരുമിച്ച് പോകുന്നത്? അല്ലല്ല, അത് വേറെ അത് പിന്നത്തെ. അപ്പോൾ ഇത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഒരു വണ്ടിയേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് അത് കഴിഞ്ഞാൽ ഇത് എന്ത് പറയുമെന്നുള്ളതൊന്നും അറിയത്തില്ലല്ലോ. എന്നിട്ട് ഒരു 5 മിനിറ്റുള്ള വീഡിയോയ്ക്ക് 2 ദിവസം എടുത്ത വോയിസ് ചെയ്യാൻ. 3 മിനിറ്റും 4 മിനിറ്റും ഒക്കെ കഷ്ടിച്ചേ ഉള്ളൂ ഒരു വീഡിയോ. വോയിസ് ചെയ്യാൻ 2 ദിവസം എടുക്കും. 2 ദിവസം വേണം ഞാനിരുന്ന് പറയണേ. അതിപ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോകളും ഈ പറഞ്ഞ പോലെ ഒരു 20 മിനിറ്റ് വീഡിയോ ഞാൻ എൻ്റെ ഒരാഴ്ചത്തെ പണിയായിരുന്നു. അതാണ് ഇപ്പം കാണുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഒരു തോന്നും, ബോറായിട്ട് തോന്നും. അതെ. അപ്പോൾ അതിൽ അങ്ങനെ കുറേ വീഡിയോ ഒക്കെ ഇട്ട് അത് വലിയൊരു ഇതൊന്നും കിട്ടിയില്ല. അപ്പോൾ ആ പോയിച്ച് വന്നിട്ട് ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പം അന്നേരം ഈ വണ്ടി ഇപ്പോൾ പോകുന്ന വണ്ടിയല്ല, വേറൊരു വണ്ടിയില്ല, അതിന് താൽക്കാലികമായിട്ട് പോയതല്ലേ. അപ്പോൾ വന്നപ്പോൾ ഈ മൂത്ത ആൾക്ക് അവധിയാണ്, എന്നാൽ ചുമ്മാ നമുക്ക് പോയേക്കാന്ന് പറഞ്ഞാൽ ബോംബെക്ക് പോയി. ഞങ്ങൾ 3 പേരൂടെ ബോംബെക്ക് പോയി. അപ്പോൾ അന്നേരം ഈ എഡിറ്റ് ചെയ്യുന്ന ആൾ പറയുന്നുണ്ട്, ഇത് ചേട്ടാ എന്നേലും പറഞ്ഞുകൊണ്ടെടുക്കുക, മൈക്ക് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതുവല്ല നമുക്ക് മനസ്സിലാവും. റോഡിൻ്റെ ഒരു മൈക്ക് മേടിച്ചു, ഒരു സിംഗിൾ മൈക്ക് ആ ട്രിപ്പ് മേടിച്ചിട്ട് അന്നേരം പിന്നെ കുറച്ച് പറഞ്ഞെടുത്തിട്ട് ഇങ്ങനെ ബോംബെക്ക് പോയി. അപ്പം ആ പെരുമ്പാവൂരിൽ തന്നെ ലോഡ് കയറ്റി പോയി. പിറ്റേ ദിവസം രാവിലെ പയ്യന്നൂർ ചെന്നപ്പോൾ നമ്മുടെ വേറെ 2-3 വണ്ടിയും കൂടെ ഉണ്ട് ബോംബെക്ക് പോകുന്ന വണ്ടികൾ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവർ 2 പേരല്ലേ, ഇവർ തന്നെ ഒന്ന് ഓടിച്ചുകൊണ്ട് വരട്ടെന്ന് പറഞ്ഞ് ഇവരെ 2 പേരെയും ഈ വണ്ടിയിലാക്കിയിട്ട് ഞാൻ മറ്റേ വണ്ടിയിൽ കയറിപ്പോയി. അപ്പോൾ ഒരു ഗോപ്രോ വെച്ച് മോൾ ഇങ്ങനെ ഒരു ക്ലിപ്പ് എടുത്തു, അച്ഛൻ ഞങ്ങളെ തന്നെ ആക്കിയിട്ട് ആ വണ്ടിയിൽ പോയെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ആ വീഡിയോ വന്നപ്പോഴത്തേനും അതങ്ങ് വൈറലായി, ആ ഒരു ക്ലിപ്പ്. അങ്ങനെ ആ വീഡിയോ വൈറലായാണ്. പിന്നെ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടുകയും പിന്നെ ഒരുപാട് ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുകയും ചെയ്തത്. അപ്പോൾ ആ ട്രിപ്പ് പോയിട്ട് വന്നപ്പോൾ ഇച്ചിരൂടെ ഒരു ആത്മവിശ്വാസമായി. എന്നാൽ കുറച്ച് പറഞ്ഞെടുത്തു, പിന്നെ കുറച്ച് വോയിസ് കൊടുത്തു ഒക്കെ അങ്ങനെ ആ ട്രിപ്പിലെ വീഡിയോ ഇട്ട്. അപ്പോൾ ഇതെങ്ങനെ എന്താണെന്നൊന്നും ഒരു ഐഡിയ ഇല്ലോ. ആ ട്രിപ്പ് പോയിച്ച് വന്ന് ചുമ്മാ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോഴാണ്
ഈ പോർബന്തറിനൊരു ലോഡ്, അത് ഈ വിഴിഞ്ഞത്തുനിന്ന് കപ്പൽ പൊളിച്ച് എൻ്റെ ഇരുമ്പ് കയറ്റിക്കൊണ്ട് പോർബന്തർ പോകണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അത് നല്ലൊരു ട്രിപ്പാണ്. എനിക്ക് ഈ സ്ഥലങ്ങൾ പോകാൻ താല്പര്യം ഇഷ്ടമാണ്. അപ്പം ഞാൻ എന്നാൽ പിന്നെ അത് നമുക്ക് പോയേക്കാന്ന് പറഞ്ഞു. ഈ ഞങ്ങൾ 3 പേരും തന്നെ ആ ട്രിപ്പ് പോയി. അതൊരു അടിപൊളി ട്രിപ്പായിരുന്നു. ആ ട്രിപ്പ് ഇവിടെയൊക്കെ പോയി വന്നപ്പോൾ ഇച്ചിരി കുറച്ചുകൂടെ സ്ഥലങ്ങളും ഒക്കെ കുറച്ചുകൂടെ ഐഡിയ ഓരോ ട്രിപ്പായപ്പോൾ അങ്ങനെ വന്നു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഒരു 6 മാസം വരെ ഇങ്ങനെ ചുമ്മാ ട്രിപ്പ് പോയിട്ട് വരും, കുറച്ച് വീഡിയോ ഇടും, അത് കഴിഞ്ഞ് പിന്നെ ചുമ്മാ ഇങ്ങനെ നിൽക്കും. അപ്പോൾ നിങ്ങൾ ബേസിക്കലി വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെ ട്രിപ്പ് പോയി തുടങ്ങി അന്നേരം? അത് കഴിഞ്ഞപ്പോൾ അല്ലേ? അതെ. അപ്പൊ പിന്നെ രണ്ടും ഒരേ ഉദ്ദേശമാണല്ലോ. അതെ. പിന്നെ എന്താന്ന് വെച്ചാൽ ഈ ആൾക്കാരുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു എനർജിയാണ് യാത്ര ചെയ്യാൻ. അത് ശരിയല്ലേ? അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളെ ആൾക്കാർ അത്രയും സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് വീണ്ടും ഒരു പ്രചോദനമാണ് അതിന്. അപ്പം അങ്ങനെ വന്നപ്പോൾ ഈ 2-3 എണ്ണം ട്രിപ്പ് കഴിഞ്ഞു. ആ 2-3 ഒരു 6 മാസം വരെ ഞങ്ങളിങ്ങനെ ഒരു ട്രിപ്പ് ഇങ്ങനെ പോയിച്ചിങ്ങനെ വരും. പിന്നെ ബാക്കി ഏതെങ്കിലും സ്ഥലത്തോട്ട് നല്ല ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ, പോകാത്ത സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ പോവും. അങ്ങനെ ഈ 6 മാസം വരെ അങ്ങനെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു യൂട്യൂബ് എന്നുള്ള വലിയൊരു ഇതൊന്നും കൊടുത്തില്ല. ഇങ്ങനെ പോകും, വന്ന് നിൽക്കും സമയം അനുസരിച്ച്. അപ്പോൾ അങ്ങനെ 6 മാസം വരെ. ഈ 6 മാസം കഴിഞ്ഞപ്പം അത്യാവശ്യം വലിയ കുഴപ്പമില്ല, നല്ല ആൾക്കാരുടെ സപ്പോർട്ടും ഉണ്ട്, നമ്മൾ കുഴപ്പമില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ ഒരു വണ്ടി. അപ്പോൾ ആ വണ്ടിയിലൊക്കെ കുറച്ച് സൗകര്യങ്ങളൊക്കെ കുറവുണ്ട്. എന്ന് പറഞ്ഞാൽ നല്ലപോലെ കിച്ചൺ പണിതിട്ടില്ല, പിന്നെ രാത്രി കിടന്നുറങ്ങുന്ന മറ്റേ വണ്ടിയിലെ AC ഉള്ളൂ, അങ്ങനെയൊക്കെ. അപ്പോൾ ഒരു വണ്ടി അതിന് വേണ്ടിയിട്ട് അത് അങ്ങ് സെറ്റാക്കി, നല്ല ഇതിൽ കിച്ചണൊക്കെ പണിത്. ഓക്കെ, നമുക്ക് അവിടെ ഒരു ഡൈവേഷൻ എടുക്കാം. ഒരു സാധാരണ ഒരു ട്രക്ക് ഡ്രൈവർക്ക് നമ്മുടെ നാട്ടിലെ ലെയ്ലൻഡ് വണ്ടിയാണെങ്കിലും ഭാരത് ബെൻസ് ആണെങ്കിലും ടാറ്റ ആണെങ്കിലും നമുക്കതല്ലേ മെയിനായിട്ടുള്ളൂ. നമ്മുടെ വിദേശങ്ങളിൽ പോകുമ്പോൾ നമുക്ക് ഈ സ്കാനിയ വള്ളമൊക്കെയാണ് കൂടുതലും. നമ്മളിവിടെ കാറ് പോകുന്നതിനെക്കാട്ടി സ്പീഡിലായിരിക്കും അവിടെ ട്രക്കുകൾ ഫുൾ ഓടി പോകുന്നത്. നമ്മുടെ ഇവിടെ ഇപ്പോഴും ലെയ്ലൻഡിൻ്റെ വണ്ടിയും ബെൻസിൻ്റെ മറ്റേ ഭാരത് ബെൻസിൻ്റെ വണ്ടിയും എന്ന് പറഞ്ഞിട്ട് പതുക്കെ ഉരുട്ടിക്കൊണ്ട് വളയോ നമുക്കേ ഉള്ളൂ. കാരണം കോസ്റ്റ് കുറവാണ്, മറ്റേ കോസ്റ്റ് കൂടുതലാണ്. മറ്റൊരു വണ്ടി വാങ്ങുന്ന പൈസക്ക് ഇത് 10 വണ്ടി വാങ്ങിക്കാം. അതൊക്കെയാണ് അതിൻ്റെ റീസൺസ്. പക്ഷേ അവിടെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ പോകുന്നു. എന്താ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആണ്. ഈ സമയമാണല്ലോ ഏറ്റവും വലിയൊരു ഫാക്ടർ. ഫാസ്റ്റായിട്ട് പോകുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ ഫാക്ടർ. അപ്പോൾ അങ്ങനെ പോകുന്നു, സൗകര്യങ്ങൾ കൂടുന്നു. ഇവിടെയും ഇപ്പോൾ എനിക്കൊന്ന് ഭാരത് ബെൻസ് ഒക്കെ വന്നപ്പോഴാണെന്ന് തോന്നുന്നു ഈ ഡ്രൈവേഴ്സിന് വേണ്ടി വണ്ടി പണിത് തുടങ്ങിയത്, അല്ലേ? ഡ്രൈവേഴ്സിൻ്റെ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്ത് കുറച്ച് വണ്ടികൾ പണിത് തുടങ്ങിയത് ഭാരത് ബെൻസ് വന്നപ്പോഴാണ്. പിന്നീടാണ് ഇപ്പോൾ വീണ്ടും പുതിയ ലെയ്ലൻഡ് ആണെങ്കിലും ടാറ്റ ആണെങ്കിലും കുറേയൊക്കെ അവർ മാറി വരുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴും പഴഞ്ചൻ രീതിയിൽ പഴയ ബേസിക് സാധനം വെച്ചുകൊണ്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്ന ടീമുകളായിരുന്നു. പിന്നെ സ്കാനിയുടെ ട്രക്കുകളും മറ്റ് ട്രക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പൊതുവെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ കേരളത്തിലെ ഡ്രൈവർമാർക്ക് AC ഇല്ലാത്ത വണ്ടി ഓടിക്കാൻ ഡ്രൈവറെ കിട്ടാൻ പാടാതെ. ശരിയാണോ? ഇപ്പോഴാണ് AC ഇപ്പോഴല്ലേ വന്നുള്ളൂ. അതെ, നേരത്തെ ഇപ്പം ഞങ്ങളുടെ വണ്ടി എനിക്ക് തോന്നുന്നത് 2014 തൊട്ട് എല്ലാ വണ്ടി AC-യാണ്. 2014 തൊട്ട്. അപ്പോൾ അന്നൊന്നും ഇവിടെ ഉള്ളവർ ഓണർമാർ AC ഉള്ള വണ്ടി എടുക്കുകയില്ല. എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡ്രൈവർമാർ ചെല്ലുന്നിടത്തൊക്കെ AC ഇട്ട് കിടന്നുറങ്ങും, ഡീസൽ പോവും, അങ്ങനെ ഇങ്ങനെ. പക്ഷെ ഞാൻ AC ആദ്യം വന്നപ്പോൾ തൊട്ടേ നമ്മുടെ എല്ലാ വണ്ടി AC-യാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യമെന്ന് വെച്ചാൽ ഡ്രൈവർമാർക്ക് കംഫർട്ടായിട്ടും ഒരു റെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു വലിയ ടയർഡാകുകയില്ല. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കും നല്ലത് തന്നെയാണ്. ഡ്രൈവറായിട്ട് പോയേക്കുന്നതുകൊണ്ട് ആ ഡ്രൈവറുടെ ഒരു ബുദ്ധിമുട്ട് അറിയാമല്ലോ. അതെ, ഒരുപാട് കാലം ഡ്രൈവറായിട്ട് പോയതുകൊണ്ടും ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടും നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ കൂടുതൽ വണ്ടികൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഡ്രൈവർമാർ AC വണ്ടിയിലേക്ക് പോകാൻ തുടങ്ങി. അപ്പം ബാക്കി AC എടുക്കാതെ നിൽക്കുന്നവർക്കും AC വണ്ടി വേണം എന്നുള്ളൊരു സംഭവം. AC ഒരു ബേസിക് സാധനമായി. ഈ വണ്ടികളിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണുള്ളത്? എന്തൊക്കെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഫെസിലിറ്റി ഉണ്ട്? എന്തൊക്കെ ഡ്രൈവർക്ക് ഉറങ്ങാനുള്ളതും അങ്ങനെ എന്തൊക്കെ ഫെസിലിറ്റിയാണ് ഇപ്പോൾ ഇറങ്ങുന്ന നിങ്ങളുടെ വണ്ടികളിലൊക്കെ ഉള്ളത്? അത് നമ്മുടെ വണ്ടിയിൽ ഒന്ന് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ പോകുന്ന കസ്റ്റമൈസ് ചെയ്ത വണ്ടിയിലല്ല, മൊത്തത്തിൽ. അതും ഇതും വലിയ വ്യത്യാസമൊന്നുമില്ല. അതിനകത്തൊരു ഇലക്ട്രിക് AC കൂടെ എക്സ്ട്രാ ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ കിച്ചൺ ഇച്ചിരി നല്ലപോലെ പണിതിട്ടുണ്ട്. അതിന് ഈ കൊണ്ടുവന്ന എല്ലാവരും ഒന്നും ഇത് നല്ലപോലെ ഒന്നും കിച്ചണൊന്നും ആണെങ്കിലും മെയിൻറ്റെയിൻ ചെയ്ത് നോക്കുന്നവരില്ല, കുറവാണ്. അപ്പം ഇതിലുള്ള സൗകര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഡ്രൈവർമാർക്ക് 2 പേർക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രൈവിംഗ് സീറ്റ് കഴിഞ്ഞിട്ട് ബാക്കി ഫുള്ള് ബെഡാണ്. അപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാം. പിന്നെ AC ഉള്ള വണ്ടി ആയതുകൊണ്ട് സാധാരണ എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ചാൽ വൈകുന്നേരം കിടക്കുന്ന സമയത്ത് നല്ലപോലെ ഒരു 10-15 മിനിറ്റ് AC ഇട്ട് നല്ലപോലെ ക്യാബിൻ അങ്ങ് തണുപ്പിക്കും. എന്നിട്ട് ഗ്ലാസ് പൊക്കിയിട്ടിട്ട് കിടന്നുറങ്ങും. പിന്നെ അന്നേരം ഒരു നേരം വെളുക്കാറാകുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി ചൂടായിരിക്കും. അന്നേരം ഒന്നുകൂടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് AC ഇട്ട്. അതുകൊണ്ട് തന്നെ ഡ്രൈവർമാർക്ക് ഈ കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം കൊതുകടിയും ഭയങ്കര ചൂടും അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അതിൽ നിന്നൊക്കെ ഒരുപാട് ഇതായി. പിന്നെ ടയറൊക്കെ ട്യൂബ്ലെസ് ആണ്. പിന്നെ അത് മെയിനായിട്ട് ക്യാബിൻ AC, അതാണ് മെയിൻ ഒരു ഡ്രൈവർമാർക്കൊരു ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇപ്പം വരുന്നതിനകത്ത്. അത്ര സൗകര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഇവിടെ ഉള്ള വണ്ടിക്കുള്ളൂ. അതിനുള്ള ക്യാബിനും ഉള്ളൂ. എന്നു വെച്ചാൽ റോഡ്
നമ്മുടെ ഇവിടെ ചെറുതായതുകൊണ്ട് തന്നെ വലിയ ഇപ്പോൾ ഈ അമേരിക്കയിലെ വണ്ടി പറഞ്ഞ പോലെ ആ ടൈപ്പ് വണ്ടിയൊന്നും ഇവിടെ ഓടിക്കാനും പറ്റത്തില്ല. അപ്പോൾ എന്ന് വെച്ചാൽ ഓടിച്ചു പോവാം, പക്ഷേ ഏതെങ്കിലും ലോഡ് കയറ്റുന്ന സ്ഥലത്ത് ഇത് ചെല്ലുകയല്ല ഈ വണ്ടി, ഇറക്കാൻ ചെല്ലുന്ന സ്ഥലത്ത് ചെല്ലുകയല്ല. അതാണ് പ്രശ്നം. നമ്മുടെ വഴികളെല്ലാം ചെറുതായാണ്. ക്യാബിന്റെ ആ ഒരു സൈസിന്റെ ലിമിറ്റേഷൻ അത് വലുതല്ലേ. ഒത്തിരി തിരിയണതിലൊക്കെ സ്ഥലം വേണം. അത്രയും വലിയൊരു വണ്ടിക്കുള്ള ഒരു ഇതില്ല. അതാണ് വരുമായിരിക്കും ഭാവിയിൽ. അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നിങ്ങൾ ആ വണ്ടി നിങ്ങളുടെ രീതിയിലേക്ക് നിങ്ങളൊരു പുതിയ വണ്ടി വാങ്ങിച്ച് സെറ്റാക്കി. അത് പറഞ്ഞോ. പുതിയ വണ്ടിയല്ല, പുതിയ വണ്ടിയല്ല, പഴയ വണ്ടി. അത് നമ്മുടെ ഏറ്റവും പഴയ വണ്ടി. ശരി, അത് നിങ്ങൾക്ക് വേണ്ടി മാറ്റി. ആ വണ്ടി ഇതിനു വേണ്ടി തന്നെ വെച്ച് അതിലൊരു ഇലക്ട്രിക് AC കൂടെ വെച്ചു. എന്ന് വെച്ചാൽ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഇലക്ട്രിക് AC ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് AC കിടന്ന് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പോലെ തന്നെ കിടന്നുറങ്ങാം. അതാ ഒരു മെയിൻ കാര്യം. പിന്നെ ബാക്കി കിച്ചണും ചെറിയ ചെറിയ കുറച്ച് സാധനങ്ങൾ എല്ലാം കൂടെ ചെയ്തപ്പോൾ അതിന് വേണ്ടി തന്നെ ഒരു വണ്ടിയാണ്. പിന്നെ ആ വണ്ടിയിൽ ഈ 6 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് ഇപ്പോൾ ഏകദേശം ഒരു 3 വർഷമായിട്ട് കണ്ടിന്യൂസ്. ഈ വണ്ടിയല്ല, കുറച്ചുകൂടെ വേറെ വണ്ടിയല്ലേ 87, അത് കഴിഞ്ഞല്ലേ? അല്ല, 6 മാസം കഴിയുമ്പോൾ നമ്മൾ ആ ഒഡീഷ പോയ ട്രിപ്പ് തൊട്ട് ആ ട്രിപ്പ് തൊട്ട് അന്നേരം അതുവരെ എങ്ങനെയാണെന്നറിയോ, ഈ വീഡിയോ എപ്പോഴേലുമൊക്കെ ഒരു ദിവസം വന്നിട്ട് അല്ല ആഴ്ചയിൽ 1, 2, 3 വീഡിയോ ഇടുന്നത്. ആ ഒരു ട്രിപ്പ് തൊട്ട് ഡെയിലി വീഡിയോ ഇടാൻ തുടങ്ങി. അത് നിങ്ങളെയൊക്കെ ഒരുപാട് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പല കാര്യം അങ്ങനെയാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത് ഓരോന്നും പല കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ടൊക്കെ അതിൽ ഏറ്റവും അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നാണ്. ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്ത ആളാണ് സുജിത് ഭക്തൻ. അപ്പം പല കാര്യങ്ങളും പക്ഷേ പലപ്പോഴും വിളിക്കണമെന്നൊക്കെ ഓർക്കുമ്പോഴും പിന്നെ നിങ്ങൾ ഭയങ്കര തിരക്കാണല്ലോ. ഇതിപ്പോൾ അതുമല്ല, ഇന്ത്യയിൽ തന്നെയല്ലോ ഇതുപോലെ യാത്ര ചെയ്യുന്ന ആളല്ലേ. അപ്പോൾ എപ്പോഴും പറയാം. പിന്നെ ഞാൻ ഇടയ്ക്ക് ഷെറിനെ ചോദിച്ചപ്പോൾ ഷെറിന് എനിക്ക് നമ്പർ തന്നു. വിളിച്ചോ, കുഴപ്പമൊന്നുമില്ല, ഉള്ള സമയത്താണ് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് അന്ന് ഒരു ദിവസം വിളിച്ച് ഓർക്കുന്നുണ്ടോ, ഞങ്ങൾ ലഡാക്കിന് പോകുന്നതിന് മുമ്പ് വിളിച്ച്. അപ്പം പുതിയ ബസ് എടുത്തിട്ട് അതിന് അപ്പം അങ്ങനെ അപ്പം ഇങ്ങനെ പിന്നെ കണ്ടിന്യൂസ് ഡെയിലി വീഡിയോ ഇടാൻ തുടങ്ങി. അങ്ങനെ അപ്പം പിന്നെ ഓരോ ട്രിപ്പും നമ്മൾ ഈ പോകാത്ത സ്ഥലങ്ങളിലേക്ക് കൂടെ അത് തന്നെയല്ലേ ഇവർക്ക് പിന്നെ യാത്ര ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ ഓരോ സ്ഥലം പോകണം എന്നുള്ളൊരു ഇതായി. പോകാത്ത സ്ഥലങ്ങൾ ഒരുപാടുണ്ടല്ലോ. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും കൂടെ പോകാൻ ബാക്കി ഒരുവിധം പെട്ട എല്ലാ സ്ഥലങ്ങളിലും പോയി. ഇനിയിപ്പോൾ ഒരു 3 സ്റ്റേറ്റേ ഉള്ളൂ. അതായത് മണിപ്പൂരും മിസോറാമും സിക്കിമും പോയിട്ടുണ്ട്, പക്ഷേ ലോറിയും കൊണ്ട് പോയിട്ടില്ല. ഈ 3 സ്റ്റേറ്റേ ഉള്ളൂ. ബാക്കി എല്ലായിടത്തും ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റും പോയി. ഈ 3 വർഷം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് പോയി. അതിൽ കുറേ കാരവനിൽ പോയി, പക്ഷേ ഏറ്റവും കൂടുതൽ ലോറിയിലാണ് പോയേക്കുന്നത്. അത് നിങ്ങൾ ക്യാരവനിൽ പോയപ്പോൾ എന്താ മണിപ്പൂരും അവിടെ പോകാറുണ്ട്? അങ്ങോട്ടല്ല പോയി, ഇങ്ങോട്ട് ലഡാക്ക് സൈഡിലല്ലേ. അങ്ങോട്ട് പോയില്ല. കാരവനും കൂടെ അങ്ങോട്ട് പോയില്ല. ഞങ്ങൾ കാരവൻ കൊണ്ട് പോയെന്ന് പറഞ്ഞാൽ ഒന്ന് കുംഭമേളയ്ക്ക് പോയി. കുംഭമേളയ്ക്ക് പോയത് ഞങ്ങൾ അരുണാചലിൽ പോയിട്ട് അന്ന് രാവിലെ 6 മണി 7 മണിയായപ്പോൾ വീട്ടിൽ വന്നു. വൈകിട്ട് തന്നെ പോയി. അരുണാചലിന് ലോറിയും കൊണ്ട് പോയിച്ച് രാവിലെ 6 മണിക്കാണ് വീട്ടിൽ വരുന്നത്. അന്ന് വൈകുന്നേരം 6-7 മണിയായപ്പം എന്ന് വെച്ചാൽ അത് സമയം തീരാറായിരുന്നു. അപ്പം വൈകുന്നേരം വന്നിട്ട് അന്നേരം തന്നെ കുംഭമേളയ്ക്ക് പോയി. അത് കണ്ടിന്യൂസ് ഓടിപ്പോയത്. അത് ഫസ്റ്റ് ട്രിപ്പ് കാരവനിൽ പോയത്. അത് കഴിഞ്ഞ് പിന്നെ അരുണാചലിൽ പോയിട്ട് 29ാമത്തെ ദിവസമാണ് വീട്ടിൽ വരുന്നത്. അന്ന് വൈകിട്ട് തന്നെ ഇതുകൊണ്ട് പിന്നെ നിങ്ങളൊരു കാരവൻ ബിൽഡ് ചെയ്യാനുള്ള റീസൺ എന്തായിരുന്നു? അത് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും ഓർക്കും നമ്മൾ ബ്ലോഗ് ഉള്ളതുകൊണ്ട് കാരവൻ എടുത്താന്ന്. ഒരിക്കലും അല്ല. എനിക്ക് പണ്ട് തൊട്ടുള്ള ഒരു സ്വപ്നമായിരുന്നു ഒരു കാരവൻ എടുക്കണമെന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എടുത്തെന്നുള്ളൂ. കൊറോണയ്ക്ക് മുമ്പൊന്ന് നോക്കി, കോവിഡിന് മുമ്പൊന്ന് നോക്കി. പക്ഷേ അന്നേരം എടുക്കാൻ വന്നപ്പോഴത്തേനും കോവിഡ് വന്നു, പിന്നെ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അതിന് ശേഷം പിന്നെ 2023 എടുത്തത്. അത് ഏതിലാണ് ബിൽഡ് ചെയ്തേക്കുന്നത്? ഭാരത് ബെൻസിൻ്റെ 10-17 ചേസിൽ. ഓക്കെ. അത് അപ്പോൾ പിന്നെ അത് ഇച്ചിരി വലിയ വണ്ടിയാണ്. അതുകൊണ്ട് ചെറിയ വഴിക്കൊക്കെ പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാരവൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് നിങ്ങൾ ഓടിക്കുന്ന പോലെ ഒരു വലിയ വണ്ടി, ഒരു കാരവൻ, കിടക്കാനുള്ള സൗകര്യം, കുക്കിംഗ് ചെയ്യാനുള്ള സൗകര്യം, ബാത്റൂം, ഇങ്ങനെയുള്ള സംഭവം. ഇത് കാരവൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് മാത്രമേ നമുക്ക് ഇപ്പോൾ ഉള്ളൂ. ഒരു മോട്ടോർ ഹോം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ശരിക്കും ആയിട്ടില്ല. ഈ മോട്ടോർ ഹോമുകൾ വന്നാൽ മാത്രമേ സാധാരണക്കാരന് ഇതിലേക്ക് വരാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു സാധാരണക്കാരൻ നിങ്ങളുടെ പോലത്തെ വണ്ടി വാങ്ങിച്ച് ഓടിക്കാൻ പറ്റില്ല. അതായത് ഇപ്പം എനിക്ക് ട്രക്ക് ഓടിക്കാനുള്ള ലൈസൻസ് ഇല്ല, ഹെവി ലൈസൻസ് ഇല്ല. അപ്പോൾ എനിക്ക് എങ്ങനെ ഇത് ഓടിക്കാൻ പറ്റും? നേരെ മറിച്ച് ഒരു ട്രാവലർ പോലെയുള്ള ആ ഒരു സൈസിലുള്ള ഒരു വണ്ടിയിൽ ഒരു മോട്ടോർ ഹോം വരികയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. ഇത് ഈസി ആയിട്ട് വരും. ട്രാവലറിലൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്തെടുക്കുന്നതിനകത്ത് എന്താ കാര്യമില്ല. ഞാൻ പറയട്ടെ ഇപ്പം നിങ്ങളിപ്പോൾ ബോഡി കെട്ടിയെടുത്തു, നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ബോഡി കെട്ടിയെടുത്തു. അതിനകത്ത് ധാരാളം സുരക്ഷാ മാനദണ്ഡങ്ങളുടെ പ്രശ്നങ്ങളും അതും ഇതൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ARAI അപ്രൂവൽ ഉണ്ട്, ഡിസൈൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും ഇത് ഒരു വീട് ബിൽഡ് ചെയ്യുന്ന പോലെ ആണല്ലോ. ഇതിനൊരു സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോൾ ഇല്ലല്ലോ, അങ്ങനെ സംഭവം ഇല്ലല്ലോ. ഇതൊരു ഇല്ലാത്തൊരു സാധനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ലീഗലി ചെയ്തിരിക്കുന്നൊരു സംഭവം. അങ്ങനെയല്ല ഇതിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു വസ്തുത അതാണല്ലോ. പക്ഷേ ഒരു വാഹന നിർമ്മാതാവ് ഇതേ സാധനം
ചെയ്യുമ്പോൾ ഇതുപോലെ അല്ല ചെയ്യാൻ പറ്റുക. അതിന് പ്രോപ്പറായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ടാവും, പല കാര്യങ്ങളുണ്ടാവും. നമ്മൾ ഈ പറഞ്ഞ പോലെ വീട്ടിൽ വെക്കുന്ന പോലത്തെ സ്പ്ലിറ്റ് എ സി ഒന്നും വണ്ടിക്കകത്ത് വെക്കേണ്ട അവസ്ഥ വരില്ല. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മാറും. പിന്നെ ഈ വണ്ടിയുടെ ബോഡി റോളിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ, വണ്ടിയുടെ ബ്രേക്കിങ്ങിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ, അങ്ങനെ പല സേഫ്റ്റി പ്രോട്ടോക്കോൾ നോക്കിയിട്ടേ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വാഹന നിർമ്മാതാവ് ഇപ്പോൾ നമ്മുടെ ഫോഴ്സ് തന്നെ നോക്കട്ടെ, ഫോഴ്സ് തന്നെ ഇത്തരത്തിലൊരു വണ്ടിയുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് വാങ്ങാൻ, കാരണം അവർക്കൊരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്താലേ ഇത് ഇറക്കാൻ പറ്റുള്ളൂ. ഒരു 1000 വണ്ടി ഇറക്കി കഴിഞ്ഞാൽ ഈ 1000 വണ്ടി ഇറക്കിയാൽ വാങ്ങാൻ ഇവിടെ ആളുണ്ടോ എന്നുള്ളത് അവർക്ക് അറിയാത്തതുകൊണ്ടാണ് ഇതുവരെ ആരും ഇറക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, ആ പറഞ്ഞ കാര്യം കറക്റ്റാണ്. കമ്പനി കാരവൻ ബിൽഡ് ചെയ്ത് വരണം വെളിയിൽ. ഒരു ഈ പറയുന്ന യൂറോപ്പിലൊക്കെ ഉള്ള പോലെ അങ്ങനെ വന്നാലേ പറ്റുള്ളൂ. അത് ഈ കാരവൻ്റെ തന്നെയല്ല, ഈ നൈറ്റ് സർവീസ് ബസ് പോലും ബോഡി ബിൽഡർമാർ ഒരുപാട് ഒന്നും ശ്രദ്ധിക്കത്തില്ല, ചുമ്മാ വെട്ടിക്കൂട്ടം എങ്ങനെയാലും ഉണ്ടാക്കി വിടുകയുള്ളൂ. പക്ഷേ കമ്പനി ബോഡിയാണെങ്കിൽ അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ടാവും, ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. അത് ശരിയാണ്. അത് തന്നെയല്ല, ഇപ്പം ഞങ്ങളെടുത്ത പോലെയുള്ള ഒരു വലിയ വണ്ടി, അതൊരു സാധാരണ ഒരു ഫാമിലിക്ക്, ഇപ്പം നിങ്ങളൊരു വണ്ടി എടുക്കുകയാണെങ്കിൽ അത്രയും വലിയ വണ്ടിയുടെ ആവശ്യമില്ല, നമുക്ക് പറ്റത്തുമില്ല, ഓടിച്ചുകൊണ്ട് നടക്കാനും പാടാം. അത് വലിയ വണ്ടി ഓടിച്ച് പരിചയമുണ്ടെങ്കിലേ അതുകൊണ്ട് നടക്കാൻ പറ്റുള്ളൂ. ഡ്രൈവിങ് മാത്രം പഠിച്ചാലും പോരാ. ഇപ്പം ഈ വണ്ടിയും കൊണ്ട് നടക്കണ വയറിങ്ങും പ്ലംബിങ്ങും എന്ന് വേണ്ട, എല്ലാ പണിയും പഠിച്ചാലേ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഇതാണ്. പിന്നെ ഒരുപാട് സ്വിച്ചുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതേസമയം ഒരു കമ്പനി ബിൽഡ് ചെയ്ത് പറ്റുന്ന ഒരു വണ്ടിയാണെങ്കിൽ, ഞാൻ 35 ദിവസം UK അയർലൻഡും ഒരു മോട്ടോർ ഹോം ഓടിച്ചുകൊണ്ട് നടന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ. ഞങ്ങൾ രണ്ടുപേരും 35 ദിവസം അതിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കി, അതിൽ തന്നെ കിടന്നുറങ്ങി. 4 പേർ കിടന്നുറങ്ങാൻ പറ്റും. ഒരു ബാത്റൂം ഉണ്ട്, അതിൽ തന്നെ കുളിക്കാനും എല്ലാ പരിപാടികളും പറ്റും. ഞങ്ങളുടെ ആ ഓഫീസ് റൂം എല്ലാം ഉണ്ട്, അതിനകത്ത് എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഞങ്ങളൊരു കാർ ഓടിച്ച് നടക്കുന്ന ലാഘവത്തിൽ ആ വണ്ടി ഓടിച്ചു നടന്നത്. ഭയങ്കര സിമ്പിളായിരുന്നു, അത്ര എളുപ്പമായിരുന്നു. എല്ലാം ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ല, എല്ലാം സിമ്പിളാണ്. ആകെ ഒറ്റ കാര്യം, 2 ദിവസം കൂടുമ്പോൾ ടോയ്ലറ്റ് വേസ്റ്റ് പൗഡർ സാധനം അത് എടുത്ത് കളയുക, ഡിസ്പോസ് ചെയ്യുക, വെള്ളം നിറയ്ക്കുക, അത്ര കാര്യം, ബേസിക് കാര്യങ്ങൾ. വെള്ളം നിറയ്ക്കുക, വേസ്റ്റ് വെള്ളം കളയുക, അത് ചുമ്മാ വഴിയിലൊഴുക്കി കളയാൻ പറ്റില്ലല്ലോ. അത്തരം കാര്യങ്ങൾ നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പ്രോപ്പറായിട്ട് ക്യാമ്പ് സൈറ്റുകളുണ്ട്. ക്യാമ്പ് സൈറ്റുകളിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. ക്യാമ്പ് സൈറ്റുകൾ തന്നെ വേണമെങ്കിൽ ബാത്റൂമുകൾ വേറെ ഉണ്ടാവും. ഇതിൽ കുളിക്കേണ്ടാത്തവർക്ക് അവിടെ പോയി കുളിക്കാം. അപ്പോൾ അങ്ങനെ ഇതൊരു കൾച്ചർ ലോകമെമ്പാടും ഉണ്ട്. നമുക്കിവിടെ ഇപ്പോഴും ഇത്രയും വലിയ രാജ്യമായിട്ടും ആയില്ല. അത് ഭയങ്കര ഒരു വിഷമം ഒരു കാര്യമാണ്. അതല്ലല്ലോ, ശരിക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ശരിക്കും കേരളത്തിൽ കാരവൻ പാർക്കുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഒന്നുമില്ല. ഇവിടെ ക്യാരവനെ അറിയുള്ളൂ, മോട്ടോർ ഹോം കൺസെപ്റ്റ് ഇല്ലെന്നേ. ഇല്ല. ക്യാരവൻ എന്ന് പറഞ്ഞാൽ എന്താ, മോട്ടോർ ഹോം എന്ന് പറഞ്ഞാൽ എന്താ, സ്വന്തമായിട്ട് ഓടിച്ച്. ഇപ്പം നിങ്ങൾ ആരെങ്കിലും ഓടിക്കുന്ന വണ്ടിയിൽ ഇതേപോലെ കയറി ഇരുന്ന് പോകാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? ഇല്ല. ഇഷ്ടപ്പെടുമോ? നമുക്ക് സ്വന്തമായിട്ട് ഓടിച്ചോണ്ട് പോയി, നമുക്ക് സ്വന്തമായിട്ട് പ്രൈവസിയോട് കൂടി പോയിട്ട് വരണ്ടേ. അതെ. അല്ലാതെ ആരെങ്കിലും ഓടിക്കുന്ന വണ്ടി നമ്മൾ കയറി പോകുന്നതിന് എന്ത് ഫണ്ണാവില്ല. അതാണ് ഇവിടുത്തെ ടൂറിസം അധികാരികൾ ചെയ്തു വെച്ച കാരവൻ പാർക്ക്. ഞാൻ അത്ര കണ്ടിട്ടുള്ളൂ. അല്ല, കാരവൻ ടൂറിസം അതില്ലല്ലോ. പാർക്കെന്ന് പറയാൻ പേരേ ഉള്ളൂ. അവിടെ ഞങ്ങളിവിടെ ഫസ്റ്റ് ഈ വണ്ടി കിട്ടിയപ്പോൾ എന്നാൽ വാഗമണ്ണ് പോകാമെന്ന് പറഞ്ഞു. അവിടെ കാരവൻ പാർക്ക് ഉണ്ടല്ലോ എന്നൊക്കെ വാർത്തയിലൊക്കെ കണ്ടേ ഉള്ളൂ, നമ്മളും അറിയത്തില്ല. ഞങ്ങൾ നേരെ വാഗമണ്ണ് പോയി. വീട്ടിൽ നിന്ന് 40 കിലോമീറ്റർ ഉള്ളൂ. വാഗമണ്ണിൽ ചെന്ന് വൈകുന്നേരം ഇതൊന്ന് പാർക്ക് ചെയ്യാൻ എവിടെ കൊണ്ട് പാർക്ക് ചെയ്യും? അന്നേരം നോക്കിയപ്പോൾ അവിടെ ഇല്ല. അവിടെ ഉണ്ട്. അത് ഒരു വ്യക്തിയുടെ സ്ഥലത്ത് ചെയ്തേക്കുന്ന, അത് അവർക്കൊരു വണ്ടിയുണ്ട്, ആ വണ്ടി മാത്രമേ അതിനകത്ത് അലോഡുള്ളൂ. അതൊക്കെ ലോക്ക് ചെയ്തിട്ടേക്കാം. ശരി. അപ്പം പിന്നെ ഞങ്ങൾ എന്നിട്ട് അവിടെ ഒരു പ്രൈവറ്റ് സ്ഥലത്ത് കയറ്റി വണ്ടി ഇട്ടിട്ടാണ് കിടന്നതെന്ന്. അതാ അവസ്ഥ. അല്ല, ഇത് ഭയങ്കര മോശമാണ്. കാരണം നമ്മളൊരു പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ അത് പ്രോപ്പറായിട്ട് അത് വരുമ്പോൾ വേറൊരു കാര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു സ്ഥലത്ത് കയറ്റിയിട്ട് കിടന്നുറങ്ങി. രാത്രി 1 മണിയായി, 1-1:30 ആയപ്പം ഒരു വണ്ടി കൊണ്ട് റോഡിൽ നിർത്തി. റോഡിൽ നിന്ന് ഒരു 10-15 മീറ്റർ ഉള്ളിലേക്കായി വണ്ടി കിടക്കുന്നത്. ഒരു വെട്ടവും ഇല്ല, ഒന്നുമില്ല. ഈ വണ്ടി ചുമ്മാ കിടക്കുക. ഒരു വണ്ടി വന്ന് നിൽക്കുന്ന സൗണ്ട് കിട്ടും. എന്നിട്ട് വണ്ടിക്കിട്ട് വന്ന് ഭയങ്കര തട്ടാണ്. അപ്പോൾ ഞാനും വൈഫും അമ്മയാണ് ഉള്ള വണ്ടിക്കകത്ത്, മോളും ഉണ്ട്. ഈ തട്ട് കുറേ നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്കാതെ കിടന്നു. 1:30 ആയി, സമയം തുറക്കണം. ഞാൻ ഇപ്പം എന്നിട്ട് ഇറങ്ങി ഫ്രണ്ടിലേക്ക് വരുമ്പോഴേ പോലീസുകാരാണ് അവർ 2 പേരും ഇടങ്ങിയത്. വന്ന് എന്നാ ഇവിടെ പരിപാടി ഇതാ ചോദിക്കുന്നത്. ഞാൻ ചോദിച്ചു എന്നാ സാർ? അപ്പം ഞാൻ പറഞ്ഞു, സാറേ ഇത് കാരവനാ. ഉടനെ വീണ്ടും ചോദിക്കുക എന്നാ ഇവിടെ പരിപാടി. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളിവിടെ കിടന്നുറങ്ങാൻ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായല്ലോ, ഇവിടെ ലൈറ്റും ഇല്ല, ഒരു സൗണ്ടൊന്നുമില്ല. ഉടനെ അവർ പറയുന്നത് രണ്ടാമത്തെ ചോദ്യം, ഇത് ആരോട് ചോദിച്ചിട്ട് ഇവിടെ കയറ്റിയിട്ടെ? അപ്പം ഞാൻ പറഞ്ഞത് ചോദിക്കേണ്ടവരോട് ചോദിച്ചിട്ടാണ് കയറ്റിയിട്ട്. എവിടെ ഇട്ടിരുന്നത്? വാഗമണ്ണിൽ അവിടെ ഫോറസ്റ്റിൻ്റെ കോമ്പൗണ്ടില്ല. അതാ അവിടുത്തെ ഓഫീസറോട് ചോദിച്ചിട്ടുവാ. ഉടനെ വെച്ചാൽ ആരോട് ചോദിച്ചു? അപ്പോൾ പറഞ്ഞു അത് ഞാൻ ആളുടെ പേര് പറഞ്ഞു, ഇനി ആളോട് ചോദിച്ചിട്ടാണ്. എന്നിട്ട് അങ്ങ് പോയി. അപ്പോൾ അതാ നമ്മുടെ ഇവിടുത്തെ ഒരു പ്രശ്നം. കാരവൻ പാർക്കുണ്ട്, പക്ഷേ ഇടാൻ പറ്റിയില്ല. ഒരു കാരവനെ കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് പോലും നമ്മളവിടെ കിടന്ന്
ഒച്ച ഇടുവോ ബഹളം വെക്കുവോ ലൈറ്റ് ഇട്ടോ ഒക്കെയാണ്. ഇത് വണ്ടി ലൈറ്റ് ഓഫ് ചെയ്ത് ഞങ്ങളവിടെ കിടന്ന് ഉറങ്ങും. അന്നേരം വന്ന് വണ്ടിക്കിട്ട് തട്ടിയിട്ട് ഈ ചോദിക്കുന്നത്. അത് ഏറ്റവും ആദ്യത്തെ അനുഭവമാണ്. ആദ്യം ട്രിപ്പിന് പോയതാണ്. പക്ഷെ അത് നമ്മൾ കേരളത്തിലുള്ള എവിടെ വണ്ടി കിടന്നെന്ന് പറഞ്ഞാലും ഒരു മനുഷ്യൻ വന്ന് ചോദിക്കില്ല. ഇല്ല. ആണോ? ഒന്നുമില്ല. ചുമ്മാ റോഡ് സൈഡ് നമ്മൾ ഒതുക്കിയിട്ട് അവിടെ എന്നാന്ന് പോലും ഒരു മനുഷ്യൻ അന്വേഷിക്കില്ല. ഞങ്ങൾ ഈ 52 ദിവസം എടുത്തു ലഡാക്ക് പോയിട്ട് വരാൻ. 52 ദിവസം ഈ കാരവനിലായിരുന്നു. വഴിയിലൊക്കെ കിടന്നുറങ്ങി, ആരും ചോദിച്ചിട്ടില്ല ഒന്നും. വേറെ ഏതായാലും വന്നാൽ ഒരു ഹോട്ടലിൻ്റെ പാർക്കിങ്ങിൽ അല്ലെങ്കിൽ ഒരു പമ്പിൻ്റെ അടുത്ത്, ഇനി അല്ലെങ്കിൽ വിജനമായ സ്ഥലമാണെങ്കിലും നല്ല വീതിയുള്ള സ്ഥലം ഉള്ളിലേക്ക് കയറ്റിയിടാൻ അവിടെ കയറ്റിയിട്ട് കിടക്കും. ഒരു മനുഷ്യൻ വന്ന് ചോദിക്കില്ല എന്നാ നിങ്ങളിവിടെ കിടക്കുന്നതെന്ന്. വല്ല കുക്ക് ചെയ്യുന്നതൊക്കെ കാണുവാണെങ്കിൽ ഇത് ഒരു അതിശയം കൊണ്ട് വന്ന് നോക്കും, അത്രേ ഉള്ളൂ. കേരളത്തിൽ നമ്മൾ ഭയങ്കര സുരക്ഷ നോക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് കേരള പോലീസ് ശുഷ്കാന്തി അല്ലേ. ശരിക്കും ഈ 52 ദിവസം നിങ്ങൾ പോയിട്ട് വന്നില്ലേ, ഈ ഒരു യാത്രയിൽ നിങ്ങൾക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ളൊരു മൊമെൻ്റ് എന്തായിരുന്നു? കാരവനിൽ ഒരുപാടുണ്ട്, പറയാന്ന് പറഞ്ഞാൽ ഒത്തിരി ഉണ്ട്. പഹൽഗാമിൽ പോയി കിടന്നവർ ഭയങ്കര ഇതായിരുന്നു. എന്നുവെച്ചാൽ നമ്മൾ യുദ്ധസമയത്തല്ലേ സമയം കഴിഞ്ഞ ഉടനെ ഞങ്ങൾ അവിടെ ചെന്ന്. അപ്പം ആരും ഇല്ലാത്ത അല്ലേ, ഒരു ടൂറിസ്റ്റുകൾ പോലും ഇല്ല, ആരും ഇല്ലായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ. അതിന് മുമ്പൊക്കെ നമ്മൾ ചെല്ലുമ്പം പാർക്കിങ്ങിലൊക്കെ ഒന്ന് കാല് കുത്താൻ പോലും ഇടയില്ലായിരുന്നു. പക്ഷേ ആരും ഇല്ലായിരുന്നു. അവിടുത്തെ ആൾക്കാരൊക്കെ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വണ്ടിയെ കിടക്കണ്ട, ഞങ്ങളുടെ റൂമിൽ വന്ന് ഹോട്ടലിൽ റൂമിൽ കിടന്നോളാൻ പറഞ്ഞു, പൈസ ഒന്നും തരണ്ടെന്ന് പറഞ്ഞു. പിന്നെ ആ പാർക്കിങ്ങിൽ ഇട്ടിട്ട് ഒരു ദിവസം അവിടെ കിടന്നുറങ്ങി പഹൽഗാമിൽ. പിന്നെ അതാണോ അതിലൊക്കെ ഏറ്റവും ഒരു ഭീകരമായ ഒരു സംഭവം ഉണ്ടായില്ലേ? ആ ലഡാക്കിൽ ചെന്നിട്ട് ഞങ്ങൾ രാത്രിക്ക് മറ്റേ അകം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അകം അറിയാമായിരിക്കുമല്ലോ, ഞാൻ പോയിട്ടില്ല, മനസ്സിലായി. അകം സ്ഥലം അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഞാൻ ചുമ്മാ പറഞ്ഞു നമുക്ക് രാത്രിക്ക് കുറച്ച് അങ്ങ് ഓടാന്ന് പറഞ്ഞിട്ട്, ചുമ്മാ രാത്രിക്ക് ആരും ലഡാക്കിൽ ഓടിക്കുകയില്ല. അപ്പോൾ ഞങ്ങൾ ചുമ്മാ അങ്ങ് പോയി. രാനിയച്ചറ വണ്ടി ഓടിക്കുന്നത്. ഇങ്ങനെ അങ്ങ് ചെന്നിട്ട് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്കും ഉണ്ടല്ലോ വഴി അങ്ങ് തീർന്നു പോയി. റോഡിൽ നിറച്ച് പാറ. അവിടെ എല്ലാം ഈ കല്ലിടിഞ്ഞ് വീഴുന്ന സ്ഥലമാണ്. നിറച്ച് പാറ ഇങ്ങനെ നടക്കുക. രാത്രി ഒരു 9 മണിയായി കാണും. അപ്പോഴത്തേനും പെട്ടെന്ന് നോക്കുമ്പം വഴി അവിടെ തീർന്നു, വേറെ വഴിയില്ല. രാത്രി എന്നാ ചെയ്യുന്നതെന്ന് ഓർത്ത് ഇങ്ങനെ. അപ്പം അന്നേരം അനീച്ചാർ പയ്യനുണ്ട്, അവൻ പറയണേ അച്ഛൻ മോളിൽ നിന്ന് കല്ലിടിഞ്ഞ് വീണാണോ എന്ന് സംശയം ഉണ്ടെന്ന് പറഞ്ഞു. ഭയങ്കര പാറയാണ് മോളിൽ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇപ്പം ഞാൻ പെട്ടെന്ന് ഇറങ്ങി വെളിയിൽ നോക്കിയപ്പം അവിടെ ബ്ലോക്ക് ചെയ്തേക്കുന്ന പുറകോട്ടെടുക്കാൻ വണ്ടി പെട്ടെന്ന് അവിടെ നിന്ന് കുറേ പുറകോട്ടെടുത്ത് മാറ്റി നിർത്തി. എന്നിട്ട് അപ്പം ഇടത്തൂടെ ഒക്കെ വണ്ടി ഇടസൈഡിൽ കൂടെ ഒക്കെ വണ്ടി ഇറങ്ങിപ്പോയേക്കുന്നുണ്ട്. പക്ഷേ ഇത് വഴിയാണോന്ന് അറിയത്തില്ല. ഇത് കൊണ്ടുപോയാൽ പിന്നെ തിരിച്ചും കയറാതെ വരും, ഇത്രയും വലിയ വണ്ടിയല്ലേ. എന്നിട്ട് ഞങ്ങൾ ആ വണ്ടി അവിടെ ഇട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും നടന്നങ്ങ് പോയി. ഈ വഴി അപ്പുറം എവിടെ ചെല്ലുന്നതെന്ന് അറിയാം. അപ്പോൾ കുറേ അങ്ങ് നടന്ന് ചെന്നപ്പോഴത്തേക്കും ഈ റോഡ് ഇങ്ങനെ ഒരു നദിക്കകത്തൂടെ ഇറങ്ങി കയറി ചെന്ന് അപ്പുറം വഴി കയറുന്നുണ്ട്. അപ്പോൾ ഈ വഴിപണി നടക്കുന്നതുകൊണ്ട് ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടിരുന്ന ഇവരിറങ്ങി പോയപ്പോഴാണ് ഞങ്ങൾ വണ്ടി ലോക്ക് ചെയ്ത് ഒരു വണ്ടിയായിരുന്നു. ഒരു മനുഷ്യൻ പോലും ഇല്ല, വിജനമായ സ്ഥലം. എന്നിട്ട് പിന്നെ ഞങ്ങൾ അതിലെ ആ നദിക്കകത്തൂടെ ഇറങ്ങി തന്നെ ഈ വണ്ടി രാത്രിയിൽ അത് വഴി പോയി നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ വണ്ടി പോയല്ലോ എന്ന്. അതിൽ കൂടെ ഇറങ്ങി കയറി ഇപ്പുറത്ത് കയറി വന്നിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് ചെന്നപ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോൾ പിന്നെ കുറച്ച് ചെന്നപ്പോഴത്തേന് ഈ വഴിപണി അവിടെ തീർന്നേക്കുക. പിന്നെ പഴയ വഴി തന്നെയാണ്. പഴയ വഴി എന്ന് പറഞ്ഞാൽ ഈ വണ്ടി പോവുകയല്ലെന്ന് പറഞ്ഞാൽ പോകും, ബാഗിലെ ടയർ വെളിയിൽ കൂടെ പോകും, അത്ര വീതിയുള്ളൂ വഴിക്ക്. അപ്പോൾ നടന്ന് കയറി ചെന്നപ്പോൾ അവിടെ എല്ലാം കല്ലെല്ലാം ഇടിഞ്ഞു വീണ് കുറേ പ്രശ്നമുള്ള സ്ഥലമാണ്, വീതിയും കുറവാണ്. അപ്പോൾ അവിടെ എനിക്കറിയായിരുന്നു. അതിന് മുമ്പ് ഞങ്ങൾ എൻഡവറും കൊണ്ട് ഒരു പ്രാവശ്യം പോയത്, അതുകൊണ്ട് അറിയായിരുന്നു. അത് ആളവിടെ നോക്കി നിന്നായിരുന്നു അവിടെ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് തിരിച്ച് അപ്പുറം പോയി കിടക്കാം, രാവിലെ പോകുന്നത്. അവിടുന്ന് റിവേഴ്സ് എടുത്തു. പിന്നെ ഞങ്ങൾ തിരിച്ച് വന്നു. ഇപ്പുറം റോഡ് പണിക്കാരുടെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു, അതിൻ്റെ അടുത്തുകൊണ്ട് ആ റോഡിൽ തന്നെ വണ്ടി നിർത്തിയിട്ട് അവിടെ കിടന്നുറങ്ങി. എന്നിട്ട് പിന്നെ രാവിലെ എടുത്ത് പോകാൻ രാവിലെ പോയത് തന്നെ വലിയ പാടുപെട്ട. അത് എൻഡവറും കൊണ്ട് പോയപ്പോഴും അവിടെ രാത്രി ഞങ്ങൾ പോയ സ്ഥലമാണ്. അതുകൊണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. അന്ന് രാത്രി ചെന്നിട്ടല്ലേ അപ്പുറം റൂമൊന്നും കിട്ടാതെ. അന്ന് ഈ വഴിപണി നടക്കുന്നില്ലായിരുന്നു, പഴയ വഴിയായിരുന്നു. അത് ഇങ്ങനെ പോയിട്ട് കിടന്നു. അപ്പോൾ അങ്ങനെ അതൊരു ഭയങ്കര പേടിച്ചു പോയി. എത്ര നാളും അങ്ങനെ പോയൊരു ഇതില്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വലിയ വണ്ടി ആയതുകൊണ്ടാ. ചെറിയ വണ്ടിയാണ് നമുക്ക് എതിരെയാലും എന്തെങ്കിലും ചെയ്ത് പോവാം. ഓക്കെ, നമുക്ക് എനിക്ക് ചേച്ചിയുടെ ഭാഗത്തുനിന്ന് കുറേ കാര്യങ്ങൾ കേൾക്കാറുണ്ട്. ചേട്ടനാണ് ഏറ്റവും കൂടുതൽ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. ആധികാരികമായിട്ട് പറയാനറിയാവുന്ന ചേട്ടായിക്ക്, അതുകൊണ്ട് എനിക്കങ്ങനെ പക്ഷേ ചേച്ചിയുടെ കാര്യങ്ങൾ ആധികാരികമായിട്ട് ചേച്ചിക്കല്ലേ പറയാൻ പറ്റുള്ളൂ. ഉള്ളിൽ നിന്ന് ഈ വരട്ടെ. യെസ്, ചേട്ടൻ ആദ്യം പറഞ്ഞു നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് കൈക്കൂലി വാങ്ങാറില്ല, പല ആൾക്കാരും വേറെ രീതിയിലാണ് കാണുന്നത്. അതിനെപ്പറ്റി പറയാമോ? ലൈക്ക് നിങ്ങൾ നമ്മളങ്ങനെ സ്ത്രീകൾ ഓടിക്കുന്ന ട്രക്കുകൾ വളരെ കുറവായിട്ടുള്ളത്, അതിനെപ്പറ്റി പറയൂ. അപ്പം നമ്മൾ ഈ ട്രക്ക് ഓടിച്ചുകൊണ്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ ആൾക്കാർക്കൊരു നമ്മളോടൊരു ബഹുമാനമുണ്ട്. അതെനിക്ക് എല്ലായിടത്തും കിട്ടുന്ന ഒരു കാര്യം. ഏത് സ്റ്റേറ്റിൽ ചെന്നാലും
ഉണ്ട്. അത് സാധാരണക്കാരാണേലും ഉദ്യോഗസ്ഥന്മാരാണേലും എല്ലാവരും മറ്റ് വണ്ടിയിലെ ലോറിയിലെ ഡ്രൈവർമാരാണെങ്കിൽ പോലും എല്ലാവർക്കും നല്ല സപ്പോർട്ടാണ്. അത് വലിയൊരു കാര്യമാണ്. പിന്നെ അതാണ് മെയിനായിട്ടൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെന്താ അല്ല എവിടെ ചെന്നാലും ഈ പറഞ്ഞ പോലെ തന്നെ അല്ല എല്ലാവർക്കും ഒരു അതിശയമാണ്. ചെല്ലുമ്പോഴത്തേനും ഭയങ്കര ഒരു ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ പോലും കൈകൂപ്പിക്കൊണ്ട് എൻ്റെ അടുത്തോട്ട് വരാറുണ്ട്, ചായ മേടിച്ച് തരാറുണ്ട്. പൈസ എനിക്ക് ഇങ്ങോട്ട് തന്നിട്ടുണ്ട്, ഇങ്ങോട്ട് പല പ്രാവശ്യം തന്നിട്ടുണ്ട്. അത് ഭയങ്കര രസമാണ്. ആറ്റുകളിൽ ചെല്ലുമ്പോൾ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കണമല്ലോ. ഇത് രാജസ്ഥാനിലേക്ക് ചെന്നപ്പം ഇങ്ങോട്ട് പൈസ കൊടുത്തു 500 രൂപ. മിഠായി മേടിച്ചോളാം ഞാൻ പറഞ്ഞു വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ട് സമ്മതിക്കില്ല. തിരിച്ചു കൊടുത്തിട്ട് പ്രാവശ്യം അങ്ങനെ തന്നിട്ടുണ്ട്, തിരിച്ചു കൊടുത്തിട്ട് മേടിച്ചില്ല. അതുപോലെ തന്നെ ഇവർ വണ്ടിയിൽ ഇരിക്കും, ഞാൻ ആറ്റോയിൽ ഇറങ്ങി ചെല്ലുമ്പോൾ എനിക്ക് ചായ തന്ന് അവിടെ ഇരുത്തും, ചായയൊക്കെ തരും. അങ്ങനെ ഭയങ്കര ഇതാ അതൊക്കെ. അതിനകത്തുണ്ടല്ലോ ഈ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ ആർടി ആണെങ്കിലും പോലീസ് ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടാണ്. ഒരു ലേഡി എന്ന് പറയുമ്പം വെളിയിൽ, കേരളത്തിന് വെളിയിൽ ഒരു കേരളത്തിലില്ലേ? കേരളത്തിലുണ്ട്, അങ്ങനല്ല, ഇച്ചിരി ഇവിടുത്തെ ഉള്ളതിനെക്കാട്ടിൽ കൂടുതൽ ഒരു ബഹുമാനമോ ഒരു കരുതലോ എന്തോ എല്ലാ ആൾക്കാർക്കും. അങ്ങനെ ഒരു ലോറിയിലെ ഡ്രൈവർമാരാണെങ്കിലും ഹിന്ദിക്കാരൊക്കെ ആണെങ്കിലും അവർ എന്നെ കാണുമ്പോഴത്തേനും കാലേ വന്ന് തൊട്ട് തൊഴാറുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഭയങ്കര ഒരു ബഹുമാനവും സപ്പോർട്ടും എവിടെ ചെന്നാലും. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നിപ്പോൾ ഈ നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ വണ്ടിക്കാർ പ്രത്യേകിച്ച് എല്ലാവർക്കും അറിയാം. അത് എവിടെ ചെന്നാലും ആൾക്കാരുണ്ടാവും. നിങ്ങളുടെ വണ്ടി മറ്റുള്ളവർക്ക് ഇപ്പോൾ പരിചിതമായി. ആ ശരി. എന്തിനു പറയുന്നത്, ഇപ്പം ഈ ത്രിപുരയ്ക്ക് പോയില്ലേ, ത്രിപുരയ്ക്ക് ഞങ്ങൾ ആദ്യമായിട്ട് അതാ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ടാണോ? അല്ല, വണ്ടി അറിയാം, യൂട്യൂബിലും ഇതിലെല്ലാം ഉള്ളതുകൊണ്ട് നല്ലപോലെ അറിയാം. പിന്നെ ഇങ്ങനെ ഒരു ലേഡി ഓടിക്കുന്നതും പിന്നെ മോളൊക്കെ ഓടിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും തന്നെ നല്ലപോലെ ഇത് പല സംസ്ഥാനങ്ങളിലും വാർത്തയൊക്കെ ആയിട്ടുണ്ടോ? കാശ്മീരി എന്നിട്ടൊക്കെ അവിടെ വന്ന് ന്യൂസുകാരൊക്കെ വന്ന് എടുത്തിട്ടുണ്ട്, ബീഹാറിൽ നിന്നപ്പോൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അങ്ങനെ ഹിന്ദി സംസാരിക്കോ? ഞാൻ സംസാരിക്കില്ല, എനിക്ക് കേട്ടാ മനസ്സിലാവും, തിരിച്ചു പറയാൻ അറിയത്തില്ല. അല്ല വീഡിയോ ഒന്നും എടുക്കുന്നില്ലെങ്കിൽ ഞാൻ സംസാരിക്കും, വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഹിന്ദി അത്യാവശ്യം അറിയാം. ആദ്യം അറിയത്തില്ലായിരുന്നു, ഇപ്പൊ പോയി അത്യാവശ്യം സംസാരിച്ച് പഠിക്കും. ഇപ്പം ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ മുന്നിൽ എല്ലാത്തിനും നിൽക്കുന്നതുകൊണ്ടാണ് കുഴപ്പം. അല്ല തന്നെ പോവുകയാണെങ്കിൽ ഇതൊക്കെ പഠിക്കും. ഇവരുണ്ടല്ലോ, അപ്പോൾ ഇവരെ കൂടുതൽ. പിന്നെ ഞങ്ങൾ വണ്ടിക്കകത്തിരുന്ന് മലയാളമല്ലേ പറയുന്നത്, അല്ലേ എപ്പോഴും കേൾക്കുന്നത്. ചേച്ചി ഒറ്റയ്ക്ക് പോയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഒറ്റയ്ക്കെന്ന് പറയാ ഇല്ല, നിങ്ങൾ എപ്പോഴും രണ്ടുപേരായിട്ടേ പോയിട്ടുള്ളൂ. നീ ഇപ്പോൾ ഒറ്റയ്ക്ക് ഇവര് പോകാൻ വേണ്ടിയിട്ടിരിക്കുക അല്ലേ? ആരാ? മോളും ചേച്ചിയും കൂടോ? അങ്ങനെ പോകണമെന്നുണ്ട്. ശരി. മോൾ എങ്ങനെയാണ് വണ്ടി ഓടിക്കാൻ വന്നത്? താല്പര്യപ്പെട്ട് വന്നതാണോ? മോൾക്ക് ചെറുപ്പം തൊട്ടേ വണ്ടി ഓടിക്കാൻ ഇഷ്ടം. അച്ഛൻ്റെ ആ ഒരു ജീനായിരിക്കും ഭയങ്കര. ചെറുപ്പം തൊട്ടേ വണ്ടിയുടെ താല്പര്യം അതെന്ന് പറഞ്ഞാൽ അധികം പഠിപ്പിക്കേണ്ടി ഒന്നും വന്നിട്ടില്ല. പഠിക്കാതെ ആരും പഠിപ്പിച്ചില്ല, തന്നെ കയറിയിരുന്ന് ഓടിക്കുക. ലൈസൻസ് മൂത്ത മോള് ഇളയമോൾ ഓടിക്കോ? ഇളയമോൾ ഓടിക്കും, ചെറുവണ്ടിയൊക്കെ ഓടിക്കും. എന്നാലും പുള്ളിക്കാർക്ക് അത്ര ബൈക്കിനോടൊക്കെയാ താല്പര്യം, കാറിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. മൂത്തയാള് ലൈസൻസ് എടുക്കാൻ പോയപ്പോഴും ഒരിടത്തും പോയി പഠിച്ചൊന്നുമില്ല, ട്രെയിനിങ്ങിന് അങ്ങനെയൊന്നും പോയൊന്നുമില്ല, ചെന്ന് പോയി എടുക്കുമായിരുന്നു. നല്ല ഓടിക്കും. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ പോകുമ്പോഴത്തേക്കിന് എന്തെങ്കിലും മോശാനുഭവം ഉണ്ടായിട്ടുണ്ടോ? സ്ത്രീ ആയിട്ടില്ലല്ലോ? ഇല്ല, എനിക്ക് അങ്ങനെ മോശം അങ്ങനെ, കാരണം എല്ലാവരും വളരെ റെസ്പെക്റ്റോട് കൂടി. അത് മോശമൊന്നുമില്ല, അത് നമ്മളെ വാഷ്റൂം ഫോണൊക്കെ തട്ടിപ്പറ്റി. അതെ, അത് വാഷ്റൂമിൻ്റെ അതാ പമ്പിൽ ഒരാളുമായിട്ട് ചെറിയൊരു ഉടക്കം ഉണ്ടായി. അപ്പം വീഡിയോ എടുത്താൽ ഫോൺ തട്ടിപ്പിടിക്കും പറിക്കുകയൊക്കെ ചെയ്തു. മോശമായിട്ട് പറഞ്ഞ ചേട്ടായിയോട് അല്ലാതെ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഒരിടത്തും ചേച്ചിയായിട്ട് പോകുമ്പോൾ പല സ്ഥലത്തും നമുക്ക് ഊരി പോകാൻ പറ്റുമല്ലേ? അങ്ങനെ ഒരു ഗുണമുണ്ടല്ലേ? അതാ ഞാൻ പറഞ്ഞേ, അത് ഭയങ്കര പിടിച്ചിരുന്ന പരിപാടി ഇതൊക്കെ ഒഴിഞ്ഞു പോകാൻ ശ്രമിക്കാറില്ലേ? എനിക്ക് തോന്നുന്നേ ഈ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ ബഹുമാനം കിട്ടുന്ന സ്റ്റേറ്റ് ബംഗാളാണെന്ന് സംശയമുണ്ട്. ഈ പ്രാവശ്യം ഇപ്പം ബംഗാളും ശ്രീനഗർ കാശ്മീരും ഒക്കെ അതെ. ബംഗാളിൽ എന്താണെന്ന് ചോദിച്ചാൽ സ്ത്രീകളോട് ഭയങ്കര ബഹുമാനം. എൻ്റെ ഒരു അനുഭവത്തിൽ വണ്ടി ട്രക്കുകളെല്ലാം പിടിച്ചിടുന്ന സ്ഥലത്ത് പോയി. അവർക്കൊരു വനിതാ മുഖ്യമന്ത്രി വരെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇതുവരെ ഒരു വനിതാ മുഖ്യമന്ത്രി വരെ പോലും ആയിട്ടില്ല. അല്ല, ദീദി ഉള്ളതുകൊണ്ടായിരിക്കും എന്ന് ഞാനത് ഇങ്ങനെ അന്ന് കഴിഞ്ഞിട്ട് പോയപ്പോൾ പറഞ്ഞു. അപ്പം കഴിഞ്ഞ ദിവസം അവിടെ ഈ ഓരോ സമയത്ത് ട്രക്കുകൾ പിടിച്ചിടും ഹൈവേയിൽ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങളോട് കയറി പൊക്കോളാൻ പറഞ്ഞു. അപ്പം അത് ഒരിടത്തല്ല, ഓരോരുത്തർ ചെല്ലുന്നിടത്തെല്ലാം ഒതുക്കാൻ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെ നോക്കുമ്പം ലേഡി ആണെങ്കിൽ അന്നേരം പുറകേറ്റ് വിട്ടു. അങ്ങനെ അതൊരു ബംഗാളിൽ ഒരു കുറച്ച് ട്രിപ്പായിട്ടൊന്ന് ഞങ്ങൾ നോക്കിയിട്ട് അങ്ങനെ ഒരു ഭയങ്കര ഒരു ബഹുമാനം എല്ലാവർക്കും. ഞങ്ങൾ ഈ ട്രിപ്പ് ത്രിപുരയ്ക്ക് പോയിട്ട് വഴിക്ക് വെച്ച് കാശ്മീർ കുറേ വണ്ടിക്കാരെ കണ്ടു. ഞങ്ങൾ കണ്ടില്ല, അവർ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു. ഞങ്ങളൊരിടത്ത് വണ്ടി ഒതുക്കിയിട്ട് അവിടെ നിൽക്കുമ്പോൾ വെച്ച് ഇവർ 3-4 വണ്ടിക്കാർ ഞങ്ങളുടെ അടുത്ത് വന്നു. ഇത്തവണ എന്താ കാശ്മീരിന് വരാഞ്ഞെന്ന് ചോദിച്ചുകൊണ്ട് അന്ന് ഒരു കുറേ ആപ്പിളൊക്കെ കൊണ്ടു തന്നു.
ഭയങ്കര കാര്യം എല്ലാവർക്കും തന്നെ ആ നിങ്ങൾ ഈ ക്യാരവനായിട്ട് പോയ സമയത്ത് നമ്മുടെ ഈ വലിയ വണ്ടി ക്യാരവനായിട്ട് മറ്റു സംസ്ഥാനങ്ങളിൽ പോകുമ്പോഴത്തേക്കിനും ഇപ്പോഴും പല പോലീസുകാർക്കും ഇത് ക്യാരവനാണെന്ന് അറിയാത്ത പോലീസുകാർ വരെ ഉണ്ടാവില്ലേ? അതൊക്കെ ഉണ്ടാവും ഇല്ലേ? പിന്നെ അവർ ഈ നമ്പർ പ്ലേറ്റിലേക്ക് നോക്കുമ്പോൾ ഇത് വൈറ്റ് ബോർഡ് ആണല്ലോ, വൈറ്റ് ബോർഡാണ്, അതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ എന്നാലും കാരവൻ ആണോ എന്നുള്ള ഒരു ഇതുണ്ട്. കാരവൻ എന്ന് പറയുമ്പോൾ പിന്നെ അങ്ങനെ നോക്കുന്നത് ചിലരൊക്കെ വണ്ടി കയറി കാണാറൊക്കെ ഉണ്ട്. കാണാനൊക്കെ ചിലപ്പോൾ ഈ വലിയ വണ്ടികൾ ബസ്സും ട്രക്കും ഒക്കെ കൈക്കൂലി കൊടുക്കുന്ന പോലെ കാരവനിൽ പോകുമ്പോൾ കൈക്കൂലി ചോദിക്കാറുണ്ടോ? കാരവനിൽ ഇത് പേഴ്സണൽ യൂസ് ആയതുകൊണ്ട് ചോദിക്കാറില്ല. അതേസമയം അത് പെർമിറ്റ് വണ്ടിയാണെങ്കിൽ ഉറപ്പായിട്ട് മേടിക്കും. അതെ. അപ്പം നമ്പർ പ്ലേറ്റിലേക്ക് നോക്കുമ്പോൾ ഇത് വൈറ്റ് ആണല്ലോ, അതുകൊണ്ട് പിന്നെ ഇങ്ങനെയുള്ള വണ്ടികൾ വളരെ കുറവൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ചോദിക്കാറില്ല. അല്ലെങ്കിൽ ഉറപ്പായിട്ട് മേടിക്കും. ഓക്കെ. പിന്നെ വേറൊരു ചാർജസ് ഉള്ളത് ഈ പാർക്കിംഗ് ചാർജ് എന്ന് പറഞ്ഞൊരു പരിപാടിയും കൂടെ ഇല്ലേ ട്രക്കുകൾക്ക്? അത് കാര്യമായിട്ടുണ്ടോ? ട്രക്കുകൾക്ക് അങ്ങനെ ഇല്ല. എന്നാന്നറിയോ, ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ ഒരു മെയിൻ ഒരു ടൗണിൽ ചെന്നിട്ട് അവിടെ പാർക്ക് ചെയ്യുന്ന ഗ്രൗണ്ട് അല്ലെങ്കിൽ ബോംബെയിലൊക്കെ ചെല്ലുമ്പോൾ ഉണ്ടെങ്കിൽ അതിന് ചാർജ് ഉണ്ട്. അത്രേ ഉള്ളൂ. അത് ഒരു ദിവസം ഇടുന്നതിന് ഒരു 100-200 രൂപ ഒക്കെ അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ ദാബയിലൊക്കെ ഇപ്പോൾ ഒരു ദാബയിൽ നമ്മൾ കിടന്നുറങ്ങുകയെന്ന് വെച്ചു, ദാബയിൽ കൊണ്ടുപോയി നല്ല പാർക്കിംഗ് സൗകര്യം അത് കണ്ടിട്ടില്ലേ, വലിയ പാർക്കിംഗ് സൗകര്യമുള്ള ദാബകളുണ്ടല്ലോ, അവിടെ കൊണ്ടുപോയിടുമ്പം അവിടെ വേറെ അവിടെ നമ്മൾ കടയിൽ നിന്ന് കയറി എന്തെങ്കിലും ഫുഡ് കഴിക്കുക എന്നുള്ളതല്ലാതെ ഇനി കഴിച്ചില്ലല്ലോ അവർ ചോദിക്കത്തൊന്നുമില്ല. അവിടെ സെക്യൂരിറ്റി ഉണ്ടാവും. അപ്പോൾ സെക്യൂരിറ്റി വന്ന് ചോദിക്കും. ഇപ്പോൾ നമ്മൾ ഉറങ്ങാനാണെങ്കിൽ വൈകിട്ട് കൊണ്ടുവരുമ്പോൾ അവർ ചോദിക്കും എത്ര മണിക്കാണ് പോകേണ്ടത്. നമ്മൾ പറയും 6 മണിക്ക് വിളിച്ചാൽ എന്ന് പറഞ്ഞാൽ ആ 6 മണിക്ക് പോകുന്ന സ്ഥലത്ത് ഇതേ അവിടെ ഇട്ടോളാൻ പറയും. എന്നുവെച്ചാൽ അതിന് മുമ്പ് പോകുന്ന വണ്ടികൾ ഇപ്പറേ ഉണ്ടാവും, അവിടെ ഇട്ടോളാൻ പറയും. എന്നിട്ട് എന്ന് വെച്ചാൽ ടയർ ലെവലിൽ എഴുതി വെക്കും 6 മണിന്ന്. അപ്പോൾ അതാ പുള്ളി ചോദിക്കുന്നത് എന്ന് വെച്ചാൽ ആ സമയത്ത് പുള്ളി വന്ന് വിളിക്കും. അപ്പോൾ എന്നിട്ട് നമ്മൾ 6 മണിയാകുമ്പോൾ കറക്റ്റ് വന്ന് വിളിക്കും. വിളിക്കുമ്പോൾ ഒരു ചിലയിടത്ത് 20 രൂപ 30 രൂപ ഒക്കെ പാർക്കിങ്ങിന് ആ പുള്ളിക്ക് എന്തെങ്കിലും ചായക്കാശ് അത്രേ ഉള്ളൂ. അത് നമുക്ക് ഇഷ്ടമുള്ള പൈസ കൊടുക്കാം, അതേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. നിങ്ങൾ ഈ യാത്രകൾ പോകുമ്പം ഇവർക്കൊക്കെ ടോയ്ലറ്റുകൾ കോമൺ ആയിട്ടുണ്ട്. അവിടെ ഒരു ഫീമെയിൽ ടോയ്ലറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി കാണത്തില്ലല്ലോ, ഒരു സാധനമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് കുളിക്കാനും ടോയ്ലറ്റിൽ പോകാനൊക്കെ എങ്ങനെയാണ് നിങ്ങൾ മാനേജ് ചെയ്യുന്നത്? ടോയ്ലറ്റാണ് ഏറ്റവും വിഷയം എന്ന് പറയുന്ന കാര്യം. അതാ യാത്ര ചെയ്യാൻ ഏറ്റവും ട്രക്കിലൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക? ട്രക്കിൽ എൻ്റെ ഓൾറെഡി ഒരു ടോയ്ലറ്റ് ടെൻ്റ് ഉണ്ട്. ഞാൻ യൂറിൻ പാസ് ചെയ്യാനൊക്കെ അതാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അല്ലാതെ നിങ്ങൾ രാവിലെ നല്ല വാഷ്റൂം കാണുന്നത് നോക്കി കുറേ സമയം പോകും. പിന്നെ ഉള്ളത് നല്ലത് കണ്ണുന്നിടത്ത് യൂസ് ചെയ്യുക, അതല്ലേ നിവൃത്തിയുള്ളൂ. കുളി എല്ലാ ദിവസവും നടക്കത്തില്ല. 1-2-3 ദിവസം കൂടുമ്പോഴൊക്കെ കുളിക്കുന്നു. ആണോ? അങ്ങനെ കുളിക്കാതിരിക്കാൻ പറ്റുമോ അത്ര ദിവസമൊക്കെ? അതിനെ എ സിക്കകത്തിരിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. എ സി ആണല്ലോ, വണ്ടി ഓടുന്നല്ലേ ഉള്ളൂ. നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുന്ന വല്ല ഫുഡ് ഉണ്ടാക്കാനോ അല്ലെന്നതിനല്ലേ ഇറങ്ങുന്നു. വേനൽക്കാലത്ത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പിന്നെ കുളിക്കാനുള്ളൊരു നമ്മളെന്നും കുളിച്ചൊക്കെ പോകണമെന്ന് വെച്ചാൽ സമയം പോകും, ലോഡ് സമയത്ത് എത്താക്കാൻ പറ്റത്തില്ല. സാധാരണ നിങ്ങൾ ലോങ് ഒക്കെ പോകുമ്പോൾ ഒരു ദിവസം എത്ര മണിക്കൂറൊക്കെ വണ്ടി ഓടിക്കും? നിങ്ങളും നിങ്ങളുടെ ഡ്രൈവേഴ്സും? 24 മണിക്കൂർ ഓടും. ചിലപ്പോഴൊക്കെ കിടന്നുറങ്ങുള്ളൂ. ആവറേജ് ഒരു ഈ പകൽ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് കുറച്ച് താമസമുണ്ട്. 200-300 കിലോമീറ്റർ പകൽ ഓടും, രാത്രിയിൽ ഒരു 10-300-400 കിലോമീറ്റർ ഓടും. അപ്പോൾ ഒരാൾ ഓടിക്കുമ്പോൾ ഒരാൾ കിടന്നുറങ്ങും. അങ്ങനെയാണ് ഇവർ പോകുന്നത് അല്ലേ? അതെ. ശരി. ഞാൻ കണ്ടിന്യൂസ് ഓടുകയായിരുന്നു രാത്രിയും പകലും. ആണോ? ഓക്കെ, എനിക്കറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു അത് ഒരു പ്രത്യേക ജീവിത സുഖ, ഒരു പ്രത്യേക ഒരു ലൈഫാണ് അത്. പക്ഷെ അപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രശ്നബാധിത സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനെ രാത്രി ഒഴിവാക്കും അല്ലേ? ഹൈവേ ഒക്കെ ആണെങ്കിൽ മാക്സിമം പകലും രാത്രിയൊക്കെ തന്നെ ഓടും. കുഴപ്പമൊന്നുമില്ല. എന്തൊക്കെ ലോഡുകളാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്നതും കേരളത്തിലേക്ക് വരുന്നതും? കേരളത്തിൽ നിന്ന് ഇവിടുന്ന് ഇപ്പോൾ പോകുന്ന മെയിനായിട്ടും റബ്ബറിൻ്റെ ഉൽപ്പന്നങ്ങൾ, പിന്നെ പ്ലൈവുഡ്, പിന്നെ റബ്ബറിൻ്റെ പലക, പൈനാപ്പിൾ, റബ്ബറിൻ്റെ പലയുണ്ട് പാക്കിംഗ് കേസായിട്ട് കോട്ടയം സൈഡിൽ നിന്നൊക്കെ. പിന്നെ ഈ കൊല്ലം സൈഡിൽ നിന്നൊക്കെ കശുവണ്ടിയുണ്ട്, കയറുണ്ട്, പിന്നെ കശുവണ്ടിയുടെ തോടുണ്ട്. അതൊക്കെ ഓരോ കമ്പനികളിലേക്കൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഈ ടൈറ്റാനിയം പൗഡറുണ്ട് കൊല്ലം സൈഡിൽ നിന്ന്. അങ്ങനെ കുറേ പല ലോഡുകൾ. മെയിനായിട്ടും ഇതൊക്കെയാണ്. ഈ നിങ്ങളുടെ വണ്ടിയിൽ കയറ്റുന്ന ലോഡ് എന്താണെന്ന് നിങ്ങൾ എല്ലാം നോക്കാറുണ്ടോ? അതറിയാലോ നമ്മൾ കയറ്റാൻ ചെല്ലും. അതിനകത്ത് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ വല്ല കഞ്ചാവോ വേറെ എന്തെങ്കിലും കടത്താൻ പാടില്ലാതെ കൊണ്ടുപോകാൻ പാടില്ലാത്ത സാധനങ്ങൾ കയറ്റി വെച്ചാൽ നിങ്ങൾ എങ്ങനെ അറിയും? അതിപ്പോൾ ലോഡ് കയറ്റുമ്പോൾ നമ്മൾ നോക്കി നിൽക്കാറുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ലോഡുകളിലൊന്നും അത് അങ്ങനെ ഒരു ബാക്ക് ഇപ്പം റബ്ബർ കയറ്റുന്നതിനകത്ത് റബ്ബർ ബണ്ടിൽ തന്നെ ആയിരിക്കുമല്ലോ, അതിനകത്ത് അത് കാണാം, നമുക്ക് കാണത്തില്ലാത്ത സാധനങ്ങൾ. പിന്നെ അല്ലാതുള്ള അതിനകത്തൊക്കെ കയറ്റി വെച്ചാൽ അറിയാനൊന്നും പറ്റത്തൊന്നും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഇപ്പോൾ നിങ്ങളുടെ വണ്ടിയിൽ പോകുന്നു, നിങ്ങളെ ചെക്കിങ്ങിന് പിടിക്കുന്നു, ഡ്രൈവറെല്ലാം ഒന്നാം പ്രതി തീർച്ചയായിട്ടും അല്ലേ? അതെ. അപ്പോൾ അന്നേരം തന്നെ പിടിച്ചോണ്ട് പോവല്ലേ? അതെ അല്ലേ? അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതെ. പക്ഷെ അങ്ങനൊന്നും നമ്മളിപ്പം കൂടുതലും കയറ്റുന്നതും അറിയാവുന്ന ലോഡുകളും ഇവിടുന്ന് കയറ്റുമ്പം വണ്ടികളും അറിയാം, ആൾക്കാരെ അറിയാമില്ല, അങ്ങനെയുള്ളതാണല്ലോ കൂടുതലും. തിരിച്ച് കയറ്റുന്നതും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇത് സ്ഥിരമാകുമ്പോഴേ
അല്ല അങ്ങനെ പരിചയമില്ലാത്ത ലോഡുകൾ വളരെ കുറവാണ് കയറ്റുന്നത്. പിന്നെ ലോഡ് കയറ്റുമ്പോൾ ഒരാൾ അവിടെ കയറി ഇരിക്കും. ഇതിൻ്റെ എണ്ണവും ചാക്കിൻ്റെ എണ്ണവും ഒക്കെ നോക്കണമല്ലോ. ഓക്കെ. പിന്നെ ഞങ്ങൾ ഈ ടോയ്ലറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞങ്ങൾ വണ്ടിയുടെ സൈഡിലൊരു ടോയ്ലറ്റ് ഞങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ട്രക്കിലോ? അത് മുമ്പേ പറഞ്ഞ പോലെ നിങ്ങൾ ഡോർ തുറന്നിട്ടെന്ന് പറഞ്ഞില്ലേ രാത്രി എന്ന് പറഞ്ഞോണ്ട് തന്നെ. ട്രക്കിലല്ലേ? ട്രക്കിൽ ഞങ്ങളൊരു സ്ഥലമുണ്ട്. അതിപ്പം ആൾക്കാർ അവിടെ നിന്നാലൊന്നും കാണത്തില്ല, യൂറിൻ പാസ് ചെയ്യാനൊക്കെ. അത് ടെൻ്റ് എടുക്കുന്ന സമയം കൊണ്ട് അതൊക്കെ നല്ല ബാലൻസായി, ഇപ്പം കുഴപ്പമില്ല. 2 ടയറിൻ്റെ ഇടയിൽ അത്രേ ഉള്ളൂ. മറ്റേ ടയറിന് അടയ്ക്ക് അതോട്ട് കയറി ഇരുന്നാൽ പോരെ. വലിയ ടയറാണല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് കാണുന്നില്ലല്ലോ. അപ്പോൾ അത് എളുപ്പമുണ്ട്. വേറെ പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നില്ല നല്ലതാണ്. പബ്ലിക് ടോയ്ലറ്റിൽ പോയി എൻ്റെ മനസ്സ് മടുത്തിട്ടുണ്ട്. അതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത്ര വൃത്തിയായിട്ട കാഴ്ചകൾ നമുക്ക് കാണേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു സീൻ ഓർത്തിട്ട് വണ്ടിയുടെ സൈഡിൽ തന്നെ ഇരിക്കും. ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ഉണ്ടല്ലോ, ഞങ്ങൾ ബ്ലോക്കായിട്ട് കിടക്കുന്നിടത്തേക്ക് ഈ ടെൻ്റ് എടുത്തിട്ട് 2 ലോറിയുടെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ വേറെ വണ്ടിയുടെ ബാക്കിലായിട്ട് ഇടയ്ക്ക് വെച്ചിട്ടൊക്കെ പകലൊക്കെ ഒരു ബസ്. എനിക്ക് തോന്നുന്നേ ഏറ്റവും ടോയ്ലറ്റ് പോകാൻ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടായ ഒരു ദിവസം കഴിഞ്ഞ മുമ്പിലത്തെ ട്രിപ്പ് അരുണാചൽ പോയി. ഞങ്ങൾ 3 പേരുടെ മോളും ഞങ്ങൾ 2 കൂടെ പോയത്. അത് ഈ അവിടെ ചെന്നപ്പം ബംഗാളിലൊരു കുറേ വഴി ബ്ലോക്കായി. വൈകിട്ട് 9 മണിക്ക് വന്നിട്ട് രാവിലെ 10 മണിയായിട്ടും വണ്ടി നീങ്ങും, ഒരു 50 മീറ്റർ നീങ്ങും, അവിടെ കിടക്കും. അങ്ങനെ ഈ രാവിലെ 10 മണി കഴിഞ്ഞിട്ടും ഇത് ബ്ലോക്ക് മാറിയില്ല. അപ്പോൾ ഇവർ രാവിലെ ഇവർക്ക് ടോയ്ലറ്റിലൊക്കെ പോകണ്ടേ, ഒന്നും നടന്നില്ല. പിന്നെ നേരം വെളുക്കുന്നതിന് മുമ്പ് ഈ 2 വേറെ വണ്ടികളാണ്, ലെഫ്റ്റ് സൈഡിൽ വണ്ടി 3 ലൈനിൽ ലോറി കിടക്കുക, നമ്മുടെ വണ്ടി നടുക്ക് കിടക്കുക. എന്നിട്ട് മറ്റേ വണ്ടിയുടെ ഇടയ്ക്ക് ടെൻറ്റ് വെച്ചൊക്കെ യൂറിൻ പാസ് ചെയ്തു. അത് കഴിഞ്ഞ് 10-11 മണിയായി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് ടോയ്ലറ്റ് പോകാൻ അടുത്തങ്ങ് ഇല്ലതാനും. പിന്നെ കുറച്ച് അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു പമ്പുണ്ടായിരുന്നു, പിന്നെ അവിടെ പോയി. അതാണ് ഏറ്റവും ബുദ്ധിമുട്ടിയ ഒരു സമയം. ഈ പെട്ട് കിടക്കുന്നത് വലിയൊരു പ്രശ്നമാണ്. വലിയ പ്രശ്നമാണ്. നമ്മൾ കാറാണെങ്കിൽ നമുക്ക് എങ്ങനെയും എവിടെയെങ്കിലും കൂടെ ഒക്കെ കുത്തിക്കേറ്റി എടുത്തോണ്ട് പോകാന്ന് പറയാം, ഇല്ലെങ്കിൽ തിരിച്ചിട്ട് പോകാന്ന് പറയാം. ഇതും പറ്റത്തില്ല. പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം അത് വെസ്റ്റ് ബംഗാളിൽ വെച്ചിട്ട് ഒരു പ്രാവശ്യം തിരിച്ചു വന്നപ്പോൾ നമ്മൾ ഒരിടത്ത് ബ്ലോക്കായിട്ട് ഒരു ദിവസം പിറ്റേ ദിവസം വരെ കിടന്നു. എന്നിട്ട് അടുത്തൊരു വീട്ടിൽ പോയി ഞങ്ങൾ കുളിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ എവിടെ ചെന്നാലും വീടുള്ളടത്താണ് ആൾക്കാർ നല്ല സപ്പോർട്ടാണ്. നാട്ടുകാർ നല്ല സപ്പോർട്ട്. ഒരു വനിതാ ഡ്രൈവർ എന്നുള്ള ഒരു ഇത് കാണുമ്പോൾ എന്ത് സഹായം. അതുപോലെ കാശ്മീർ ഞങ്ങൾ പോയിട്ട് 2ാമത്തെ ട്രിപ്പ് കാശ്മീർ പോയിട്ട് 12 ദിവസം വഴി കിടന്നു. അങ്ങോട്ട് 6 ദിവസം, ഇങ്ങോട്ട് 6 ദിവസം. ഇതേപോലെ ബ്ലോക്കായിട്ട് അതിനെച്ചാൽ കോൺവോയ് ആയിട്ടായിരുന്നു വണ്ടി വിടുന്നത്. ട്രക്കുകളെല്ലാം തടഞ്ഞ് ഇട്ടേക്കായിരുന്നു. 6 ദിവസം ഒരു സൈഡിലേക്ക് പോകാൻ വേണ്ടി കിടന്നു. അത് ഞങ്ങൾ ഇവിടുന്ന് ചെന്ന് രാത്രിയിൽ ഞങ്ങൾ പിന്നെ പത്താംകോട്ട് കഴിഞ്ഞിട്ട് അവിടെ ബോർഡർ പാസ്സായി കയറുന്നത്, ജമ്മുവിലേക്ക് കയറുന്നത്. അവിടെ ചെന്ന് കുറേ അങ്ങ് ചെന്ന് കുറേ വണ്ടികൾ കിടക്കുന്നു. ഞങ്ങളും അതിൻ്റെ പുറകെ ചെന്ന് വണ്ടി ഇട്ടു. അപ്പം നമുക്കറിയില്ല ഇത്രയും ഇങ്ങനെ ബ്ലോക്കായിട്ട് ഇത്രയും ദിവസം കിടക്കണമെന്നൊന്നും അറിയില്ല. രാത്രി കിടന്ന് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ അവിടെ ഒരു കട മാത്രമുണ്ട് സൈഡിൽ. അപ്പോൾ ഒരു വാഷ്റൂമോ ഒന്നുമില്ല. പിന്നെ അവിടെ ഒരു പോലീസുകാരനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു 2 കിലോമീറ്റർ നടന്നു പോയാലൊരു ഹോട്ടലുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവിടെ ഹോട്ടലിൽ പോയി. അവിടെ ഞങ്ങൾ 6 ദിവസം അങ്ങനെ കിടന്നു വഴിയിൽ. ആ 6 ദിവസം കിടന്നപ്പം ഈ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലുള്ള ഡ്രൈവർമാരും ഉണ്ട്. ലോറികൾ മാത്രമേ ഉള്ളൂ. ലേഡി ആയിട്ട് ഈ ഒരൊറ്റ ഒരാളേ ഉള്ളൂ വനിതയായിട്ടുള്ള. എല്ലാവരും എന്നാ സപ്പോർട്ടായിരുന്നു അറിയോ, ഭയങ്കര സപ്പോർട്ട്. എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലെ അംഗത്തെ പോലെ തന്നെ എല്ലാവരും ഇടപെട്ടെ. തമിഴ്നാട് വണ്ടിയിലെ അണ്ണന്മാരൊക്കെ ഉണ്ട്. എല്ലാവരും കൂടെ ഒന്നിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി അവരുണ്ടാക്കുന്ന ഞങ്ങൾക്ക് കൊണ്ടുതരും. നിങ്ങളുടെ ഈ യാത്രയിൽ മറ്റൊരു വനിതാ ലോറി ഡ്രൈവറെ കണ്ടിട്ടുണ്ടോ? ഇടയ്ക്ക് ഒരാള് തമിഴ്നാട്ടിലുള്ളത്. ഓക്കെ. നോർത്തിലേക്കൊന്നും ഇല്ല. ഈ റീൽസിനകത്തൊക്കെ കാണുന്നുണ്ട്, പക്ഷെ അങ്ങനെ കണ്ടിട്ടില്ല. ഓക്കെ. പിന്നെ അങ്ങനെ ഒരു പ്രൊഫഷണലായിട്ട് പോകുന്നവരും കുറവാണ്. പിന്നെ ഇപ്പോൾ ഈ ഡ്രൈവർമാരൊക്കെ ഇപ്പോൾ ചിലയിടത്തൊക്കെ ഭാര്യമാരെയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അത് മെയിനായിട്ട് അവർ ഓടിക്കാൻ കണ്ട പുള്ളിക്കാരിയും അത്ര ഓടിക്കുമെന്നൊരു സംശയമുണ്ട്. എന്ന് വെച്ചാൽ ഈ ചെക്ക് പോസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാലേ അങ്ങനെ കാര്യം. ചെക്ക് പോസ്റ്റിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യനെയും കൊണ്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഊരി വരാൻ പറ്റും. കൈക്കൂലി കുറച്ച്. പക്ഷേ ചിലർ ചെക്ക് പോസ്റ്റിൽ വണ്ടി ഓടിച്ചു കാണിക്കാൻ പറയും. എന്നോട് അങ്ങനത്തെ കാര്യമുണ്ട്. ഞാൻ ഓടിക്കാതെ ഞാൻ സൈഡിലായിരിക്കുന്നെങ്കിൽ എന്നോട് പറയും ഓടിച്ചു കാണിക്കാൻ പറയും. ചെല്ലുമ്പം പോലീസുകാരും രാത്രിയിൽ ചെക്കിങ്ങിനൊക്കെ ഇടയ്ക്ക് കൈ കാണിക്കുമല്ലോ. അപ്പോൾ അവർ ഇപ്പോൾ ഇവർ ആയിരിക്കും ഓടിക്കുന്നതെങ്കിൽ ഞാൻ ഉറക്കമായിരിക്കുന്നു. ഉറക്കത്തിൽ നിന്ന് വരെ എന്നോട് എണീറ്റ് വണ്ടി ഓടിക്കാൻ പറഞ്ഞു. അല്ല പൈസ കൊടുക്കാതിരിക്കാൻ. പൈസ ചോദിക്കും. ഇപ്പം ഞാൻ ഓടിച്ചോണ്ടില്ല, പൈസ ചോദിക്കും. അപ്പം നമ്മൾ കൊടുക്കുകയല്ലോ, ലേഡി ഡ്രൈവറാണ്, അപ്പം ഉറങ്ങാണ് എന്ന് പറയും. അപ്പം ചിലപ്പോൾ ഈ ചുമ്മാ പറയുന്നതാണോ, അവർക്ക് കിട്ടേണ്ട പൈസ അവർ മേടിക്കണമല്ലോ. അപ്പം ആളെ വിളിക്കാൻ പറയും. വിളിച്ച് കഴിയുമ്പോൾ ആളുണ്ടെങ്കിൽ എന്നാൽ ഓടിക്കാൻ പറയും, ഓടിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ എത്ര പ്രാവശ്യം ഓടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഓടിച്ചിട്ടുണ്ട്.
ഇത് ഭയങ്കര സംഭവമല്ലേ. ശരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ വില്ലന്മാർ പോലീസോ RTO ആണല്ലേ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം? അതേപോലെ തന്നെ കള്ളന്മാരും. അതെ, കള്ളന്മാരുണ്ട്. കള്ളന്മാരും പിടിച്ചു ഞങ്ങൾ പറയാനും വണ്ടിയിൽ ഇഷ്ടം. കള്ളം കയറിയിട്ടുണ്ട്. ആ, ഞങ്ങളൊരു പ്രാവശ്യം റബ്ബർ ഷീറ്റ് കയറ്റിക്കൊണ്ട് വന്ന് റബ്ബർ ഷീറ്റ് കയറ്റിക്കൊണ്ട് വന്നിട്ട് ബംഗാളി വെച്ച് മോളിൽ കള്ളം കയറി. പക്ഷേ അന്നേരം തന്നെ അറിഞ്ഞു. അന്നേരം ഇവന്മാർ ചാടിപ്പോയി. പടുതാക്കെ കട്ട് ചെയ്തായിരുന്നു. 3 പടുത കുത്തി കയറി. കത്തിക്ക് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി കട്ട് ചെയ്തു. പക്ഷേ അന്നേരം അറിഞ്ഞുകൊണ്ട് ഇവന്മാർ ചാടിപ്പോയി. ഞങ്ങൾ അറിഞ്ഞെന്ന് മനസ്സിലായി, അവർ ചാടിപ്പോയി. നിങ്ങളുടെ വണ്ടിയിൽ ഡാഷ് ക്യാമറ ഒക്കെ വെച്ചിട്ടില്ലേ? ക്യാമറ ഉണ്ട്. എല്ലാ വണ്ടിയിലും ഉണ്ടോ? എല്ലാ വണ്ടിയിലില്ല. ഡാഷ് ക്യാമറ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ക്യാമറ വെച്ചാൽ കുറച്ച് ഈ പോലീസുകാരുടെയൊക്കെ കുറേ വേണേൽ കുറയ്ക്കാം. ഇതുകൊണ്ട് ക്യാമറ ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു പേടിയുണ്ട് പോലീസുകാർക്ക്. ക്യാമറ ഉണ്ടെന്ന്. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അത് പറഞ്ഞ ഈ ബംഗാളി വെച്ച് ഞങ്ങളെ ഇങ്ങനെ പോലീസുകാർ കൈ കാണിച്ചു. അപ്പം മുന്നിലൊരു തമിഴ്നാട് വണ്ടി കൈ കാണിച്ച് നിർത്തിയേക്കുക. അയാളോട് പൈസ ചോദിച്ചുകൊണ്ടിരിക്കുക. അന്നേരം ശരിക്കും നമ്മുടെ വീഡിയോ കാണുന്ന ഒരാളായിരുന്നു ആ ഡ്രൈവർ. ഇവളിറങ്ങി ചെല്ലുന്ന കണ്ടപ്പോഴത്തേനും ആ ഡ്രൈവർ അവിടെ നിന്ന് ഒരു വീഡിയോ എടുത്തു. പോലീസുകാരുടെ വീഡിയോ എടുത്തതെന്ന്. ആ പുള്ളി ആ ഡ്രൈവർക്കിട്ട് ചെന്ന് ഒരു അടിയും കൂടെ കൊടുത്തു പോലീസുകാരൻ. അട്ടിക്കൊക്കെ ചെയ്യൂ? അതാ ഞാൻ പറഞ്ഞു. അങ്ങനെയാന്നേ, അത് ഗുണ്ടായിസാന്ന് പറഞ്ഞില്ലേ. എന്നിട്ട് പുള്ളി ഞാൻ വണ്ടി ഇരിക്കുന്നതുകൊണ്ട് എനിക്കറിയാം പുള്ളി ഇങ്ങനെ പമ്മി പോയി അപ്പുറം നിൽക്കുക പോലീസുകാരൻ. എന്ന് വെച്ചാൽ വീഡിയോ എടുക്കുന്നതിനകത്ത് വരുകയും ചെയ്യല്ലോ. അപ്പം ശരിക്കും ആൾ വീഡിയോ എടുത്ത പോലീസുകാരുടെ അല്ല, ഇവൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഇവളുടെ വീഡിയോ എടുത്തത്. അന്നേരം എന്നിട്ട് ഇവൻ ഫോൺ അങ്ങ് ഓഫ് ചെയ്യും. അയാൾ ഓടി പുറകെ കൂടെ വന്നു ഒരു അടിയും കൊടുത്തിട്ട് അവൻ്റെ ഫോൺ കയ്യിൽ നിന്ന് പിടിച്ച് മേടിച്ചു. എന്നിട്ട് അപ്പം അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞു കൊടുത്തപ്പം കുഴപ്പമില്ല. അപ്പം ഞാൻ പറഞ്ഞ പോലീസുകാർക്ക് പേടിയുണ്ട് ഈ വീഡിയോ എടുക്കുന്നത്. ഏത് സംസ്ഥാനത്തെ പോലീസുകാരാണ് ഏറ്റവും പ്രശ്നക്കാരൻ അല്ലെങ്കിൽ ഏറ്റവും വൃത്തിടന്മാരുടെ തോന്നിയിട്ടുള്ളത്? അങ്ങനെ പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ അനുഭവങ്ങളിൽ ഏറ്റവും കൂടുതൽ മോശം ഇപ്പം അത്ര ഇല്ല, അത് ഈ മഹാരാഷ്ട്ര പോലീസാണ്. പറഞ്ഞു കേട്ടിട്ടുണ്ട് എല്ലാവരും. മഹാരാഷ്ട്ര പോലീസാണ് ഏറ്റവും മോശം. പക്ഷേ ഇപ്പം അവരുടെ ഇതിനെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 2000 കുറേ കാലമായിട്ട് ഒരു 10 വർഷമായിട്ട് അവിടുത്തെ ഭരണമാണ് അതിൻ്റെ മെയിൻ ഒരു കാര്യം. ആര് ഭരിക്കുന്നുള്ളതിന് അതിനൊരു അടിസ്ഥാനമുണ്ട്. അത് പോലീസിൻ്റെ പിരിവെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം കാശ്മീരിന് പോകുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെ ബോംബെയിൽ ഒരു ടൗണിലേക്കൊക്കെ ചെന്നാൽ 100 മീറ്റർ എടുത്ത് പോലീസ് നിൽക്കും. എല്ലാവർക്കും കൊടുക്കണം. കൊടുക്കുകയും ചെയ്യണം, ഇല്ല അടിയും കിട്ടും. അടി കിട്ടാതെ കൊടുത്തിട്ട് പോരുവാണെങ്കിൽ എത്രയും നല്ലത്. എത്രയും പെട്ടെന്ന് കൊടുത്താൽ അടി കിട്ടുകയില്ല, താമസിച്ചാൽ ചിലപ്പോൾ അടിയും കൂടെ കിട്ടും. അങ്ങനെയുള്ളതായിരുന്നു. ആ ഒരു കാലം പോയി. ഏകദേശം ഇപ്പം ശിവസേന ഭരിക്കുന്നതുകൊണ്ടാണോ എന്താണോ എന്നറിയില്ല. പക്ഷേ ബോംബെയിൽ അത് പോകുന്ന എല്ലാ വണ്ടിക്കാർക്കും അറിയാം പോലീസിൻ്റെ കയ്യിൽ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ. അല്ലെങ്കിൽ നമ്മൾ ബോർഡറിൽ അങ്ങോട്ട് കയറുകയല്ലേ, ബോർഡറിലേക്ക് കയറുമ്പോൾ തൊട്ട് പോലീസുകാർ നിൽക്കുക. പോലീസുകാർ നിന്നിച്ച് വണ്ടി ഇങ്ങനെ വെളിയിൽ നിന്ന് വരുന്ന വണ്ടി ഇങ്ങനെ ലൈനായിട്ട് നിൽക്കും. എന്നിട്ട് അവരൊരു സിഗരറ്റ് കൂടെ എഴുതി തരുന്നത് മാസപ്പിരിവാണ്. സിഗരറ്റ് കൂടിൻ്റെ പുറയിൽ എഴുതും. ഇന്നിപ്പം 25-ാം തീയതിയാണെന്ന് വെച്ചോ, അപ്പം എഴുതും 25/11/25 ആണെങ്കിൽ 25 തൊട്ട് അടുത്ത 24/12 വരെ ഡേറ്റ് ഇട്ടിങ്ങി തരും. അതിന് 100 രൂപ 200 രൂപ കൊടുക്കണം. ഒരു പോലീസ് സ്റ്റേഷൻ്റെ പരിധി. ഇവിടെ ഇത് കൊടുത്തേച്ച് ആ കാർഡ് എന്നിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കണം. അടുത്ത ട്രിപ്പ് വരുമ്പോൾ ഇതുണ്ടെങ്കിൽ ഈ കാർഡ് കാണിച്ചാൽ മതി, ഒരു വിടും കുഴപ്പമില്ല. അടുത്ത പോലീസ് സ്റ്റേഷൻ്റെ പരിധി ചെല്ലുമ്പോൾ അവിടെയും കൈ കാണിക്കും. അവിടുത്തെ ഓരോ കാർഡിനും ഈ സിഗരറ്റ് കൂടെല്ലാം എഴുതി തരുന്നത്. ഓരോ സ്റ്റേഷനും ഓരോ സീലുണ്ടായിരിക്കും. അവരുടെ സീലെന്ന് പറഞ്ഞാൽ അവരുടെ സീലല്ല, അതിൽ അവരുടെ ഒരു സിമ്പിൾ ഉണ്ടാവും ഏതെങ്കിലും ഇത് തിരിച്ചറിയാൻ. എന്നിട്ട് അത് വെച്ചിട്ട് അത് എഴുതി തരും, അവിടെയും കൊടുക്കണം. അങ്ങനെയായിരുന്നു. ആ സിസ്റ്റമൊക്കെ മാറി ഇപ്പം പിന്നെ ചെറിയ പിരിവൊക്കെ ഉള്ളു, വലിയ ശല്യമില്ല. അതിനും കൂടെ ഇപ്പോൾ ഇവർ ആ ഒരു വൈരാഗ്യം തീർക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ഹൈവേലെല്ലാം നടുക്ക് നിന്നിട്ട് വണ്ടിയുടെ ഫോട്ടോ എടുക്കും. ഒന്നേ ലൈൻ മാറി ഓടിച്ചെന്നോ ഇല്ല റഫ് ഡ്രൈവിംഗ് എന്നൊക്കെ പറഞ്ഞ് ഫൈൻ 1000 രൂപ 2000 രൂപ ഫൈൻ വരുന്നത്. എത്ര രൂപ ഫൈൻ വരുന്നതാണ് മഹാരാഷ്ട്രയിൽ നിന്ന്. അതാ ഇപ്പം ചെയ്യുന്നത്. എന്തൊക്കെയല്ലേ ചേച്ചിക്ക്? എനിക്ക് ഒന്ന് കോൾഡ് ആണോ അല്ലെങ്കിൽ മൂക്കടപ്പുണ്ടോ? അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ ഇത് ഇന്നലെ തുടങ്ങിയതാണ്. ഇന്നലെ തുടങ്ങിയില്ല, കുഴപ്പമില്ല. എല്ലായിടത്തും ഉള്ള ഞങ്ങൾക്ക് ഇപ്പോൾ റെഡിയായി വരുന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് കുറച്ച് ദിവസമായി. സൗണ്ടിന് വെച്ചൊരു പ്രശ്നമുണ്ട്. എനിക്ക് സൗണ്ടിന് കുറച്ച് പ്രശ്നമുണ്ട്, കുറച്ചായി. അത് കുഴപ്പമില്ല, എൻ്റെ ശബ്ദം മാറിയിരിക്കുക. ആണോ? 2-3 മാസമായി പുറത്തേക്ക് സൗണ്ട് നല്ലപോലെ വരുന്നില്ല. ഞാൻ വീഡിയോയിൽ ഭയങ്കര നല്ല അടിപൊളിയായിട്ട് സംസാരിക്കുന്ന ആളാണ്. ഇവിടെ വന്നിട്ട് ഇങ്ങനെ സൈലന്റ് ഞാനിങ്ങനെ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ സൈലന്റ് ആയിരിക്കുമ്പോഴത്തേക്കിനും അത് ശരിയാകുന്നില്ലല്ലോ. ബൈജു ചേട്ടൻ വീട്ടിൽ വന്നതല്ല. ബൈജു ചേട്ടൻ വന്നപ്പോൾ ഞാൻ ഇവരോട് പറയുന്നത് വരുന്ന ചിലർ പാർട്ടിയൊന്നും അല്ല, അതിനനുസരിച്ച് സംസാരിച്ചോണം. എന്തായാലും കൊള്ളാം. അപ്പം ഇനി നിങ്ങളിപ്പോൾ ഒരുമിച്ചുള്ള വീഡിയോകളൊക്കെ ഇടുന്നുണ്ടല്ലോ,
ഇത് കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ ഇതേപോലെ വണ്ടി ഓടിക്കുന്നത്? പിന്നെ ഒരുപാട് ഒത്തിരി പേര് എന്നെ വിളിക്കുമ്പോൾ പറയാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്. കാറ് പോലും ഓടിക്കാതെ വർഷങ്ങളായിട്ട് ലൈസൻസ് എടുത്ത് 18-20 വർഷമൊക്കെ ആയിട്ട് ഓടിക്കാതിരുന്ന ഒത്തിരി പേര് വണ്ടി ഓടിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് അത് കേൾക്കുമ്പം. അല്ലേ, ഒത്തിരി പേര് വീട്ടിൽ വരാറുമുണ്ട്. ആണല്ലേ? ഓടിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ എത്ര സ്റ്റാഫ് ഉണ്ട് എല്ലാവരും കൂടെ? അപ്പം എല്ലാം കൂടെ ഒരു 10-50 പേര് കാണുമായിരിക്കും. 50 പേര് മാറി മാറി ഒരു വണ്ടിയിൽ 2 പേര് വെച്ച് 2 പേര് വെച്ച് ഓടിക്കും. 2 പേരും ഓടിക്കുന്നവർ തന്നെ ആയിരിക്കും അല്ലേ? മാറി മാറി. പിന്നെ അത് തന്നെയല്ല നമ്മളിപ്പം അതുകൊണ്ട് ഈ വണ്ടി ഞങ്ങളിങ്ങനെ ഈ വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയപ്പോഴും ലോറിയിൽ ഇങ്ങനെ തുടങ്ങിയപ്പോഴും ഒരുപാട് പേര് ഈ ഹെവി ലൈസൻസ് എടുത്തിട്ടൊക്കെ ഓടിക്കാനൊരു സാഹചര്യം കിട്ടാതെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അങ്ങനെ ഈ പിള്ളേർ സെറ്റൊക്കെ അപ്പോൾ അങ്ങനെ വന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ പ്രാക്ടീസും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് ഈ ഫീൽഡിലോട്ട് യെസ് മനസ്സിലായി. ഇപ്പോൾ നമ്മുടെ പുതിയതായിട്ട് പുതിയൊരു നിയമം കൊണ്ടുവന്നല്ലോ കേരളത്തിൽ, വണ്ടി ഓടിച്ചുകൊണ്ട് വ്ളോഗ് ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട്. അതിനെ എങ്ങനെ കാണുന്നു? അത് ശരിക്കും പറഞ്ഞാലേ അത് നമുക്കത് ഭയങ്കര ദോഷം ചെയ്യും. പക്ഷേ അതൊരു ശരിയായ ഒരു ഇതല്ല. കാര്യം വെച്ചാൽ ഓടിക്കുന്ന ആൾ ഒന്ന് വീഡിയോ എടുക്കുന്നില്ല. പിന്നെ നമ്മൾ ഈ ലോറിയെ സംബന്ധിച്ച്, ലോറിയുടെ കാര്യം ഞാൻ പറയുന്നത്, ഇത്രയും ലോങ് പോകുമ്പം നമ്മൾ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് ഓടിക്കുന്നതും ഒരാൾ സംസാരിച്ച് വ്ളോഗ് ചെയ്തുകൊണ്ട് ഓടിക്കുന്നതുകൊണ്ട് ഒരിക്കലും എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും എനർജറ്റിക് നമ്മളെ സംസാരിച്ചോണ്ടല്ലേ വണ്ടി ഓടിക്കുള്ളൂ. എപ്പോഴും 2 പേര് തമ്മിൽ സംസാരിച്ചോണ്ടേ വണ്ടി ഓടിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കും. രാത്രിയിലൊക്കെ ഓടിക്കാനും നമ്മൾ കൂടെ ഇരുന്ന് സംസാരിക്കുന്ന എന്തിനാ, ആൾ ഉറങ്ങിപ്പോകാതെ ഇരിക്കാനാണ്. അപ്പോൾ അങ്ങനെ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ഇതിൽ അപകടം ഉണ്ടാകും. പക്ഷേ വണ്ടി ഓടിച്ചോണ്ട് ഇപ്പൊ കയ്യില് സ്റ്റിയറിംഗും കയ്യിൽ ഫോണും പിടിച്ചോണ്ട് വീഡിയോ എടുക്കുകയാണെങ്കിൽ അതൊക്കെ അത് പ്രശ്നമാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അങ്ങനല്ല. പിന്നെ ഇത് പലരും മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വന്ന ഒരു കോടതിയുടെ ഒരു ഇതായിരിക്കും അത്. എന്നാന്ന് വെച്ചാൽ ഈ ടൂർ പോകുന്നവരും ടൂറിസ്റ്റ് ബസ്സുകളിലൊക്കെ കണ്ടമാനം ക്യാബിനകത്തൊക്കെ കിടന്ന് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടാന്ന് വെച്ചാൽ നമ്മളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത്ര ഇതായിട്ട് ഈ സംസാരിക്കുന്നതും ഇതും എടുക്കുന്ന വീഡിയോ എടുക്കുന്ന വേറെ, അതുകൊണ്ടാണ് ഞങ്ങൾ 3 പേര് പോകുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ 2 പേര് വണ്ടി ഓടിക്കാൻ, ഒന്ന് ജലജ ഓടിക്കും, പിന്നെ കൂടെ ഞങ്ങൾ ആരെങ്കിലും ഒരാളെ കൂടെ കൊണ്ടുപോകും. ഞാനെന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ്. ചേട്ടൻ വണ്ടി ഓടിക്കാറില്ല? ഇപ്പോൾ വണ്ടി വല്ലപ്പോഴേ ഓടിക്കുള്ളൂ. അതിനാ വെച്ചാൽ വീഡിയോ ഇവരാരും എടുക്കുകയില്ല. അതുകൊണ്ട് വീഡിയോ എടുക്കുന്നത് ഞാനാണ്. ചേട്ടായിക്ക് വണ്ടി ഓടിക്കുന്നത് ഇഷ്ടം, പക്ഷേ ഞങ്ങൾ വീഡിയോ എടുക്കില്ല. അതുകൊണ്ട് എന്റെ അവസ്ഥ അത് തന്നെ. എന്റെ ഭാര്യ മര്യാദയ്ക്ക് വീഡിയോ എടുക്കുമായിരുന്നെങ്കിൽ എനിക്ക് ഇത് വണ്ടി ഓടിക്കായിരുന്നു. ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ പുള്ളിക്കാരോട്ട് വണ്ടി ഓടിക്കത്തുമില്ല, വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ മര്യാദയ്ക്ക് വീഡിയോ എടുക്കത്തുമില്ല. അതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 3 പേര് പോകുന്നത്, അല്ല 2 പേരുടെ ആവശ്യമുള്ളൂ. പക്ഷെ വീഡിയോ എടുക്കേണ്ടതുകൊണ്ടാണ് ഞാൻ ഒരാളെയും കൂടെ നമ്മൾ അഡീഷണൽ കൊണ്ടുപോകുന്നത്. അപ്പം ഞാനും മോളും ഇവളോട് പോകുന്ന സമയത്ത് ഇവർ 2 പേരാണ് വണ്ടി ഓടിക്കുന്നത്, ഞാൻ വീഡിയോ എടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അത് ആ ഒരു കോടതിയുടെ ആ ഒരു, പക്ഷെ അതിലൊരു പ്രോപ്പർ നിർവചനം ഇല്ല. അത് എന്താണ് ഇപ്പം ഞാൻ എവിടെങ്കിലും ക്യാമറ ഫിക്സ് ചെയ്ത് വെച്ചിരുന്നിട്ട് ഞാൻ വീഡിയോ അങ്ങനെയാണ് സിനിമ ചിത്രീകരണം പോലും പാടില്ലല്ലോ. അതെ അതെ അതെ, അങ്ങനെയാണ് വണ്ടിക്കകത്ത് സിനിമ ചിത്രീകരണം പോലും പാടില്ല. വ്ളോഗ് ചെയ്യാൻ മാത്രം ഒരു പർട്ടിക്കുലർ. അപ്പം മന്ത്രി വണ്ടി ഓടിക്കുമ്പോൾ പ്രശ്നമില്ലേ? പ്രധാനമന്ത്രി വണ്ടി ഓടിച്ച് ടി വിക്കാർ മൊത്തം സൈഡിൽ ക്യാമറ പിടിച്ചുകൊണ്ട് നിന്നിട്ട് അപ്പോൾ മൊത്തം ഡിസ്ട്രാക്ഷൻ അല്ലേ? അതിന് പ്രശ്നമില്ല. നമ്മൾ 2 വ്ളോഗർമാരാരെങ്കിലും 2 വീഡിയോ എടുത്ത് ഇതേപോലെ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നം അതെന്നാന്ന് വെച്ചാൽ അതെ ചിലരെ മിസ്യൂസ് ചെയ്യുന്നുണ്ടെന്നേ, അതാണ് അതിൻ്റെ അത് പ്രശ്നം. ഞാൻ മനസ്സിലാക്കുന്നത് അതാ. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നു, അല്ലാതെ ചെയ്യുന്ന ഇനി അങ്ങനെ ചെയ്യുന്ന പോലും എടുത്ത് ഇപ്പോൾ ഈ റീലിൻ്റെ ഒരു ഭയങ്കര അതിപ്രസരണം വലിയൊരു പ്രശ്നമാണ്. ലീഗലായിട്ട് ചെയ്യാവുന്നോ ഇല്ലാത്തോ എല്ലാവരും നോക്കാതെ എടുത്തിടുകയല്ലേ, അതൊരു കാര്യമുണ്ട്. നമ്മളിപ്പം ലീഗലായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ലേറ്റസ്റ്റ് ആയിട്ട വീഡിയോയിൽ ഞാൻ കണ്ടു, നിങ്ങൾ കാരവനായിട്ട് ഇടുക്കിയിൽ എവിടെയോ പോയ വീഡിയോ ഇല്ല, അതിനകത്ത് ഡ്രൈവ് ചെയ്യുന്ന വിഷ്വൽസേ ഇല്ലല്ലോ. അതെങ്ങനെ എടുക്കുന്നത്? അപ്പോൾ ഇനി അത് പിന്നെ ഇതിനൊരു കറക്റ്റ് ഒരു ക്ലാരിറ്റി വന്നിട്ടുമില്ലല്ലോ, ഓർഡറായോ അങ്ങനെയൊന്നും കറക്റ്റ് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു തെറ്റ് ചെയ്യാൻ പാടില്ലോ എന്ന് ഓർത്തിട്ടാണ് അങ്ങനെ എടുക്കാഞ്ഞത്. അത് ആ കോടതി വിധി എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് കറക്റ്റ് അതിന്റെ പകർപ്പ് കിട്ടി അത് വായിച്ച് നോക്കിയാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇപ്പം വാഹനം ഓടിച്ചുകൊണ്ട് വീഡിയോ എടുക്കാൻ പാടില്ല എന്നായിരിക്കും ചിലപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, അതെങ്ങനെയാണെന്നറിയില്ല. ശരിക്കും നമ്മളെ ഈ ഞങ്ങളുടെ വീഡിയോയിൽ ശരിക്കും നമ്മൾ ഡ്രൈവർ ക്യാബിനൂടെ കാണിച്ച് ഡ്രൈവർ ഓടിക്കുന്നോ ഇതുകൂടെ ഉണ്ടാകുമ്പോൾ ആ വീഡിയോ നല്ലത് കാണാം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന പോലെ അല്ലാതെ അപ്പം അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒരു നല്ല ഒരു അല്ല. ഞാനിപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ബാംഗ്ലൂർ പോയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പോയ സമയത്തൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. പക്ഷെ ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ ക്യാമറ ഫിക്സ് ചെയ്ത് ട്രൈപോഡിൽ അവിടെ വെച്ചിട്ട് അത് വെച്ച് ഞാൻ സംസാരിക്കുകയും മറ്റുമൊക്കെ ചെയ്ത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഇടും.
കേസാവണേ വരട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാതെ. കാരണം അത് ബാധകം അല്ല കേസാക്കാൻ വേണ്ടി നോക്കിയിരിക്കാണല്ലോ. അല്ല കേസാവണേ വരട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം. കേസ് ആദ്യം 1-2 അല്ലല്ലോ, ആദ്യമായിട്ടൊന്നും വരുന്നത്. ലോറിയിലും ബസ്സിലാണ് പറഞ്ഞേക്കുന്നത്. ലോറിയിലും ബസ്സിലാണ് പറഞ്ഞത്. അങ്ങനെ പ്രശ്നമുണ്ടല്ലേ? അങ്ങനെ പ്രശ്നമുണ്ട്. കാറ് പ്രശ്നമില്ല. കാറിന് പ്രശ്നമില്ല. ഇനി കാറ് പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് നോക്കാം, കുഴപ്പമില്ല. അല്ല ഈ പറഞ്ഞ പോലെ ഇപ്പം നിങ്ങള് ഡ്രൈവർ എന്താണ്, ഡ്രൈവർ നിയമം തെറ്റിക്കുന്നില്ല. ഡ്രൈവർ വണ്ടി ഓടിക്കുകയാണ്. ഇപ്പം നിങ്ങൾ ക്യാമറ എടുക്കുമ്പോൾ ഇങ്ങനെ നോക്കി ക്യാമറയിൽ മാത്രം നോക്കി ഇരുന്ന് സംസാരിക്കുന്നില്ലല്ലോ. ഇല്ല, അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിലും ഓക്കെ. ഇത് ഒരു കോടതി ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വേറെ കോടതികളുണ്ടല്ലോ, മേൽക്കോടതികളുണ്ടല്ലോ. അല്ല പിന്നെ വേറെ അത് കേരളത്തിലെ ആണ് മെയിനായിട്ട് അത് പറഞ്ഞേക്കുന്നത്. ബാക്കിയുള്ളിടത്തൊന്നും ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെയുള്ളൊരു പ്രശ്നമില്ല. എന്തായാലും അതൊരു ബുദ്ധിമുട്ടാണ്. അല്ല എനിക്ക് അതാ വിധിപ്പകർപ്പ് വാങ്ങിച്ച് നോക്കിയാൽ മതി. ആ വിധിപ്പകർപ്പ് കിട്ടും. അതെടുത്തിട്ട് കറക്റ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് എഴുതിയിരിക്കുന്നത് മനസ്സിലാവും. അതിപ്പോൾ ഡ്രൈവർ ക്യാബിനിലേ എടുക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞേക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അതാണ് പ്രശ്നം. ഡ്രൈവർ ക്യാബിനിനകത്ത് വ്ളോഗിങ് പാടില്ല എന്ന് പറയുന്നു. ഏതാണെന്ന് കറക്റ്റ് എനിക്കറിയില്ല കേട്ടോ. എന്തൊക്കെയല്ലേ? അപ്പോൾ ഇപ്പോൾ എന്താ നിങ്ങളുടെ ഭാവി ഫ്യൂച്ചർ പ്ലാൻ? അത് വെച്ചിട്ടൊന്നും പ്ലാനൊന്നുമില്ല. കേരളത്തിനെക്കാട്ടി കൂടുതൽ ഞങ്ങൾ വെളിയിലാണല്ലോ കൂടുതൽ പോകുന്നത്. പുറത്ത് ചെയ്താൽ കുഴപ്പമില്ല. ഇല്ലായിരിക്കും. കേരളത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കേരളത്തിന് പുറത്ത് പോകുമ്പോൾ വീഡിയോ എടുത്താൽ ഞങ്ങൾ കൂടുതലും വെളിയിലല്ലേ പോകുന്നത്, കേരളത്തിലെ കുറവല്ലേ. അല്ല അപ്പോൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ വണ്ടിക്കകത്ത് ഡാഷ് ക്യാം ഉണ്ടല്ലോ, ഡാഷ് ക്യാം റെക്കോർഡിംഗ് ആണല്ലോ, അതിലെ ക്ലിപ്പ് എടുത്താൽ മതി. അതെ, ഞാനും അങ്ങനെ ചെയ്യുന്നത്. വോയിസ് ചെയ്താൽ മതി. ഞാൻ എൻ്റെ ആക്ഷൻ ക്യാമറ ഉണ്ട്, ഗോപ്രോ പോലത്തെ ക്യാമറ ഉണ്ട്, അത് ഞാൻ ഡാഷ് ക്യാമറ ആക്കി വെച്ചേക്കുക. അതിന്റെ ഫ്രണ്ടും ബാക്ക് റെക്കോർഡാവും. 2.5 വെച്ചാൽ മതിയല്ലോ. എന്നിട്ട് അതിന്റെ നമ്മളപ്പോ ഇവിടെ സംസാരിക്കുന്നു എടുത്താൽ മതി. അതെ, പ്രശ്നമുണ്ടോ? അത് പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. എന്താ പ്രശ്നം? അല്ല ഇനി പ്രശ്നം ഉണ്ടാവട്ടെ, അപ്പോഴല്ലേ റീച്ച് കിട്ടുള്ളൂ അല്ലേ? കുറച്ചുകൂടെ റീച്ച് കിട്ടുള്ളൂ. പ്രശ്നം ഉണ്ടായാലല്ലേ കൂടുതൽ റീച്ച് കിട്ടുള്ളൂ. അത് ശരിയാ. നമ്മുടെയൊക്കെ കുറ്റം കണ്ടുപിടിച്ച് കംപ്ലൈന്റ് കൊടുക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ഒരു പരിധി വിട്ട് വളർന്നു കഴിയുമ്പോഴത്തേക്ക് കുറ്റം കണ്ടുപിടിച്ച് കംപ്ലൈന്റ് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. കംപ്ലൈന്റ് കേട്ടെന്നേ, അപ്പോഴല്ലേ രസം. എന്തോ ചെയ്യാനാ കൂടി പോയാൽ 14 ദിവസം റിമാൻഡ്. ഈ റിമാൻഡൊക്കെ ഇപ്പൊ രസം. ഇപ്പൊ ഇടക്കിടക്ക് റിമാൻഡിൽ പോയാലേ രസമുള്ളൂ. അത് ഞാൻ പറയാം. പക്ഷെ പോയി കിടക്കേണ്ട ആളിതാ. അല്ല അപ്പൊ അത് എക്സ്പീരിയൻസ് അല്ലേ? 14 ദിവസം സുഖമായിട്ട് അവിടെ പോയി കിടക്കാം. നല്ല ബിരിയാണിയും ഫുഡൊന്നും അല്ലല്ലോ, നല്ല ഫുഡല്ലേ. അതിന്റെ എക്സ്പീരിയൻസും ചെയ്യാം. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു ചാറ്റ് വിത്ത് ഭക്തൻ. എനിക്ക് നമുക്ക് മോളെയും കൂടെ പിടിച്ചിരുത്തി കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം അല്ലേ? പിന്നെ ഉണ്ടല്ലോ, ഞങ്ങളിപ്പം എവിടെ ചെന്നാലും തിരിച്ചറിയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒത്തിരി ഞങ്ങളിപ്പം സബ്സ്ക്രൈബേഴ്സിനെ അങ്ങനെ പറയാറില്ല, ഫാമിലി മെമ്പേഴ്സ് എന്നാണ് പറയാറ്. അതിപ്പോൾ എനിക്ക് ലോകം മൊത്തം എന്ന് പറഞ്ഞാൽ ഇന്ത്യ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, എല്ലായിടത്തും ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. അത് എനിക്ക് വലിയൊരു എന്താ വെച്ചാൽ നമ്മുടെ ഉയർച്ചയിൽ സന്തോഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ എന്തെങ്കിലും ഒരു ഇത് വന്നാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒത്തിരി പേരുണ്ട്. അവർ ഭയങ്കര സപ്പോർട്ട്. അതെനിക്ക് വലിയൊരു ഇതായിട്ട് തോന്നാറുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ഇനി ഒരു സമയത്ത് നമുക്ക് മോളെയും കൂടെ പിടിച്ചിരുത്തിയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്നിരുത്തി നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം. ഒരു ട്രിപ്പ് ലോറിയിൽ പോലെ അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ മറ്റേ റോറോയിൽ കയറ്റിക്കൊണ്ട് പോയിട്ടുണ്ടോ? റോറായി പോയില്ല. റോറായിൽ പോകാത്തതിൻ്റെ കാര്യം എന്താണെന്ന് പോയിട്ടുണ്ട് ഞാൻ. റോറായി പോകാത്ത എന്നാന്ന് വെച്ചാൽ ഈ ടോയ്ലറ്റ് പ്രശ്നമാണ്. ഇത് ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ ആണുങ്ങളെ സൈഡിൽ ഇടയ്ക്ക് നിർത്താനൊന്നും അവരാണ് നിർത്തത്തുമില്ലായിരിക്കും അല്ലേ? ഇടയ്ക്ക് അങ്ങനെ റോറോ ഭയങ്കര റിസ്ക് പിടിച്ച ഒരു പണിയും കൂടെ ആണ്. ആണോ? പിന്നെ റോറോ അതെന്നൊക്കെ താഴെ പോയി എത്ര ഡ്രൈവർമാർ മരിച്ചേക്കുന്നു. ആണോ? ഇതേ പണിയില്ല, ചുമ്മാ കയറി ഇരുന്നാൽ പോരെ. ഇവിടെ ഇവിടെ നിന്നൊക്കെ മദ്യപിച്ചിട്ടൊക്കെ സൈഡിൽ കൂടെ ഇറങ്ങി നടന്നൊക്കെ ആൾ താഴെ പോയിട്ടുണ്ട്. ഓക്കെ, ഒരു വലിയ ഡേഞ്ചറാണ് യാത്ര. പിന്നെ അതൊന്നും ഒരു ട്രിപ്പ് പോകണമെന്നുണ്ട്, ഇതുവരെ പോയില്ല, പോകണമെന്നുണ്ട്. അങ്ങനെ അല്ല പിന്നെ ഞങ്ങൾ തന്നെ പോകണം. അതുകൊണ്ട് എങ്ങനെയാണെങ്കിലും കുറേ സമയം എടുക്കുമല്ലോ, 10-20 മണിക്കൂറെങ്കിലും എടുക്കും. അങ്ങനെയായിരുന്നു. അതുപോലെ ചില സമയത്തൊക്കെ മറ്റ് പാസഞ്ചർ വണ്ടി പോകാൻ വേണ്ടി ഇത് പിടിച്ചിടും. എപ്പോൾ പോവും എപ്പോൾ എത്തുന്നൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല. അങ്ങനെ വരുമ്പോൾ ഈ ടോയ്ലറ്റ് പ്രശ്നം ഉള്ളതുകൊണ്ടാണ്. പിന്നെ ഇനി ഏതെങ്കിലും സ്റ്റേഷനിൽ ഇറങ്ങിപ്പോകാൻ പറ്റില്ല, ഇതെപ്പോഴാണ് പോകുന്നതെന്ന് അറിയാൻ പറ്റുമല്ലോ. അതുപോലെ ഒരു പ്രോപ്പർ സിസ്റ്റം ഇല്ല. ഇല്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് പോകാത്തത്. പിന്നെ അതിനകത്ത് ഒരു പരിധി കൂടുതൽ വലിയ വണ്ടികളൊന്നും കയറ്റാനും പറ്റില്ലല്ലോ. അല്ല, ലോറി കയറ്റാം. എല്ലാ ലോറിയും കയറും. എല്ലാ ലോറിയും കയറും. ട്രെയിലറും ഒക്കെ കയറുമല്ലോ. ആണോ? പൊക്കം കൂടിയ ലോഡുകൾ കയറ്റാൻ പറ്റിയല്ല, ക്യാബിൻ ലെവലേ പറ്റുള്ളൂ. അതേ ഉള്ളൂ. അല്ലാതെ വേറെ. പിന്നെ സൈഡിലേക്ക് തള്ളി നിൽക്കുന്ന ലോഡും കയറ്റാൻ പറ്റില്ല, അതേ ഉള്ളൂ. പല പ്രാവശ്യം പോകാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഇങ്ങനെ മടിച്ച് നിൽക്കുകയായി, വാഷ്റൂമിൻ്റെ ഒരു പ്രശ്നം കാരണം. അതുകൊണ്ടാണ് പോകാത്തത്.
ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പം ഇനി നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം, ഒരു യാത്ര പോവാം. ഒരു ട്രിപ്പ് പോരെ, ഞങ്ങളുടെ കൂടെ പോരെ. 26 വണ്ടി ഇനി 62 വണ്ടി ആവട്ടെ. താങ്ക് യു. താങ്ക് യു. അതെ അതെ. യെസ്, നാക്ക് പൊന്നാവട്ടെ. താങ്ക് യു.